Good morning, dear students. Let us see into a quick revision of Module 2. Module 2 പറയുന്ന വെച്ചാൽ സ്റ്റാഫിംഗ് ആണ്. More of staffing and leading. We'll see what is human resource planning, what is recruitment, different types of recruitment, different type of selection process. We have what is called placement and orientation. We have what is called training and development. Then let's see into performance management, what is employee compensation, employee welfare. Then we'll see team formation of team. Coming to staffing. Staffing പറയുന്നത് നമ്മളൊരു ഓവറോൾ പ്രോസസ് ആണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ്. ഡോണ്ട് ഫോർഗെറ്റ് ദിസ് കീവേഡ്. ഇറ്റ് റെഫേഴ്സ് ടു ദ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ഫൈൻഡിങ്, സെലക്ടിങ്, evaluating and developing a work relationship with your existing work employees or your future employees. നമ്മൾ സ്റ്റാഫിംഗ് നമ്മൾ വെറും റിക്രൂട്ട്മെന്റ് മാത്രമല്ല, റിക്രൂട്ട്മെന്റ് ചെയ്തിട്ട് ആ എംപ്ലോയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. ആ ആൾ പോവാതിരിക്കുക, അല്ലെങ്കിൽ ആ ആൾ ഇൻ കേസ് ലേ ഓഫ് ചെയ്യുവാണെങ്കിൽ യു ഹാവ് ടു ഫൈൻഡ് ന്യൂ മെത്തേഡ്സ് ഫോർ എംപ്ലോയി റിട്ടൻഷൻ, എൽസ് ടു ഹയർ ന്യൂ എംപ്ലോയീസ്. സോ നമുക്ക് 3 ടൈപ്പ് സ്റ്റാഫിങ്സ് ഉണ്ട്. നമുക്ക് ഷോർട്ട് ടേം ഓർ കോൺട്രാക്ട് ഉണ്ട്. ഷോർട്ട് ടേം ഓർ കോൺട്രാക്ട് നമ്മൾ പറയുന്നത് വെച്ചാൽ മോർ ദാൻ 2 years പോവാത്ത കാര്യങ്ങളാണ്. നമ്മൾ ഷോർട്ട് ടേം ഒരു ടെമ്പററി ബേസിസിലാണ് നമ്മൾ ചെയ്യുന്നത്, ഓൺ എ വെരി ഷോർട്ട് ടേം ബേസിസ്. അത് ഒന്നെങ്കിൽ നമുക്ക് അവിടെ വെച്ച് തന്നെ അത് ആ ഒരു എംപ്ലോയ്മെന്റ് നിർത്തും, ഷോർട്ട് ടേം. കോൺട്രാക്ട് ടു ഹയർ സ്റ്റാഫിംഗ് ഇത് പറയുന്നത് വെച്ചാൽ അവർക്ക് ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം, കുറച്ചുകൂടെ ഒരു പീരീഡ് ഓഫ് ടൈം അവർക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. കോൺട്രാക്ട് ടു ഹയർ സ്റ്റാഫിംഗ്, അതായത് ഇനീഷ്യൽ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാൾ ജോലിക്ക് കയറുമ്പം ചിലപ്പോൾ ആദ്യം ഒരു അപ്രന്റീസ് അല്ലെങ്കിൽ ഒരു ഇന്റേൺ ആയിട്ടായിരിക്കും പോകുന്നത്. എന്നിട്ട് അവർ ആ 6 months ആ സമയത്ത് അവർക്ക് പ്യുവർ ഫുൾ ടൈം സാലറി കിട്ടത്തില്ല, സ്റ്റൈഫൻഡ് ആയിരിക്കും കിട്ടുന്ന, ഒരു ശമ്പളത്തിന്റെ പകുതി പോലും ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ലായിരിക്കും. മേ ബി ആഫ്റ്റർ ഡ്യൂറേഷൻ ഓഫ് 6 months ഓർ ആഫ്റ്റർ ഡ്യൂറേഷൻ ഓഫ് സേ 1 year ദേ ആർ എലിജിബിൾ ടു ബിക്കം പെർമനന്റ്. അങ്ങനെയാണ് നമ്മൾ കോൺട്രാക്ട് ടു ഹയർ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് contract employment or short-term employment. Second one is called contract to hire staffing. Third one is called direct placement. ഇതാണ് നമ്മൾ നോർമൽ ഫുൾ ടൈം നിങ്ങൾ ഒരു ജോലി കിട്ടി, യു ആർ എലിജിബിൾ ഫോർ ഫുൾ എംപ്ലോയി ബെനിഫിറ്റ്സ് ആൻഡ് പെർക്സ്, യു ആർ ഗെറ്റിംഗ് യുവർ ഫുൾ സാലറി. ഇതാണ് നമ്മൾ ഫുൾ ടൈം പറയുന്ന ഡയറക്റ്റ് പ്ലേസ്മെന്റ്, നമ്മൾ നോർമൽ ഹയറിംഗ് പ്രോസസ്. ഓക്കെ, coming to the different steps in staffing process. First you estimate how much മാൻ പവർ യു റിക്വയർ. നമുക്കൊരു പർട്ടിക്കുലർ ഒരു പ്രോജക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാൻ പറ്റും അതിന് 100 ആൾക്കാർ വേണോ, അതോ 10 ആൾക്കാർ കൊണ്ട് ഡിഫറെൻറ്റ് ജോലികൾ ചെയ്യിപ്പിച്ചാൽ മതിയോ. അതനുസരിച്ച് യു ഡു റിക്രൂട്ട്മെന്റ് പ്രോസസ്. ഫൈൻ, യു സെൻഡ് ഔട്ട് ജോബ് വേക്കൻസി. അത് ന്യൂസ് പേപ്പർ വഴിയാവാം, ഓൺലൈൻ ഓഫ്ലൈൻ മോഡ്സ് ആവാം. എന്നിട്ട് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു, അതിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്യുന്നു. Then you give them orientation program. They get placed and you give them orientation program. ആദ്യമായിട്ട് ഒരു കമ്പനി വരുമ്പം പുതിയ എന്തൊക്കെയാണ് കമ്പനിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, കമ്പനിയുടെ പോളിസീസ് പറ്റി പറയുന്നു, ഡൂസ് ആൻഡ് ഡോൺസ് പറയുന്നു, ടീംസ് വെച്ച് അവരുടെ പ്രോജക്റ്റ് ടീം വെച്ച് ഫെമിലറൈസ് ആവുന്നു. റൈറ്റ്, ആദ്യം വരുമ്പോൾ തന്നെ നോൺ അസൈൻസ് യു എ ജോബ്, യു ഗെറ്റ് ഫെമിലറൈസ് ഒരു വീക്ക്. Then what do they do? Before getting into the project, they give them training and development course. Training വേറെയാണ്, ഡെവലപ്മെന്റ് വേറെയാണ്. Do not get confused. ട്രെയിനിങ് നമ്മൾ പറയുന്നത് വെച്ചാൽ പുതുതായിട്ടൊരു എംപ്ലോയി വരുമ്പം, ഒരു ഫ്രഷർ കാൻഡിഡേറ്റ് ആവാം, ഒരു കോളേജ് ഒരു ഗ്രാജുവേറ്റ് പെട്ടെന്ന് ഒരു ഫ്രഷ് പാസ് ഔട്ട് ആവാം, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് എംപ്ലോയി ആയിരിക്കും. ഇവർക്ക് നമ്മൾ പുതുതായിട്ട് ട്രെയിനിങ് കൊടുക്കും. സേ ഫോർ എക്സാമ്പിൾ, അവർ ആദ്യമായിട്ട് കമ്പനി വരുമ്പോൾ ഒരു സോഫ്റ്റ്വെയർ പഠിക്കണം. ഓക്കെ, ഒരു പർട്ടിക്കുലർ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഒരു സ്കില്ല് പഠിക്കണം. ചിലപ്പം ഒരു ബിസിനസ് അനലിസ്റ്റ് ആണെങ്കിൽ ബിസിനസ് അനലിറ്റിക്സ് കുറച്ച് ടൂൾസ് അല്ലെങ്കിൽ എക്സൽ പഠിക്കണം. അപ്പോൾ അന്നേരം നമ്മൾ ബൾക്കായിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്, ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന് ഒരു ആളുടെ കരിയർ ഗ്രോത്ത് പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫൈൻ, യു ഹാവ് 2 type of people. സം പീപ്പിൾ ചുമ്മാ 9 to 5 ജോബായിട്ട് കാണത്തുള്ളൂ. സം പീപ്പിൾ വിൽ ട്രൈ ഫോർ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. റൈറ്റ്, അവരുടെ കരിയർ ആ ബിൽഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ട്രെയിനിങ് കമ്പനിയായിട്ട് ഓർഗനൈസേഷനായിട്ട് ഇനിഷ്യേറ്റീവ് എടുത്ത് ട്രെയിനിങ് കൊടുക്കും. ഡെവലപ്മെന്റ് ആണെങ്കിൽ അങ്ങനെയല്ല, ഡെവലപ്മെന്റ് നമ്മളാണ്. ഓരോ ഇൻഡിവിജ്വലിന്റെ നീഡ് അനുസരിച്ച് ദേ ഡു എക്സ്ട്രാ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാംസ്. ചിലപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം, അങ്ങനത്തെ എക്സ്ട്രാ സ്കിൽ സെറ്റ് ദേ ട്രൈ ടു ഡിസ്കവർ ഫോർ ദിയർ കരിയർ ഗ്രോത്ത്. ഇറ്റ് വിൽ ബി ഡിഫറെന്റ് ഫോർ ഡിഫറെന്റ് പീപ്പിൾ. ഫൈൻ, നമ്മൾ മാൻ പവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു, അതിനനുസരിച്ച് ആൾക്കാരെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നു, സെലക്ഷൻ ചെയ്യുന്നു, അവർക്ക് ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കുന്നു, അവർക്ക് ട്രെയിനിങ് ഓർ ഡെവലപ്മെന്റ് കൊടുക്കുന്നു. Then you have what is called performance appraisal. ആ പെർഫോമൻസ് അപ്രൈസൽ നടക്കുന്ന ചിലപ്പം once in 6 months ആയിരിക്കും, മേ ബി once in a year ആയിരിക്കും. ഇറ്റ് വേരീസ് ഫ്രം കമ്പനി ടു കമ്പനി. അത് HR മാത്രമല്ല തീരുമാനിക്കുന്ന കാര്യം. HR ജസ്റ്റ് ഒരു ഫാക്ടറാണ്,
പിന്നെ ഉള്ള നമ്മളെ മാനേജേഴ്സാണ്, കോപ്പിയേഴ്സ്, നമ്മൾ പല ടൈപ്പ് ഓഫ് റേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ കാണും. വിൽ സി different type of performance appraisal system. Then they would be getting eligible for certain employees would be eligible for promotion and they can plan their career ahead, and you would also get compensation accordingly. അത് കോമ്പൻസേഷൻ സാലറി മാത്രമല്ല കോമ്പൻസേഷൻ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. സാലറി ഇസ് ജസ്റ്റ് വൺ പാർട്ട് ഓഫ് എംപ്ലോയി കോമ്പൻസേഷൻ. നമുക്ക് വേറെ മെഡിക്കൽ ബെനിഫിറ്റ്സ്, ഇൻഷുറൻസ്, PF, ഇതെല്ലാം നമുക്ക് കോമ്പൻസേഷനകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഫൈൻ. Now coming to a next topic called human resource planning. ഇത് കോമൺ ആയിട്ട് പറയുന്ന ടേമാണ്. അതായത് നമുക്ക് എത്ര ആൾക്കാരെ വേണം, നമ്മളിപ്പോൾ അനുസരിച്ചുള്ള പ്രോജക്റ്റ് ആൾക്കാരുണ്ടോ, ഡു വി ഹാവ് ഇനഫ് മാൻ പവർ, ഡു യു ഹാവ് ഇനഫ് സ്റ്റാഫ് വിത്ത് റെസ്പെക്ട് വിത്ത് യുവർ കറണ്ട് നീഡ്സ്. Human resource planning is a process of forecasting and strategizing to meet the organization demand and supply of manpower needs in the present and future. Say for example, നിങ്ങൾക്ക് ഇപ്പം ഇത്രയും amount of work ചെയ്യാനുണ്ട്, ചെയ്തു കൊടുക്കുന്ന ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് യു ഹാവ് ടു ഗെറ്റ് ഇറ്റ് റിലീസ്ഡ് വിത്തിൻ എ പീരീഡ് ഓഫ് 2 months. അപ്പോൾ 2 months സമയത്ത് യു ഷുഡ് ഫൈൻഡ് കുറച്ചുകൂടെ ആൾക്കാർ വേണം. ഇപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ടാവും. ഇപ്പോൾ 6 months ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ആൾക്കാർ ടൈം പതുക്കെ ചെയ്യിപ്പിക്കാം. ഇപ്പം വളരെ കുറച്ച് സമയം ഉണ്ടെങ്കിൽ മാത്രം എന്താ ചെയ്യേണ്ടത്? ഇമാജിൻ യു ആർ ഹാവിങ് എ ഡെഡ് ലൈൻ ഓഫ് 1 month. 1 മാസത്തിനുള്ളിൽ ഈ സാധനം ചെയ്ത് തീർക്കണം. വാട്ട് ആർ യുവർ പോസിബിൾ ഓപ്ഷൻസ്? ഒന്നെങ്കിൽ എന്തുവാ, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വർക്ക് ഫോഴ്സിനെ കൊണ്ട് മാക്സിമം ചെയ്യിപ്പിക്കാൻ നോക്കും, ഒന്ന് ഇല്ലേ. 2, അവർ വേണമെങ്കിൽ ടൈമിംഗ് കൂട്ടും, ഷിഫ്റ്റ് ബേസിസ് സ്റ്റെപ്പും ടൈമിംഗ് കൂട്ടും. 9 to 5 മാറ്റിയിട്ട് വേണമെങ്കിൽ 3 ഷിഫ്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഇല്ലേ, മൾട്ടിപ്പിൾ ഷിഫ്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. യു ക്യാൻ അസൈൻ ഡിഫറെൻറ്റ് പീപ്പിൾ. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്തുവാ, അവർക്ക് ഓൾറെഡി വേറെ വർക്ക് കാണുമല്ലോ. ഒരു കമ്പനി ഒരു പ്രോജക്റ്റ് വെച്ച് മാത്രമല്ല ഓടിക്കുന്നത്. ഒരു കമ്പനിക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് കാണും, ഒരു 100 പ്രോജക്ട്സ് കാണും. അതിൽ ഒരു പ്രോജക്റ്റിൻ്റെ കാര്യം ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരെന്ത് ചെയ്യും? അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ആൾക്കാരെ പുറത്തുനിന്ന് വീണ്ടും ഹയർ ചെയ്യാമല്ലോ. ഹയർ ചെയ്യുമ്പോൾ വേറെ കാര്യമുണ്ട്. അത് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ച ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റാഫിങ് എന്തുവാ, വേണമെങ്കിൽ കോൺട്രാക്ട് ബേസിസിലാക്കാം, വേണമെങ്കിൽ ഇൻറ്റേൺസിനെ ആക്കാം, അല്ലെങ്കിൽ ഫുൾ ടൈം ആൾക്കാരെ എടുക്കാം. ഫുൾ ടൈം ആൾക്കാരെ എടുക്കാൻ നഷ്ടം എന്തുവാ, ഈ പ്രോജക്റ്റിൻ്റെ ആവശ്യം 1 മാസമേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞിട്ട് ഇവരെ വെച്ചോണ്ടിരുന്നാൽ നമുക്ക് നഷ്ടമല്ല ആസ് എ ഓർഗനൈസേഷൻ, തിങ്ക് ആസ് എൻ HR. അപ്പോൾ അന്നേരം നമ്മൾ കോൺട്രാക്ട് ആൾക്കാരെ അല്ലെങ്കിൽ ഇൻറ്റേൺസിനെ ഹയർ ചെയ്യണം. പക്ഷേ there should be a balance between everything. Whatever you do, there should be a balance. What is the problem? നിങ്ങൾ ഒത്തിരി ഇൻറ്റേൺസിനെ അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി ഫ്രഷേഴ്സ് ആയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്തിട്ട് കാര്യമുണ്ടോ? ഒത്തിരി ഫ്രഷേഴ്സ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്താൽ എന്താ കുഴപ്പം? അവർക്ക് ഒത്തിരി ട്രെയിനിങ് കൊടുക്കണം. കാരണം എന്തുവാ, അവർ എക്സ്പീരിയൻസ്ഡ് അല്ല, അവർക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ല. അതുകൊണ്ട് അവർക്ക് അവരുടെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ ഒരു മിസ്റ്റേക്ക് വരാം ഇല്ല, ഒരു ഫോൾട്ട് വരാം, ഒരു എറർ വരാം. സോ ഇതെല്ലാം യു വിൽ ബി ആൻസറബിൾ ടു ദ ക്ലൈൻറ്റ്. ഇത് എന്തുകൊണ്ട് ഈ പ്രോഡക്റ്റ് സമയത്തിന് ഇറക്കാൻ പറ്റില്ല? അന്നേരം യു കനോട്ട് സേ അതൊരു ഫ്രഷർ എംപ്ലോയി ആയിരുന്നു, ആൾക്ക് അറിയത്തില്ല. യു കനോട്ട് സേ ദാറ്റ്. സോ യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ബാലൻസ്. എല്ലാത്തിനും അതിൻ്റെ പ്ലസും മൈനസും ഉണ്ട്. യു ഷുഡ് ഹാവ് എ പ്രോപ്പർ ബാലൻസ്. ഇറ്റ് എൻഷുവേഴ്സ് ബെസ്റ്റ് ഫിറ്റ് ബിറ്റ്വീൻ എംപ്ലോയീസ് ആൻഡ് ജോബ് വൈൽ അവോയ്ഡിങ് മാൻ പവർ ഷോർട്ടേജ് ഓർ സർപ്ലസ്. കൂടുതൽ ആൾക്കാരായാലും കുഴപ്പമാണ്, വളരെ കുറച്ച് ആൾക്കാരാണെങ്കിലും കുഴപ്പമാണ്. നമ്മളൊരു പ്രോപ്പർ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യും ഓൺ വാട്ട് ടൈപ്പ് ഓഫ് പീപ്പിൾ യു നീഡ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, യു ഐഡൻറ്റിഫൈ ദ കറണ്ട് സപ്ലൈ ഓഫ് യുവർ എംപ്ലോയീസ്. നമുക്കിതാണ് 4 പ്രോസസ്സ് ഉള്ളത്. കറണ്ട് HR സപ്ലൈ, നമ്മളുടെ കറണ്ട് ആൾക്കാർ, എന്ത് ടൈപ്പ് ആൾക്കാർ നമ്മളുടെ ഉണ്ട്, എത്ര ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്, എത്ര നോൺ ടെക്നിക്കൽ സ്റ്റാഫ് ഉണ്ട്. ഈ ടെക്നിക്കൽ സ്റ്റാഫിന് എത്ര പേര് സീനിയർ ഉണ്ട്, എത്ര പേര് ജൂനിയർ ഉണ്ട്, എത്ര പേര് ഫ്രഷേഴ്സ് ഉണ്ട്. അവർക്ക് തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ മാറുമല്ലോ ഇല്ലേ, വിത്ത് റെസ്പെക്ട് വിത്ത് ദിയർ ഏജ് ആൻഡ് ക്വാളിഫിക്കേഷൻ, ഹൂ ആർ എലിജിബിൾ ഫോർ പ്രൊമോഷൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഇന്നിപ്പോൾ ഒരു ജൂനിയർ സ്റ്റാഫ് ആയിട്ട് ഇരിക്കുന്ന ആൾ, അവൻ നല്ലപോലെ പെർഫോം ചെയ്യുകയാണെങ്കിൽ ദാറ്റ് പേഴ്സൺ ഇസ് എലിജിബിൾ ഫോർ എ പ്രൊമോഷൻ ഫോർ നെക്സ്റ്റ് ഇയർ. അപ്പോൾ അവന് പ്രൊമോഷൻ കൊടുത്താൽ ഇനി ഇവൻ്റെ പൊസിഷൻ ഫില്ല് ചെയ്യണ്ടേ നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കണം. കറണ്ട് HR സപ്ലൈ നിങ്ങൾ നോക്കണം. അടുത്തത് ഫ്യൂച്ചർ HR ഡിമാൻഡ്. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം ഒരാളിപ്പം അവന് 1 year കഴിഞ്ഞിട്ട്, പൊതുവേ നമ്മളിപ്പോൾ എന്തോ കാണുന്നത്, ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യണം, ഒരു ഫ്രഷർ കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ വൺ ആവറേജ് ടൈം ദേ സ്റ്റേ വിത്തിൻ എ കമ്പനി ഈസ് 1 year, 1 to 2 years. ഇഫ് ദ കമ്പനി ഈസ് ഗുഡ് ദേ വുഡ് സ്റ്റേ ലോങ്. പക്ഷേ 1 year കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ഹയർ ചെയ്യുന്ന ഫ്രഷേഴ്സ് ആണെങ്കിൽ കൂടുതൽ സാധ്യതയുണ്ട് അവർക്ക് കമ്പനിയിൽ നിന്ന് ചാടാൻ കൂടുതൽ സാധ്യതയുണ്ട്. അപ്പോൾ അതും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ഞാൻ ഇനി അടുത്ത എൻ്റെ HR ഡിമാൻഡ് ചെയ്യാൻ, എൻ്റെ പ്ലാൻ ചെയ്യാൻ. എത്ര ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റിസഷൻ വരാൻ പോവുക. റിസഷൻ വരാൻ പോവുകയാണെങ്കിൽ ഇപ്പം റിസഷൻ വരുന്ന ഒരു ടൈമാണ്, ദേ കുഡ് പ്രോബ്ലി ലേ ഓഫ്. ചില പ്രോജക്റ്റ് വേണ്ടാന്ന് വെക്കും, ചില ആൾക്കാരോട് പറഞ്ഞു വിടും, റൈറ്റ്. സോ യു ഷുഡ് പ്ലാൻ അക്കോർഡിംഗ്ലി.
ആദ്യം നിങ്ങൾ അനലൈസ് ചെയ്യണം നിങ്ങൾക്ക് എത്ര സ്റ്റാഫ് ഓൾറെഡി ഉണ്ട്, അതാണ് കറണ്ട് HR സപ്ലൈ. രണ്ടാമത് പറഞ്ഞാൽ യു പ്രിഡിക്റ്റ് ഫ്യൂച്ചർ എത്ര ആൾക്കാർ വേണ്ടി വരും, ഇത്രയും പ്രോജക്റ്റ് ഇനി വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇനി ഇത്രയും പ്രോജക്റ്റേ ഉള്ളൂ, നമ്മൾ പ്രോജക്റ്റ് കുറയാൻ പോകുന്നു, അപ്പോൾ എത്ര പേരെ പിരിച്ചു വിടണം, വാട്ട് ഇസ് യുവർ ഫ്യൂച്ചർ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നെക്സ്റ്റ് തേർഡ് വൺ, ബാലൻസിങ് ലേബർ ഡിമാൻഡ് വിത്ത് യുവർ കറണ്ട് HR സപ്ലൈ, അല്ലെങ്കിൽ നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയാം. യു ഡു എ ഗ്യാപ്പ് അനാലിസിസ് ബേസ്ഡ് ഓൺ വിച്ച് യു അണ്ടർസ്റ്റാൻഡ് എത്ര പേരെ വേണം. നിങ്ങൾക്ക് ഇപ്പം ഒത്തിരി ഡിമാൻഡ് ഇല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ഹയർ ചെയ്താൽ മതി. എന്നാൽ ഒത്തിരി ഡിമാൻഡ് ഉണ്ട്, ഇപ്പം സാധനം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വരും, ഒത്തിരി ഡെഡ് ലൈൻ, ഒത്തിരി പ്രഷർ ഇരിക്കുവാണ്, ഈ സാധനം എങ്ങനെയെങ്കിലും ഇറക്കണം, ഈ ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യണം, ഈ ഒരു കാർ ലോഞ്ച് ചെയ്യണം, എത്ര പെട്ടെന്ന് മാർക്കറ്റ് റീച്ച് ചെയ്യണം ബിഫോർ യുവർ കോമ്പറ്റീറ്റേഴ്സ് ക്യാപ്ചർ യുവർ മാർക്കറ്റ്. അതുകൊണ്ട് അക്കോർഡിംഗ്ലി യു ബാലൻസ്, അത് ഒത്തിരി ആൾക്കാർ എടുക്കണോ അത് വളരെ കുറച്ച് ആൾക്കാർ മതിയോ, യു create a balance between your HR supply and labor demand, based on which you do HR sourcing. That's a fourth step, HR sourcing strategy and implementation. ഇവിടെ ആണെങ്കിൽ നമുക്കിപ്പം ഡിമാൻഡ് കൂടുതലുള്ള HR സപ്ലൈ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, you recruit new people, right? You inform your team, you inform your HR you need new people, HR takes the initiative, he does the selection and recruitment process. Selection recruitment process കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കും, ട്രെയിനിങ് കൊടുക്കും, അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് കൊടുക്കും, റൈറ്റ്? ദ സെയിം പ്രോസസ് ഗോസ് ഓൺ. ഹിയർ ആർ ഫ്യൂ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഇറ്റ് റിവ്യൂസ് യുവർ എക്സിസ്റ്റിംഗ് സ്കിൽസ് ആൻഡ് കേപ്പബിലിറ്റീസ് ഓഫ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് കൊടുക്കും. ഇപ്പം അവർക്ക് സ്കിൽ സെറ്റ് കുറവാണെങ്കിൽ നമ്മൾ ട്രെയിനിങ് കൊടുക്കും. അടുത്ത, അഡോപ്റ്റ് ഹയറിംഗ് ടെക്നിക്സ് ആൻഡ് ബെനിഫിറ്റ്സ് ടു സോഴ്സ് ആൻഡ് ഹയർ ബെസ്റ്റ് കാൻഡിഡേറ്റ്സ്. റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ ടെക്നിക്സ് നമ്മൾ ഉടനെ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുക്കും. നെക്സ്റ്റ്, എൻഷുറിംഗ് ദാറ്റ് ദ വർക്ക് ഫോഴ്സ് ഹാസ് ഒപ്റ്റിമൽ ടെക്നിക്കൽ ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി. അവർക്ക് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ട് ആവശ്യത്തിനുള്ള സ്കിൽ സെറ്റ്സ് ഉണ്ട്, അത് ടെക്നിക്കൽ ആവാം, നോൺ ടെക്നിക്കൽ ലൈക്ക് സോഫ്റ്റ് സ്കിൽസും ആവാം. ദെൻ ആൻറ്റിസിപ്പേറ്റ് ആൻഡ് അഡാപ്റ്റ് ടു ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്. പുതിയതായിട്ടൊരു ടെക്നോളജി ഇപ്പോൾ AI അല്ലെങ്കിൽ ChatGPT വരുവാണെങ്കിൽ ഇത് എത്ര പേർക്ക് അറിയാവുന്ന ഒരു സാധനം നിങ്ങൾ അറിയണം, ഓർ യു ഷുഡ് ബി റെഡി ടു ചേഞ്ച് വൺ ഡേ ഓർ അനദർ വേ, റൈറ്റ്? അല്ലാതെ ഞാൻ ഇപ്പോഴും പഴയ ടെക്നോളജി ഉപയോഗിക്കത്തുള്ളൂ എന്ന് ഓടിക്കൊണ്ടിരുന്നാൽ ഇറ്റ് ഈസ് വെരി ടഫ്. ബേസ്ഡ് ഓൺ വിച്ച് യു ഷുഡ് ബി കോമ്പറ്റേറ്റീവ്. ഇറ്റ് അലൗസ് കമ്പനി ടു ബി കോമ്പറ്റേറ്റീവ്. യു ഷുഡ് മെയിൻറ്റെയിൻ എ കംപ്ലയൻസ് വിത്ത് യുവർ കറണ്ട് പോളിസീസ്. നിങ്ങളുടെ കമ്പനിയുടെ പോളിസീസും ഗവൺമെൻറ് റെഗുലേഷൻസ് എല്ലാം ബൈപ്പാസ് ചെയ്യാൻ പറ്റത്തില്ല. യു ഷുഡ് ensure you understand and implement all policies which do not affect government regulations. എല്ലാം നമ്മൾ അതുപോലെ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ബൈ വിച്ച് ഇത്രയും നിങ്ങൾ ചെയ്യുമ്പം you can ensure your proper career growth. Not only your employees, your entire company, you meet your goals also. Fine. Next, coming to recruitment. Recruitment പറയുന്ന മെയിൻ പോയിന്റ്, it aims to select and hire the right person for the right job at the right time. ഇല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, ഞാനിപ്പം ഒരാളെ ഒരു ടെക്നിക്കൽ പണിക്ക് ഞാൻ ചെയ്യുവാണ്, എക്സലിന് വേണ്ടിയിട്ട് ഒരു ബിസിനസ് അനലിസ്റ്റിന് വേണ്ടി ഞാനൊരു ജോബ് പോസ്റ്റ് ഇടുക. ഒരു ബിസിനസ് അനലിസ്റ്റ്, ഈവൻ ഇഫ് ഐ ടെൽ ഐ റിക്വയർ എ ഫ്രഷർ പേഴ്സൺ, ദാറ്റ് പേഴ്സൺ ഷുഡ് ഹാവ് ദ റിക്വയർഡ് സ്കിൽസ്, റൈറ്റ്? അല്ലാതെ എനിക്കിപ്പം വേർഡ് കോപ്പി പേസ്റ്റ് ചെയ്യാൻ അറിയാം, അല്ലെങ്കിൽ എക്സൽ ഇത്ര മാത്രം അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. You hire the right person, the right type of person for the right job. You would be having a set of descriptions. ചിലപ്പോൾ ഇന്ന നേരത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ യു മൈറ്റ് ബി ഹാവിങ് സർട്ടൺ ക്രൈറ്റീരിയാസ്. ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ കാണുമ്പം യു വിൽ ഗെറ്റ് എൻ ഐഡിയ എത്ര ടൈപ്പ് ആൾക്കാരെ നിങ്ങൾക്ക് വേണ്ടിയത്, വാട്ട് ആർ ദ ടൈപ്പ് ഓഫ് പീപ്പിൾ യു റിക്വയർ, വാട്ട് ഇസ് ദിയർ ഏജ് ഓർ വാട്ട് ഇസ് ദിയർ ജെൻഡർ, ഇങ്ങനെ പല ക്രൈറ്റീരിയ വെക്കുമായിരിക്കും ചില കമ്പനീസ്. ഫൈൻ, നമുക്ക് രണ്ട് രീതിക്ക് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ, നമുക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റും. You have internal sources of recruitment and you have external sources of recruitment. Internal sources of recruitment എന്താ നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ നമുക്ക് പ്രൊമോഷൻ ചെയ്യാം, റൈറ്റ്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഒരു ആൾ ജൂനിയർ ആയിട്ട് വന്നൊരു എംപ്ലോയി, if that person is performing well, if he or she is performing very well, that person has a high probability to get salary increment and a better job title. He can be a senior, that he or she can become a senior team leader. അങ്ങനെ ഒരു സീനിയർ ഒരു പൊസിഷനിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു പൊസിഷൻ ഫില്ല് ചെയ്യാൻ പറ്റും. പ്രൊമോഷൻ ചെയ്ത് നമുക്കൊരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ക്ലോസ് ചെയ്യാൻ പറ്റും. നമുക്ക് റിക്രൂട്ട്മെന്റ് വരുമ്പം നമ്മളുടെ മെയിൻ അജണ്ട എന്താണ്? ആസ് എൻ HR യു ഷുഡ് ക്ലോസ് ദാറ്റ് പൊസിഷൻ വിത്തിൻ എ പീരിയഡ് ഓഫ് ടൈം. നമ്മൾ ഇടുന്ന ഓരോ ജോബ് പോസ്റ്റ് ആസ് എൻ HR, ഞാൻ പറയുകയാണ്, നമ്മൾ ഇടുന്ന ഓരോ ജോബ് പോസ്റ്റിനും ഒരു വാലിഡിറ്റി ഉണ്ട്. അത് ലൈഫ് ലോങ് ഈ പൊസിഷൻ ഫില്ല അല്ലെങ്കിൽ വേക്കൻ്റ് ആണെന്ന് പറയാൻ പറ്റത്തില്ല.
if you put a job vacancy in any website, Naukri ആയാലും എവിടെ ആയാലും, there is a time period to be filled. And ഏറ്റവും ഷോർട്ട് ആയിട്ട് ഫില്ല് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും ലാഭം. നമുക്ക് റിക്രൂട്ട്മെന്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫൈൻ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്ന പ്രോസസ് മെത്തഡ് ഓഫ് ഇന്റേണൽ റിക്രൂട്ട്മെന്റ്, ഇന്റേണൽ സോഴ്സസ് ആണെങ്കിൽ ആദ്യം പ്രൊമോഷൻ ചെയ്യാൻ പറ്റും. രണ്ട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഓക്കെ, ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ് വൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ വേറെ ലൊക്കേഷൻ വൈസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഫീസ് ട്രിവാൻഡ്രത്തും കൊച്ചിയിലുണ്ടെങ്കിൽ ചിലപ്പം കൊച്ചിയിലുള്ള പ്രോജക്റ്റ് വ്യത്യാസമാണ്, ട്രിവാൻഡ്രത്ത് വേറെ പ്രോജക്ട്സ്, അത് എപ്പോഴും അങ്ങനെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഡിസൈറബിൾ ആയ നിങ്ങളുടെ കാൻഡിഡേറ്റ് ചിലപ്പം കൊച്ചിയിലായിരിക്കും, പക്ഷെ നിങ്ങളുടെ പ്രോജക്റ്റ് ട്രിവാൻഡ്രത്താണെങ്കിൽ യു ക്യാൻ ഐദർ മേക്ക് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫർ, മേക്ക് ഹിം ടു അസൈൻ ഹിസ് ഓർ ഹെർ വർക്ക് ഫ്രം കൊച്ചി ടു ട്രിവാൻഡ്രം. ഫൈൻ. നെക്സ്റ്റ് വൺ, തേർഡ്, റിക്രൂട്ട്മെന്റ് ഓഫ് ഫോമർ എംപ്ലോയീസ്. ഇതിന്റെ വല്ല ഗുണമുണ്ടോ? ഒരാൾ ഇവിടുന്ന് പോയ ആളിനെ വീണ്ടും നമ്മൾ എടുക്കേണ്ട കാര്യമുണ്ടോ? ജസ്റ്റ് തിങ്ക് ഫോർ എ സെക്കൻഡ്. വെൻ യു റിക്രൂട്ട് ഓൾഡർ പീപ്പിൾ, വാട്ട് ബെനിഫിറ്റ് ഇസ്? നിങ്ങളുടെ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് കുറയുന്നു. ഓക്കെ. സെക്കൻഡ്, ദേ ആർ ഓൾറെഡി ഫെമിലിയർ വിത്ത് ദ പ്രോസസ്. നമ്മുടെ പണ്ടത്തെ സ്റ്റാഫ് ആയതുകൊണ്ട് നമ്മൾ വീണ്ടും പുതിയതായിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ആർക്ക് ഇവിടുത്തെ HR പോളിസീസ് വെച്ച് വ്യക്തമായി അറിയാം, പ്രോജക്റ്റ് എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്. ഇവിടുത്തെ എംപ്ലോയീസ് വെച്ച് ഫെമിലിയർ ആണ്, അറ്റ്ലീസ്റ്റ് വിത്ത് ദ മാനേജേഴ്സ് ഫെമിലിയർ ആണ്, റൈറ്റ്? സോ ഇറ്റ് ഈസ് ഈസിയർ ഫോർ us to get such a reliable person if he or she is an existing employee. നമ്മൾ പണ്ടത്തെ എംപ്ലോയി ആയിരുന്നെങ്കിൽ, ഒരു പ്രശ്നമില്ലാത്തൊരു എംപ്ലോയി ആണെങ്കിൽ, അതും കൂടെ പറയണമല്ലോ. എക്സ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾ പിരിച്ചുവിടുന്ന എംപ്ലോയീസ് ആവും, പക്ഷെ ഒരു പ്രോപ്പറായിട്ട് എക്സിറ്റ് ചെയ്ത് പോയ ഒരാൾ നമ്മൾ വീണ്ടും വിളിക്കുന്നത് നമുക്ക് ലാഭമേ ഉള്ളൂ. റിക്രൂട്ട്മെന്റ് ഓഫ് ഫോമർ എംപ്ലോയീസ്. നെക്സ്റ്റ് വൺ, ബൈ യൂസിങ് ഇന്റേണൽ അഡ്വർടൈസ്മെന്റ്. നമ്മളുടെ സ്വന്തം ഒരു ജോബ് പോർട്ടൽ കാണുമല്ലോ, നമ്മളുടെ സ്വന്തം കമ്പനിയുടെ ഒരു വെബ്സൈറ്റിന് ഒരു ജോബ് പോർട്ടൽ കാണും. അപ്പോൾ നമുക്ക് അവിടെ തന്നെ നമുക്ക് ഇടുന്നതിൽ യാതൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മൾ തന്നെ ആൾക്കാർക്ക് മെയിൽ അയക്കുന്നു, നമ്മളുടെ എംപ്ലോയീസ് ഉള്ളിൽ തന്നെ മെയിൽ അയക്കുന്നു. ഇങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് എംപ്ലോയി റെഫറൽ. നേരത്തെ പറഞ്ഞ പോലെ മെയിൽ അയക്കുമ്പോൾ തന്നെ യു നോട്ടിഫൈ ഇങ്ങനെ ഒരു ജോബ് പൊസിഷൻ ഉണ്ട്. ഇത് പുറത്ത് പബ്ലിക് അറിയുന്നതിന് മുമ്പേ തന്നെ ഏതൊരു കമ്പനിയിൽ ഒരു വേക്കൻറ്റ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആദ്യം അവിടുത്തെ ഇന്റേണൽ എംപ്ലോയീസ് അറിയാൻ പോകുന്നത്. നിങ്ങൾ അത് പേപ്പറിൽ വരുന്ന മുമ്പേ, അല്ലെങ്കിൽ അത് ഓൺലൈൻ ലിങ്ക്ഡിൻ നൗക്കറി വരുന്ന മുമ്പേ തന്നെ ഇങ്ങനെ ഒരു ജോബ് പൊസിഷൻ ഒരു സാധ്യത ഉണ്ടെന്ന് ആദ്യം അവിടുത്തെ ഇന്റേണൽ എംപ്ലോയീസ് ആണ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഓൾവേസ് റെക്കമെൻഡഡ് ടു യൂസ് റെഫറൽസ്. നിങ്ങൾക്ക് റെഫറൽ കിട്ടുവാണെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാൻ കുറച്ചുകൂടെ സാധ്യത ഉണ്ട്. അതാണ് നമ്മൾ എംപ്ലോയർ റെഫറൽ എന്ന് പറയുന്നത്. ദാറ്റ് പേഴ്സൺ, ഇഫ് ഐ എം വർക്കിംഗ് ഇൻ എ കമ്പനി, ഐ ക്യാൻ റെഫർ മൈ ക്ലോസ് ഫ്രണ്ട് ഓർ മൈ ക്ലോസ് റിലേറ്റീവ് ടു ദ കമ്പനി. ഇതിന്റെ ഗുണം എന്തുവാ? നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. രണ്ട്, നമ്മളുടെ എംപ്ലോയി തന്നെയല്ലേ വേറൊരാളെ റെഫർ ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ജെന്യുവിൻ പേഴ്സൺ ആവാമെന്ന് പ്രതീക്ഷിക്കാം. എപ്പോഴാണെന്നില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് വുഡ് ബി എ ക്വാളിറ്റി കാൻഡിഡേറ്റ്, റൈറ്റ്? സോ ദാറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഫോർ us. നമുക്ക് കുറച്ചുകൂടെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും, ജെന്യുവിൻ ആവാൻ സാധ്യത ഉണ്ടെന്ന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ദാറ്റ് പേഴ്സൺ ഹാസ് എൻ ഐഡിയ ഓഫ് ദ പേഴ്സൺ ഹീ ഈസ് ബ്രിങ്ങിങ് ഇൻ ടു. നെക്സ്റ്റ്, പ്രീവിയസ് ആപ്ലിക്കൻസ് വേറൊന്നുമല്ല, നമ്മൾ ഒരു ജോബ് ലിസ്റ്റിംഗ് അയച്ചപ്പം ചിലപ്പം സേ ഫോർ എക്സാമ്പിൾ ഒരു ജോബ് പൊസിഷനേ ഉള്ളൂ. ഓക്കെ, മേ ബി ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ജോബ് ടൈറ്റിൽ, അട്രാക്റ്റീവ് CTC, നല്ല സാലറി ആയിരിക്കും, പക്ഷെ ഒരു ജോബ് ടൈറ്റിലോ പോട്ടെ, രണ്ട് ജോബ് വേക്കൻസീസ് ഉണ്ട്. ചിലപ്പോൾ ഒരു 100 ആൾക്കാരായിരിക്കും റെസ്യൂംസ് അയച്ചത്. ഈ 100 പേര് റെസ്യൂംസ് അയക്കുന്ന ജസ്റ്റ് ഫോർ 2 പൊസിഷൻസ് ഒരു പ്രാക്ടിക്കലി കാര്യമാണോ? ഇല്ല. ആസ് എൻ HR ഞങ്ങൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം ഇത്രയും റെസ്യൂംസ് സ്ക്രീൻ ചെയ്ത് ആവശ്യമില്ലാത്ത കൊള്ളാത്ത റെസ്യൂംസ് ഒക്കെ മാറ്റി വെക്കും. എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള റെസ്യൂംസ് എടുത്ത് അവർക്ക് പ്രോപ്പറായിട്ട് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് അല്ലെങ്കിൽ GD അല്ലെങ്കിൽ ഇന്റർവ്യൂ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞിട്ട് സാലറി എല്ലാം ഓക്കെ ആണെങ്കിൽ വി ഹയർ ദം. ഇനി ഇതിൽ നിന്ന് വരുന്ന ബാക്കി മിച്ചമായി വരുന്ന റെസ്യൂംസ് ഉണ്ടല്ലോ, അൺയൂസ്ഡ് റെസ്യൂംസ് വിച്ച് ഇസ് ദർ ഇൻ ദ റിക്രൂട്ട്മെന്റ് പൈപ്പ് ലൈൻ. അതിന് പറയുന്ന കീവേഡാണ് പൈപ്പ് ലൈൻ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇവരെ വിളിച്ച് ചെക്ക് ചെയ്യാം. ആർ യു സ്റ്റിൽ ഇൻട്രസ്റ്റഡ് വിത്ത് ജോയിനിങ് വിത്ത് ആ കമ്പനി? ഞങ്ങൾക്ക് ഒരു വേറെ ജോബ് പൊസിഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങളുടെ ഇന്റർവ്യൂ പ്രോസസ്സിൽ നിന്ന് റിജക്റ്റ് ആയ ആൾക്കാരെ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. സം കമ്പനീസ് വിൽ പുട്ട് എ ബഫർ പീരീഡ്. ഓൾറെഡി ഞങ്ങളുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് ഒരു 6 മാസം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുള്ള ചില കമ്പനീസ് അങ്ങനെ ഒരു ലിമിറ്റേഷൻ വെക്കും. ചില കമ്പനീസ് അത് മൈൻഡ് ചെയ്യാറില്ല, വെക്കാറില്ല. ദേ ജസ്റ്റ് ട്രൈ ടു ഫിൽ ദ ജോബ് പൊസിഷൻ. ഫൈൻ. അപ്പോൾ ഇത്രയും പറഞ്ഞ നമ്മളുടെ ഇന്റേണൽ സോഴ്സസ് ആയിരുന്നു. നെക്സ്റ്റ് കമ്മിങ് ടു എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്. അതായത് എന്തുവാണ്? നിങ്ങൾ പബ്ലിക്ലി നോട്ടീസ് ചെയ്യിപ്പിക്കുവാണ്. നിങ്ങൾ എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ ആസ് എൻ HR you understand how much cost it is and you place an job vacancy. കൂടുതൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് പറയുമ്പം there is no other agency involved. അല്ല, ഡയറക്ട്ലി ഇറ്റ് ഈസ് ദ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് ദ
കാൻഡിഡേറ്റ്സ്, എംപ്ലോയർ ആൻഡ് ദ കാൻഡിഡേറ്റ്സ്. അത് വേണമെങ്കിൽ അവർക്ക് ഏത് രീതിക്കും വേണമെങ്കിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. Second one is called advertisement. This is similar to direct recruitment, but in advertisement, you are attracting a larger number of candidates. അത് വേണമെങ്കിൽ പബ്ലിക് അഡ്വർടൈസ്മെന്റ് എന്ന് വെച്ചാൽ ഇപ്പം പറഞ്ഞില്ല, പത്രത്തിൽ വേണമെങ്കിൽ കൊടുക്കാം, ഓൺലൈൻ മീഡിയ കൊടുക്കാം. ഇപ്പോൾ ഓൺലൈൻ ആണെങ്കിൽ എന്തുവാ, ഓൺലൈൻ യു ക്യാൻ പല വെബ്സൈറ്റ്സ്, ജോബ് പോർട്ടൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പനിയുടെ ടെക്നോ പാർക്കോ ഇൻഫോ പാർക്കിന്റെ വെബ്സൈറ്റ്സ് ഉണ്ട്. പല രീതിക്കുള്ള ആൾക്കാരെ നമുക്ക് കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യാൻ പറ്റും. യു വിൽ ഗെറ്റ് എ ലാർജ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ്. തേർഡ് വൺ, ഇതൊന്നും വേണ്ട, നിങ്ങളൊരു റിക്രൂട്ട്മെന്റ് ഏജൻസി വെച്ച് ഡീൽ ചെയ്യുകയാണെങ്കിൽ, ഇഫ് യു ആർ ഹാവിങ് എ റിക്രൂട്ട്മെന്റ് ഏജൻസി, എ ഡീലർ വിത്ത് യു, അപ്പോൾ അങ്ങനത്തെ ഒരു സപ്ലയർ ഉണ്ടെങ്കിൽ, ഒരു വെൻഡർ ഉണ്ടെങ്കിൽ, തേർഡ് പാർട്ടി വെൻഡർ ഉണ്ടെങ്കിൽ, യു ടെൽ ടു ദം യുവർ റിക്വയർമെന്റ്സ്. അതെ, എനിക്കിനി അടുത്ത മാസത്തേക്ക് ഒരു പ്രോജക്റ്റ് റിക്വയർമെന്റ് വരുവാണ്, അപ്പോൾ എനിക്ക് ക്വാളിറ്റി ആയിട്ടുള്ള എനിക്കൊരു ഇത്രയും ജോബ് പൊസിഷൻസ് ഉണ്ടെന്ന് നമ്മൾ വ്യക്തമായി പറയും. നമ്മൾ ജോബ് ഡിസ്ക്രിപ്ഷൻ അയക്കും, അവർ നമ്മുടെ പണി ചെയ്യും. മനസ്സിലായോ? നമ്മൾ വ്യക്തമായി അവരോട് പറയും, എനിക്കൊരു 5 ജോബ് വേക്കൻസീസ് ഉണ്ട്, ഈ 5 ജോബ് പൊസിഷൻസ് ഇത്ര ദിവസത്തിനുള്ളിൽ ഫില്ല് ആവണം, നിങ്ങൾ സഹായിക്കണം. നമ്മൾ അതിന് കോസ്റ്റ് കൊടുക്കും, നമ്മൾ അത് കമ്മീഷൻ കൊടുക്കും. ഓരോ ആൾക്കാരെ സെലക്ട് ആവുന്ന ബേസിസിൽ നമ്മൾ ഇത്രയും പെർസെൻറ്റേജ് കമ്മീഷൻ കൊടുക്കും അവർക്ക്. മീൻസ് ഇത് ഇസ് ഒഫീഷ്യൽ, നത്തിങ് അൺഒഫീഷ്യൽ. കമ്പനി ചെയ്യുന്ന പ്രോസസ്സാണ്. വൈ? സോ ദാറ്റ് നമ്മുടെ സമയം ലാഭിക്കുന്നു. ഒരു HR-ന്റെ പണി എന്ന് വെച്ചാൽ ഒരു പ്രോജക്റ്റിന് പുറകെ ഓടുന്ന മാത്രമല്ല, ഒരു HR-ന് കംപ്ലീറ്റ് കമ്പനി ഓടുന്ന ഒരു ഇത്രയും ആൾക്കാരെ ഹയർ ചെയ്യണം, ബാക്കി കാര്യങ്ങൾ നോക്കണം. അതിൻ്റെ ഇടയ്ക്ക് ടൈം സേവ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് യു കോണ്ടാക്ട് റിക്രൂട്ട്മെന്റ് ഏജൻസി. പിന്നെ റിക്രൂട്ട്മെന്റ് ഏജൻസി ടൈം സേവിങ് ആണ്, കോസ്റ്റ് സേവിങ് ആണ്, ബട്ട് ഡിപ്പെൻസ് ഓൺ ദ ക്വാളിറ്റി ഓഫ് കാൻഡിഡേറ്റ്സ് ദേ ബ്രിങ് ഇൻ ടു, റൈറ്റ്? കാരണം എല്ലാവർക്കും ടാർഗറ്റ് ഉണ്ട്. സോ വാട്ട് ദേ ഡു ട്രൈ ടു ബ്രിങ് ഇസ് they try to fill in the position, but it saves your time. Next one, you can do campus recruitment. This is more of attracting fresher candidates. ക്യാമ്പസ് ഡ്രൈവ് വെക്കാം, ഇല്ലേ? ഒരു കോളേജിൽ തന്നെ ക്യാമ്പസ് ഡ്രൈവ് വെച്ചിട്ട് അടുത്തുള്ള കോളേജ് പിള്ളേരെല്ലാവരും വരും, നമുക്ക് അവിടെ തന്നെ ഇന്റർവ്യൂ എടുക്കാൻ ചെയ്യാം, പ്രത്യേകിച്ച് വേറെ ചിലവൊന്നുമില്ല. അഞ്ചാമത്തെ ജോബ് ഫെയർ. ജോബ് ഫെയർ എന്ന് പറയുമ്പം ഇറ്റ് ഇസ് ഓപ്പൺ ടു ദ പബ്ലിക്, നോട്ട് ഓൺലി ഫ്രഷർ കാൻഡിഡേറ്റ്സ്. നേരത്തെ പണ്ട് പാസ് ഔട്ട് ആയ ആൾക്കാർ, പല ടൈപ്പ് കമ്പനീസിനെ അട്രാക്ട് ചെയ്ത് നമുക്ക് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാൻ പറ്റും. അതാണ് ജോബ് ഫെയർ എന്ന് പറയുന്നത്. ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ആണെങ്കിൽ എന്തോ ഫ്രഷറിന് മാത്രം പറ്റത്തുള്ളൂ. ജോബ് ഫെയർ ആണെങ്കിൽ ഇപ്പം നേരത്തെ പാസ് ഔട്ട് ആയ ആൾക്കാരെ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ്. നെക്സ്റ്റ് വൺ ഇസ് ത്രൂ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. അത് നമ്മളുടെ ഗവൺമെന്റ് എക്സ്ചേഞ്ച് വഴി വി ക്യാൻ രജിസ്റ്റർ ആസ് unemployed candidates. You can register, based on which you can get a list. ചില കമ്പനീസ് അതിൽ നിന്ന് ലിസ്റ്റ് എടുക്കും. ഓക്കെ, ഹൂ ആർ ദ ടൈപ്പ് ഓഫ് പീപ്പിൾ ഹു ആർ സെർച്ചിങ് ഫോർ എ ജോബ്. അവരുടെ പല സ്കിൽ സെറ്റ്സും മനസ്സിലാക്കാൻ പറ്റും. ടെക്നിക്കൽ ആണെന്നോ നോൺ ടെക്നിക്കൽ ആളാണോ, ബേസ്ഡ് ഓൺ വിച്ച് യു ക്യാൻ ഗിവ് ദം ആൻ ഓപ്പർച്യൂണിറ്റി. റൈറ്റ്. ഇപ്പം നമ്മൾ റിക്രൂട്ട്മെന്റ് 2 സ്റ്റേജസ് കണ്ടു. ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്, എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് കണ്ടു. നൗ കമ്മിങ് ടു ദ സ്റ്റെപ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് പ്രോസസ്. നമ്മൾ ആദ്യം നമ്മളെ ഹയറിംഗ് നീഡ്സിനെ മനസ്സിലാക്കുന്നു. അതായത് ഒരു പ്രോജക്റ്റ് മാനേജർ അതാത് HR-നോട് പറയും, ഓക്കെ, എൻ്റെ കമ്പനിയിൽ ഇനി ഈ ഒരു പ്രോജക്റ്റ് വരാൻ പോകുന്നു, അപ്പോൾ ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇത്രയും പുതിയ ആൾക്കാരെ വേണം പറയും. എന്നിട്ട് HR എന്ത് ചെയ്യും? HR അത് മാനേജർ വെച്ച് ഡിസ്കസ് ചെയ്ത് വെക്കും. ഓക്കെ, ഐഡന്റിഫൈ ദ ഹയറിംഗ് റിക്രൂട്ട്മെന്റ്സ്, എത്ര പേരെ എടുക്കണം, എത്ര ആൾക്കാരെ ഹയർ ചെയ്യണം. 2, ക്രിയേറ്റിംഗ് എ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ പറയുന്നത് വേറൊന്നുമല്ല, ഈവൻ ഇഫ് യു സീ ഇഫ് ഇറ്റ് ഇസ് എ 1 page ഡോക്യുമെന്റ് ഇൻ ആൻ A4 ഷീറ്റ്, അങ്ങനെ അല്ല. സത്യം പറഞ്ഞാൽ ദർ ഇസ് എൻ എഫേർട്ട് ബിഹൈൻഡ് ഇറ്റ്. ദാറ്റ് റിക്രൂട്ടർ സിറ്റ്സ് ടുഗദർ വിത്ത് ദ ടീം. ആ പ്രോജക്ട് മാനേജറിനോട് ഇരുന്ന് മനസ്സിലാക്കും. ഓക്കെ, നിങ്ങൾ ടെക്നിക്കൽ ആണെങ്കിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് ടെക്നോളജീസ് യു ആർ ലുക്കിംഗ് ഫോർ? ജാവ ആണോ, .NET ആണോ, C++ ആണോ, വാട്ട് ആർ ദ ഡിഫറെന്റ് എക്സ്പീരിയൻസ് ഓർ വേറെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, ഇന്ന സ്കില്ല് വേണോ, എന്തെങ്കിലും ജെൻഡർ റിക്വയർമെന്റ് ഉണ്ടോ, വാട്ട് ആർ ഡിഫറെന്റ് റിക്വയർമെന്റ്സ് പറയുന്ന എല്ലാം ജോബ് ഡിസ്ക്രിപ്ഷനാണ്. ജോബ് ഡിസ്ക്രിപ്ഷനിൽ തന്നെ നമ്മളുടെ പല കാര്യങ്ങൾ കാണും. ലൈക്ക് വാട്ട് ഇസ് ദ ജോബ് ടൈറ്റിൽ, ജോബ് നെയിം, പൊസിഷൻ ഫോർ ഇറ്റ് ഇസ് വേക്കൻറ്റ് ഫോർ. പിന്നെ വാട്ട് എൽസ് ക്യാൻ കം ഇൻ, യുവർ സാലറി വേണമെങ്കിൽ വരാം, നിർബന്ധമില്ല. സാലറി വെക്കാം, വെക്കാതിരിക്കാം. പിന്നെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. പിന്നെ HR-ന് അയക്കേണ്ട മെയിൽ, അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് ആൾക്കാർക്ക് അയക്കേണ്ട മെയിലിൻ്റെ കൂടെ എന്തോ സബ്ജക്റ്റ് ഇടണ്ടേ, ഇങ്ങനത്തെ പല കാര്യങ്ങൾ വരത്തി. വേണമെങ്കിൽ വർക്ക് ടൈമിങ്ങും വെക്കാം, ക്യാബ് ഫെസിലിറ്റി ഉണ്ടോ ഇല്ലയോ, ഇങ്ങനത്തെ കാര്യങ്ങൾ വേണമെങ്കിൽ ഇൻ ഷോർട്ട് വേ വെക്കാം. നെക്സ്റ്റ് വൺ, യുവർ തേർഡ് പ്രോസസ് ഇസ് കോൾഡ് യുവർ സോഴ്സിങ്. ഇറ്റ്സ് ഓൾസോ കോൾഡ് ടാലന്റ് സെർച്ചിങ് ഓർ യുവർ സോഴ്സിങ് ഫോർ പോസിബിൾ കാൻഡിഡേറ്റ്സ്. സോഴ്സിങ് നമുക്ക് പല രീതിക്കുണ്ട്. ഒന്നെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യാം, ഇന്റേണൽ ആയിട്ട് ചെയ്യാം.
ഇപ്പം നമ്മൾ നേരത്തെ പഠിച്ച മറക്കല്ല, നമുക്ക് ഇന്റേണൽ സോഴ്സസും ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസും ഉണ്ട്. എക്സ്റ്റേണൽ ആണെങ്കിൽ എന്തുവാ, ഒന്നെങ്കിൽ ഞാൻ തന്നെ ഒരു പരസ്യം ഇട്ടിട്ട് ലിങ്ക്ഡിനിലോ ഇൻഡീഡോ അങ്ങനത്തെ കമ്പനി വെബ്സൈറ്റിൽ ഇട്ടിട്ട് ആൾക്കാരെ എടുക്കാം, അല്ലെങ്കിൽ ഞാനൊരു തേർഡ് പാർട്ടി ഏജൻസി വെച്ചോ അങ്ങനെ ഒരു റിക്രൂട്ട്മെന്റ് വേറെ വെണ്ടർ വെച്ചിട്ട് വേണമെങ്കിൽ എനിക്ക് ലിസ്റ്റ് സുഖമായിട്ട് എടുക്കാം. ഇല്ലെങ്കിൽ ഇന്റേണൽ സോഴ്സസ് ഏതാ, എംപ്ലോയിനെ റെഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊമോഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ പഴയ ഒരു റീഹയർ, നമ്മൾ റീഹയർ എന്നാണ് പറയുന്നത്, അതായത് നമ്മൾ പണ്ടത്തെ ഒരു എംപ്ലോയിയെ നമ്മൾ ഹയർ ചെയ്യുന്നു. ഏറ്റവും കമ്പനിക്ക് ലാഭം ഇന്റേണൽ റിക്രൂട്ട്മെന്റ് കോസ്റ്റ് ആണ്, നിങ്ങൾ അത് ഓർക്കണേ. ഏറ്റവും കൂടുതൽ ഒരു കമ്പനിക്ക് ലാഭം വരുന്ന വെച്ചാൽ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. കാരണം അതിൽ വലിയ കോസ്റ്റ് ഇൻവോൾവ് അല്ല, അതിൽ വലിയ റിസ്ക്കും ഇല്ല, കോസ്റ്റും ഇല്ല. പക്ഷെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ആണെങ്കിൽ സമയം എടുക്കും. നമ്മളൊരു വേക്കൻസി, ജോബ് വേക്കൻസി ഇട്ടാൽ പോലും ടു ഹയർ ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ് കാൻഡിഡേറ്റ്, നമ്മൾ റിക്രൂട്ട്മെന്റ് ഡെഫിനേഷൻ പറയുന്നില്ല, റൈറ്റ് പേഴ്സൺ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം കിട്ടണമെങ്കിൽ നല്ല പാടാണ്, നല്ല സമയം എടുക്കുന്ന കാര്യമാണ്. പ്ലസ് ഇറ്റ് ഈസ് നോട്ട് മാൻഡേറ്ററി ഹി വുഡ് ജോയിൻ വിത്ത് us, റൈറ്റ്. ഞാൻ ഒരാൾക്കൊരു കാൻഡിഡേറ്റിന് ഓഫർ കൊടുത്താലും ഇറ്റ് ഈസ് നോട്ട് നെസസറി ദ കാൻഡിഡേറ്റ് വിൽ സ്റ്റിക്ക് ഓൺ വിത്ത് മീ. ദാറ്റ് കാൻഡിഡേറ്റ് he or she would be searching for better job opportunity, കൂടുതൽ സാലറി ഏതാ കിട്ടുന്നത്, എന്നിട്ട് കൂടുതൽ ചിലപ്പോൾ അങ്ങോട്ടായിരിക്കും പോകുന്നത്. ചില ആൾക്കാരുണ്ട് ഇല്ല ഫണ്ട്സ് കിട്ടി, ബട്ട് മിക്കവാറും ചില ആൾക്കാർ they will sit with multiple job offers based on which they can negotiate with us. They can come back and say, okay, say imagine I gave only 5 lakhs, but another company is willing to give 6.5. So then that person, she or he can come back to me and say, sir, എനിക്ക് ഇവിടുന്ന് ഇത്രയും കിട്ടുന്നുണ്ട്, നിങ്ങൾ എത്ര കൂടുതൽ തരുന്നോ ഞാൻ കൂടുതൽ അങ്ങോട്ട് പോകത്തുള്ളൂ എന്ന് വേണമെങ്കിൽ ഡിമാൻഡ് വെക്കാം. ഫൈൻ. അപ്പോൾ നമുക്ക് പല രീതിക്ക് സോഴ്സിംഗ് ഉണ്ട്, ഇന്റേണൽ എക്സ്റ്റേണൽ ഉണ്ട്, ബേസ്ഡ് ഓൺ വിച്ച് യു കണ്ടക്ട് യുവർ റിക്രൂട്ട്മെന്റ് പ്രോസസ്. നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു, റെസ്യൂംസ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു, സ്ക്രീൻ ചെയ്യുന്നു ഫ്രം എ ലാർജ് സെറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ബ്ലാങ്ക്, ബേസ്ഡ് ഓൺ വിച്ച് യു ഡു യുവർ ഇന്റർവ്യൂയിങ് സ്കിൽസ്. ഇന്റർവ്യൂയിങ് പലതും ആവാം, ഫ്രഷേഴ്സിനാവാം, എക്സ്പീരിയൻസ് ആൾക്കാർക്കാവാം. ഇപ്പം ഫ്രഷേഴ്സിനാണെങ്കിൽ GD ഒക്കെ ഉള്ളൂ, GD ആപ്റ്റിറ്റ്യൂഡ് ഒക്കെ ഫ്രഷേഴ്സിനേ ഉള്ളൂ. എക്സ്പീരിയൻസ് ആൾക്കാർക്ക് അതൊന്നുമില്ല, അവർക്ക് ഡയറക്റ്റ്ലി ടെക്നിക്കൽ റൗണ്ട് 1, ടെക്നിക്കൽ റൗണ്ട് 2, പിന്നെ ഒരു മാനേജർ റൗണ്ട് കാണും, HR റൗണ്ട് കാണും. ആ HR റൗണ്ട് ആണ് വെച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഓഫർ കൊടുക്കുന്നത്, റൈറ്റ്. യു ടോക്ക് യുവർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അതായത് ഓക്കെ, ഞങ്ങൾ ഇത്രയും നിങ്ങളുടെ സ്കിൽ സെറ്റിന് ഇത്രയും തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും യു ആർ എലിജിബിൾ, വാട്ട് ആർ ദ ഡിഫറെന്റ് ബെനിഫിറ്റ്സ് ഓഫ് ദ കമ്പനി, different insurance of the company, any other compensation, whatever you are giving, any perks and any benefits you can tell to them, and you send them an offer. ഓഫർ അവർ ആക്സെപ്റ്റ് ചെയ്യണോ വേണ്ടോ രണ്ടാമത്തെ കാര്യമാണ്. യു ഡെഫിനറ്റ്ലി ഗിവ് ദം യുവർ ബെസ്റ്റ് ഓഫർ. നിങ്ങളുടെ ബെസ്റ്റ് ഓഫർ ഇതാണ്. വെൻ യു ഗിവ് എ ഓഫർ, അതിനൊരു വാലിഡിറ്റി ഡേറ്റ് ഉണ്ട്. പ്ലീസ് ആക്സെപ്റ്റ് അവർ ഓഫർ ഓൺ ഓർ ബിഫോർ സേ മേ ബി 2 weeks ടൈം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 1 week ടൈം കൊടുക്കാം. നമ്മൾ എന്തിനായി ടൈം കൊടുക്കുന്നത് അറിയോ? അത് വെച്ചുകൊണ്ട് വേറൊരു ഓഫർ പോയി തപ്പി പിടിക്കുന്നതിന് മുമ്പേ തന്നെ നമ്മളെ കമ്പനി ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതൊരു കമ്പനിയും ടൈം ലിമിറ്റ് കൊടുക്കുന്നത്. നിങ്ങൾ ഇന്ന സമയത്തുള്ളിൽ ഇത് ആക്സെപ്റ്റ് ചെയ്താൽ ഓക്കെ, യു വിൽ ബി എ പാർട്ട് ഓഫ് മൈ ഓർഗനൈസേഷൻ. വൺസ് ദേ ആക്സെപ്റ്റ് ആ എംപ്ലോയ്മെന്റ് ഓഫർ, യു ഗിവ് ദം വാട്ട്, യു ഇൻട്രൊഡ്യൂസ് ദം ടു ദ കമ്പനി ആൻഡ് ഗിവ് ദം പ്രോപ്പർ ഇൻഡക്ഷൻ പ്രോഗ്രാം. നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കൊടുക്കും. പുതിയ സ്റ്റാഫാണ്, പുതിയ സ്റ്റാഫിനെ കമ്പനി നമ്മൾ ബയോമെട്രിക്സ് ചെയ്യിപ്പിക്കുന്നു, റെക്കോർഡ്സ് ചെയ്യുന്നു, ഡേറ്റ എൻട്രി ചെയ്തിട്ട് യു ഇൻട്രൊഡ്യൂസ് ദം ടു ദ ടീം, you introduce them to your organization policies. What are the different do's and don'ts of the company? What are some ethical practices, non-ethical practices? You give them an entire walk around process around with the team. Okay, ഇതാണ് steps of recruitment process. നെക്സ്റ്റ് ഇസ് കോൾഡ് സെലക്ഷൻ. സെലക്ഷൻ നമ്മൾ എന്തോ ചെയ്യുന്നത്, റിക്രൂട്ട്മെന്റ് പ്രോസസ് കഴിഞ്ഞിട്ടാണ്. റിക്രൂട്ട്മെന്റ് നമ്മൾ ആദ്യം ആപ്ലിക്കേഷൻ ജോബ് ബ്ലാങ്കിൽ നിന്ന് ആപ്ലിക്കേഷൻ കുറച്ച് പൂൾസ് ഓഫ് കാൻഡിഡേറ്റ്സിനെ എടുത്തിട്ട് നമ്മൾ സോഴ്സ് ചെയ്തിട്ട് എന്തുവാ, നമ്മൾ സ്ക്രീൻ ലിസ്റ്റ് ചെയ്യുന്നു, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ദെൻ യു ഡു യുവർ റിക്രൂട്ട്മെന്റ് ആൻഡ് ദെൻ യു ഡു യുവർ സെലക്ഷൻ പ്രോസസ്. സെലക്ഷൻ ബെസ്റ്റ് ഫിറ്റ് കാൻഡിഡേറ്റ് ആണ്. ഓക്കെ, കുറേ സെറ്റ് ആൾക്കാർ റെസ്യൂംസ് അയക്കും, കുറേ സെറ്റ് ആൾക്കാർ ഇന്റർവ്യൂ ഒക്കെ കഴിയും. അതിൽ നിന്ന് ബെസ്റ്റ് ആപ്റ്റ് സൂട്ടബിൾ തോന്നുന്ന ആള്, ഇന്റർവ്യൂ എടുക്കുന്ന ആളാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഇസ് എ പ്രോസസ് ഓഫ് ചൂസിങ് ഫ്രം among the candidates within that organization or from outside the most suitable person for a current job position or for the future job position. Fine. കീ സ്റ്റെപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനീഷ്യൽ നമ്മൾ സ്ക്രീൻ ചെയ്യുന്നു, കുറേ ആപ്ലിക്കേഷൻ ബ്ലാങ്ക്, കുറേ സെറ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് നിന്ന് നമുക്ക് റെസ്യൂംസ് കിട്ടുന്നു, ജോബ് ഓൾറെഡി ഒരു പൈപ്പ് ലൈൻ നമ്മൾ ഉണ്ടാക്കുന്നു. ദെൻ യു ഡു വേരിയസ് സെലക്ഷൻ ടെസ്റ്റ്, വേരിയസ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആവും, GD ടെസ്റ്റ് ആവും, ഇന്റർവ്യൂ ടെസ്റ്റ് ആവും. അത് കഴിഞ്ഞിട്ട് ദേ ഗോ ഫോർ ടെക്നിക്കൽ റൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് HR മാനേജർ റൗണ്ട് കഴിഞ്ഞിട്ട്
you have something called what is called background verification, അല്ലെങ്കിൽ BG അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ പറയുന്നു. അതായത് ഈ ഒരു പർട്ടിക്കുലർ കാൻഡിഡേറ്റിന്റെ പുറകിൽ എന്തെങ്കിലും കേസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായ്പ പോലെ നടത്തിയിട്ടുണ്ടോ നേരത്തെ വർക്ക് ചെയ്ത കമ്പനിയിൽ, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ അതിനായിട്ട് വേറെ ടീമുണ്ട്. ഓക്കെ, അതിനായി വേറൊരു ടീമുണ്ട്. സോ യു ചെക്ക് ദാറ്റ് പേഴ്സൺസ് ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ് നമ്പർ. ഇസ് ഹി എ ഡീഫോൾട്ടർ, എന്തെങ്കിലും വിഷയമുള്ളോ, ഈ കാൻഡിഡേറ്റ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, യു ചെക്ക്. നെക്സ്റ്റ്, സം ജോബ് വുഡ് റിക്വയർ യു ടു ടെസ്റ്റ് യുവർ മെഡിക്കൽ കണ്ടീഷൻ ഓർ യുവർ ഫിസിക്കൽ കണ്ടീഷൻ ടെസ്റ്റ് ചെയ്യാൻ പറയും. വേറൊരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് വെച്ച് ചെക്ക് ചെയ്യാൻ പറയും. Based on which you give them a job offer, you give them a best job offer. They might or they will not accept your offer, that depends. നെക്സ്റ്റ്, നമ്മളിപ്പം റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു. റിക്രൂട്ട്മെന്റ് ആളെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എന്തോ ചെയ്യുന്നു, നമ്മൾ അവർ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് ഓറിയന്റേഷൻ ചെയ്യുന്നു. ഓറിയന്റേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, പുതിയൊരു കമ്പനി ഒരാൾ വരുമ്പോൾ ആദ്യമായിട്ട് ഇന്നാ പിടിച്ചോ പണി എന്ന് പറഞ്ഞാൽ ആർക്കായാലും പേടിച്ചു പോകും, റൈറ്റ്? സോ വാട്ട് ഡു? യു ഇൻട്രൊഡ്യൂസ് ദം ടു യുവർ ടീം. ദെൻ you explain to them what are their roles, what is your expectation, what do you expect from them. You give an overview of your organization. ഇതാണ് നമ്മുടെ കമ്പനിയുടെ പ്രോസസ്, നമ്മുടെ കമ്പനിയുടെ ടൈം ഇങ്ങനെയാണ്. യു ഗിവ് an idea about your different facilities. ഇത്രയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വേരിയസ് സേഫ്റ്റി മെഷേഴ്സ്, വേരിയസ് എംപ്ലോയി പോളിസീസ് പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഡൂസ് ആൻഡ് ഡോൺട്സ്, സാലറിയുടെ കാര്യം, കോമ്പൻസേഷൻ്റെ കാര്യം, ഓർ ഹൗ ടു ക്ലെയിം എ മെഡിക്കൽ ബിൽ, റീഇംബേഴ്സ്മെന്റ് എങ്ങനെ കിട്ടും, ഇങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കും. ഓറിയന്റേഷന്റെ ബെനിഫിറ്റ്സ് എന്താണ്? ടു ഗെറ്റ് നോ അബൌട്ട് ദ കമ്പനി, ടു റെഡ്യൂസ് ആങ്സൈറ്റി ഫോർ എ ന്യൂ എംപ്ലോയി. നിങ്ങളൊന്ന് ആലോചിച്ചേ, നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ കോളേജിൽ നിങ്ങൾ ആദ്യമായിട്ട് വന്നപ്പം നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നു, അല്ല ആദ്യം പിടിച്ച് ഇന്ന മോഡ്യൂൾ 1 പിടിച്ചോ എന്ന് പറഞ്ഞാൽ തന്ന ആരായാലും പിടിച്ചു, റൈറ്റ്? സെയിം വേ ഫോർ ദ എംപ്ലോയീസ്. നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് എ പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് വർക്ക് ഫോഴ്സ് റിലേഷൻഷിപ്പ്. യു ക്യാൻ ഗെയിൻ മോർ കമ്മിറ്റ്മെന്റ് ഫ്രം ദിയർ സൈഡ്. ഇറ്റ് റെഡ്യൂസസ് ജോബ് കൺഫ്യൂഷൻ, ജോബ് സ്ട്രെസ്. It helps you and others to get to know about the new person, right? പുതിയതായിട്ട് ഒരാൾ കയറുമ്പോൾ തന്നെ you get time to develop a professional work relationship with them. It improves employee retention. കൂടുതൽ ആൾക്കാർ പിരിഞ്ഞു പോകുന്ന മുമ്പേ തന്നെ you can impress with your company. നല്ല വർക്ക് കൾച്ചർ ഉണ്ടെങ്കിൽ your candidate would stick on with you as an employee. നെക്സ്റ്റ്, ഇറ്റ് ഹെൽപ്സ് ടു ഡെവലപ്പ് റിയലിസ്റ്റിക് ജോബ് എക്സ്പെക്ടേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ടീം ആൾക്കാർ ആ കാൻഡിഡേറ്റ് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഓക്കെ, ദിസ് ഈസ് വാട്ട് വി എക്സ്പെക്ട് ഫ്രം യു, ദിസ് ഈസ് അവർ എക്സ്പെക്ടേഷൻ ആൻഡ് വി എക്സ്പെക്ട് ദിസ് ഫ്രം യു ആൻഡ് ദിസ് ഈസ് ബേസ്ഡ് ഓൺ വിച്ച് അവർ മ്യൂച്വലി അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് പോകും, മനസ്സിലാക്കി കൊടുക്കും. നെക്സ്റ്റ്, കമ്മിങ് ടു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിങ് വേറെ, ഡെവലപ്മെന്റ് വേറെ. ട്രെയിനിങ് ആർക്ക് കൊടുക്കും? അതൊരു ഇൻഡിവിജ്വൽ ഗോൾ ഓർ ഓർഗനൈസേഷണൽ ഗോളാണ്. അതൊരു ട്രെയിനിങ് പറയുന്നത് വെച്ചാൽ അത് കമ്പനി തന്നെ ഓർഗനൈസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ട്രെയിനിങ് പ്രോസസ്സ്. ഇപ്പോൾ പുതിയൊരു സ്കില്ല് പഠിക്കാൻ, പുതിയൊരു സോഫ്റ്റ്വെയർ പഠിക്കാൻ, റൈറ്റ്? പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നു, ഇപ്പം മാനുവൽ പ്രോസസ്സ് മാറ്റി എല്ലാം ഒരു പുതിയ ഡിജിറ്റൽ സോഫ്റ്റ്വെയർ വന്നെങ്കിൽ ആ സോഫ്റ്റ്വെയർ പഠിക്കാൻ വേണ്ടി അത് വേണമെങ്കിൽ ഫ്രഷർ ആൾക്കാരാവാം, എക്സ്പീരിയൻസ് ആൾക്കാരും ആവാം, റൈറ്റ്? സം പീപ്പിൾ വിൽ ഹാവ് ഡിഫിക്കൽട്ടി വിത്ത് ടെക്നോളജി, അത്രയും ലാഗ് ചെയ്യുന്ന സ്കിൽസ്. അപ്പോൾ അവർ ചെക്ക് ചെയ്യും ട്രെയിനിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. ചില സ്പെഷ്യൽ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുത്താൽ മതിയോ, ഇൻഡിവിജ്വലായിട്ടാണോ ട്രെയിനിങ് കൊടുക്കുന്നത്, അത് ഗ്രൂപ്പായിട്ടാണോ ട്രെയിനിങ് കൊടുക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രഷർ കാൻഡിഡേറ്റ്സ് നമ്മൾ ഗ്രൂപ്പായിട്ടായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത്. ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ എന്തോ നോക്കും, ഈ ട്രെയിനർ ഒരാൾ വേണമല്ലോ, ട്രെയിനർ ഒരാൾ ഇൻ ഹൗസ്, അത് നമ്മുടെ കമ്പനിയുടെ അകത്ത് തന്നെ ഒരാൾ ട്രെയിനർ മതിയോ, അത് പുറത്തുനിന്ന് വരുത്തണോ? ഇൻഹൗസ് ആയ ഒരു പ്രശ്നം, ഒരു ഗുണം എന്ന് വെച്ചാൽ കോസ്റ്റ് കൊടുക്കണ്ട, ഓൾറെഡി സാലറി ഉണ്ട്, നമ്മൾ ഇതിനായിട്ട് വേറെ കാശ് കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്തുവാ, യു ആർ ഡിസ്റ്റർബിങ് ദാറ്റ് പേഴ്സൺസ് വർക്ക്, ഹി ഓർ ഷീ ഈസ് ഓൾറെഡി വർക്കിംഗ് ഇൻ എ പ്രോജക്റ്റ്. ഇങ്ങനെ ട്രെയിനറായിട്ട് ഇരിപ്പില്ല ആള്, ആ ആള് എക്സിസ്റ്റിംഗ് നിങ്ങളുടെ പ്രോജക്റ്റ് ടീം ഇനി നിങ്ങളുടെ ടീമിൽ വരേണ്ട ആളാണ്. അപ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്, വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ ട്രെയിനിങ് കൊടുക്കുമ്പോൾ എന്തുവാ, ദാറ്റ് പേഴ്സൺ ഇസ് എ പ്രോപ്പർ ഇതിനായിട്ടൊരു ട്രെയിൻഡ് പേഴ്സൺ ആണ്, ട്രെയിൻഡ് റിസോഴ്സ് പേഴ്സൺ ആണ് ഈ ഒരു പണി ചെയ്യാൻ വേണ്ടി. പക്ഷേ എന്തുവാ, കോസ്റ്റ്ലി പ്രോസസ് ആയിരിക്കും. ഇതാണ് നമ്മൾ ട്രെയിനിങ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡെവലപ്മെന്റ് എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സാധനം. അതായത് ഞാൻ പറഞ്ഞ പോലെ ഇല്ലേ, ഇഫ് യു ഹാവ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഇഫ് യു ഡോണ്ട് സീ എ ജോബ് ആസ് 9 to 5, പകരം എനിക്ക് ഇതിൽ തന്നെ ഒരു ബെറ്റർ പൊസിഷൻ ആവണം, യു ഹാവ് ദാറ്റ് ഡ്രീം ടു ബിൽഡ് അപ്പ് യുവർ കരിയർ മോർ ടു നെക്സ്റ്റ് ലെവൽ, നിങ്ങളായിട്ട് എടുക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഡെവലപ്മെന്റ് പറയുന്നത്, റൈറ്റ്? നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇമ്പ്രൂവ് ആവാനായിരിക്കും, നിങ്ങളുടെ സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും, റൈറ്റ്? ഇത് ചെയ്യുന്ന നിങ്ങളായിരിക്കും, ഡെവലപ്മെന്റ് ചെയ്യുന്ന എംപ്ലോയീസ് ആയിരിക്കും. നെക്സ്റ്റ്, കമ്മിങ് ടു ട്രെയിനിങ്.
ട്രെയിനിങ് പ്രോസസ്സിൽ ആദ്യം നമ്മൾ നീഡ് അസസ്മെന്റ് ചെയ്യും. യു ഐഡന്റിഫൈ വാട്ട് ആർ യുവർ ട്രെയിനിങ് നീഡ്സ്. ട്രെയിനിങ്ങിന്റെ ആവശ്യമുണ്ടോ, ആരെങ്കിലും സ്കിൽ സെറ്റ് ലാക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. റൈറ്റ്. നമുക്കത് ഇൻഡിവിജ്വൽ ബേസിസിൽ കൊടുക്കാം, ഗ്രൂപ്പ് ബേസിസിൽ കൊടുക്കാം. നെക്സ്റ്റ് ഓൺ യു സെറ്റ് ട്രെയിനിങ് ഒബ്ജക്റ്റീവ്. നമ്മൾ എന്താണ് അജണ്ട ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വെറുതെ അല്ല ട്രെയിനിങ് തരുന്നത്. ട്രെയിനിങ് കൊണ്ട് ഈ ആള് വാട്ട് ഡു ദ കാൻഡിഡേറ്റ് ദേ ആർ ഇൻറ്റൻഡഡ് ടു അച്ചീവ്. ഐദർ ദേ അച്ചീവ് ടെക്നിക്കലി വൈസ് ഈ സാധനം ഒരു പ്രോഡക്റ്റ് എങ്ങനെ റിലീസ് ചെയ്യുന്നു. വാട്ട് ഡു ദേ അച്ചീവ്? ദേ സ്റ്റഡി അബൌട്ട് ദ ന്യൂ സോഫ്റ്റ്വെയർ. വാട്ട് ഈസ് യുവർ ട്രെയിനിങ് ഒബ്ജക്റ്റീവ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. നെക്സ്റ്റ് ഓൺ യു ഡിസൈൻ എ ട്രെയിനിങ് പ്രോഗ്രാം. ട്രെയിനിങ് പ്രോഗ്രാമിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ആരാണ് ട്രെയിനർ ആകുന്നത്. നമ്മളുടെ ഇന്റേണൽ ആളാണോ എക്സ്റ്റേണൽ പുറത്തുനിന്ന് വേറെ ആളെ വിളിക്കണോ, കൺസൾട്ടൻസി വിളിക്കണോ നമ്മൾ ചെക്ക് ചെയ്യും. നെക്സ്റ്റ് ഹൂ നീഡ്സ് ടു ബി ട്രെയിൻഡ്. അത് ഇൻഡിവിജ്വൽ ബേസിസിലാണോ ഒരു ഗ്രൂപ്പ് ബേസിസ് ആണോ, ഇവരെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് അവർക്ക് ട്രെയിനിങ് ലെവൽസ് എങ്ങനെ വേണം. നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ട്രെയിനിങ് മെത്തേഡ്സ് ടു ഡു. ട്രെയിനിങ് മെത്തേഡ്സ് പല മെത്തേഡ്സ് എടുത്തു, പക്ഷെ നമ്മൾ മെയിൻലി 2 ടൈപ്പാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് പറയുന്നത്. ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓൺ ദ ജോബ് ട്രെയിനിങ് എന്തുവാ മനസ്സിലാക്കുന്നത്? You give training to that person when during a normal day time, during normal 9 to 5 ജോബിൻ്റെ ഇടയ്ക്ക് തന്നെ എല്ലാവരും വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെ ബിസിനസ് അവേഴ്സിൽ തന്നെയാണ് നിങ്ങൾ ഓൺ ദ ജോബ് ട്രെയിനിങ് കൊടുക്കുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്തുവാ? അത് ഔട്ട്സൈഡ് ബിസിനസ് അവേഴ്സ് ആവാം, അതൊരു റിമോട്ട് ടൈപ്പ് അവരുടെ വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് ഇത് വഴി ചെയ്യുന്ന ജോബ് പ്രോസസ് ആവാം. സോ ദാറ്റ് യു ആർ നോട്ട് ഇന്റർഫിയറിംഗ് വിത്ത് ദ റെഗുലർ ബിസിനസ് വർക്ക് അവേഴ്സ്. നിങ്ങൾ ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഡെഫിനറ്റ്ലി എക്സിസ്റ്റിംഗ് ആൾക്കാർ നിങ്ങളുടെ കൂടെ വന്ന് നിൽക്കണ്ടേ, നിങ്ങൾ കറക്റ്റ് ആയിട്ടാണോ പണി ചെയ്യുന്നോ ഇല്ലയോ എന്ന് നോക്കണമല്ലോ. അപ്പോൾ അന്നേരം അവരുടെ സമയം പോവാണ്. ടൈം ഇസ് വാല്യുബിൾ ഹിയർ. സോ യു ഹാവ് 2 ടൈപ്സ്, ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. വിൽ സി ഈച്ച് വൺ. നേരത്തെ പറഞ്ഞു നമ്മൾ ട്രെയിനിങ് പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നു, എന്നിട്ട് വി ഇംപ്ലിമെന്റ് ദ ട്രെയിനിങ് പ്രോഗ്രാം വിച്ച് എവർ ഇറ്റ് ഇസ് ഓൺ ദ ജോബ് ഓർ ഓഫ് ദ ജോബ്. യു അണ്ടർസ്റ്റാൻഡ് ദ പ്രോപ്പർ റിക്വയർമെന്റ് വിച്ച് ഇസ് എ പോസിബിൾ ഒപ്റ്റിമം സൊല്യൂഷൻ. ഏറ്റവും കോസ്റ്റ് ഏത് കുറവുള്ള മനസ്സിലാക്കിയിട്ട് യു ഇംപ്ലിമെന്റ് യുവർ പ്രോഗ്രാം ആൻഡ് ദെൻ യു ഇവാലുവേറ്റ് ആൻഡ് ഫോളോ അപ്പ്. ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ട്രെയിനിങ് എഫക്റ്റീവ് ആയിരുന്നോ, ഇപ്പം വാട്ട് ഇസ് ദർ എനി ഡിഫറൻസ് ബിറ്റ്വീൻ ബിഫോർ ട്രെയിനിങ് ആൻഡ് പ്രീ ട്രെയിനിങ് ആൻഡ് പോസ്റ്റ് ട്രെയിനിങ്, ഇസ് ദർ എനി ഡിഫറൻസ് ഇൻ ദ പെർഫോമൻസ്. ഇനി എന്തെങ്കിലും നന്നാക്കേണ്ട വല്ല കാര്യമുണ്ടോ, നമ്മളുടെ ട്രെയിനറുടെ ഫീഡ്ബാക്ക് നമ്മൾ ചോദിക്കും. ഇസ് ദാറ്റ് പേഴ്സൺ ദ റൈറ്റ് പേഴ്സൺ, ആൾക്ക് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഉണ്ട്, നോളജ് അബൌട്ട് ദ സബ്ജക്ട് എങ്ങനെ ഉണ്ട്, ഇല്ലെങ്കിൽ ഷുഡ് വി ഹയർ എ ന്യൂ പേഴ്സൺ. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു ദ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്, ഓൺ ദ ജോബ് ആൻഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. ഓൺ ദ ജോബ് ട്രെയിനിങ് യു ഹാവ് ഫസ്റ്റ് വൺ വാട്ട് ഇസ് കോൾഡ് ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരാളെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിക്കത്തില്ല, ഒരാളെ കൊണ്ട് ഡിഫറെൻറ്റ് പണി ചെയ്യിക്കും. സേ എക്സാമ്പിൾ, ഈ ഒരാഴ്ച നിങ്ങളെ കൊണ്ട് ഞാൻ എക്സൽ പഠിപ്പിക്കും, ഡേറ്റ എൻട്രി ആയിരിക്കും. നെക്സ്റ്റ് വീക്ക് ചിലപ്പം നിങ്ങൾക്ക് കോളിംഗ് എങ്ങനെ ആയിരിക്കും, ചിലപ്പോൾ കസ്റ്റമർ വെച്ച് ഡീൽ ചെയ്യേണ്ടതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പ്രസൻറ്റേഷൻസ് ആയിരിക്കും. റൈറ്റ്. ഒരാളെ കൊണ്ട് ഡിഫറെൻറ്റ് ജോബ് റോൾ ചെയ്യിപ്പിക്കുകയാണ് ജോബ് റൊട്ടേഷൻ പറയുന്നത്. സെക്കൻഡ് വൺ വാട്ട് ഇസ് ഇറ്റ് ഇസ് കോൾഡ് കോച്ചിങ്. കോച്ചിങ് വെച്ചാൽ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ടെക്നിക്കൽ ഒരു സൂപ്പർവൈസർ വരും. നിങ്ങൾ എന്തായാലും ജോബ് മിസ്റ്റേക്സ് ചെയ്യും, റൈറ്റ്? സോ ദാറ്റ് പേഴ്സൺ ഹി വുഡ് കീപ്പ് ഓൺ സജസ്റ്റിംഗ് യു വിച്ച് വേ ടു ഡു എ ജോബ്. നെക്സ്റ്റ് ഓൺ യു ഹാവ് വാട്ട് ഇസ് കോൾഡ് ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്. ഇവിടെ പറയുന്നത് വെച്ചാൽ ദ ബെസ്റ്റ് മെത്തേഡ് ടു ഡു ജോബ് നമ്മൾ പറഞ്ഞു കൊടുക്കും. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ്ങിൽ പല വഴി കാണും, അതിൽ ഏറ്റവും ബെസ്റ്റ് വഴി ഏതാണ്, എന്നിട്ട് ആ ആൾ മിസ്റ്റേക്സ് ഉണ്ടാക്കിയാലും കറക്റ്റ് ചെയ്യും. നേരത്തെ പറഞ്ഞ കോച്ചിങ് ആയാലും സിൻസ് എ സൂപ്പർവൈസർ ഇസ് ദർ, സൂപ്പർവൈസർ വിൽ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ടു ഹിം ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ്. ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആണെങ്കിൽ എന്തുവാണ്, അവർക്ക് അങ്ങനെ ഒരു സൂപ്പർവൈസർ ഇല്ല, എന്നാൽ ഒരു ട്രെയിനർ ആണ് കൂടെ ഉള്ളത്. ഒരു ട്രെയിനർ, ജനറൽ ആയിട്ട് ഒരു ട്രെയിനർ കാണും. കോച്ചിങ് ആണെങ്കിൽ അവർക്ക് ഇത്രയും സെറ്റ് ആൾക്കാർക്ക് ഒരു സൂപ്പർവൈസർ കാണും. ട്രെയിനർ ആണെങ്കിൽ എന്ത് ചെയ്യും, ജോബ് ഇൻസ്ട്രക്ഷൻ ട്രെയിനിങ് ആണെങ്കിൽ അവർക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, വിച്ച് ഇസ് ദ ബെസ്റ്റ് വേ ഓഫ് ഡൂയിങ് ദ ജോബ്. ഫൈൻ. നെക്സ്റ്റ് വൺ ഇസ് എ പ്രോസസ് കോൾഡ് അണ്ടർസ്റ്റഡി. അണ്ടർസ്റ്റഡി എന്ന് വെച്ചാൽ എന്തുവാ, നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്യാൻ പോകുന്ന പൊസിഷൻ, നിങ്ങൾ കയറാൻ പോകുന്ന ആ ജോബ് വേക്കൻസി ആയിട്ടുള്ള പൊസിഷൻ, ആ സ്റ്റാഫ്, ആ പഴയ സ്റ്റാഫ് പോവാ, യു ആർ റീപ്ലേസിങ് ദാറ്റ് ഇൻ ദാറ്റ് പൊസിഷൻ. അതുകൊണ്ട് എന്തുവാണ്, ആ ആള് നിങ്ങളെ പഠിപ്പിക്കും. ഫൈൻ. നിങ്ങൾ റീപ്ലേസ്മെന്റ് ചെയ്യുന്ന ആള് നിങ്ങളെ പഠിപ്പിക്കും. ഇനി ഞാൻ എന്തോ ടൈപ്പ് വർക്കാണ് ചെയ്തത്, വാട്ട് ഇസ് ദ ജോബ് ടു ബി ഡൺ, വാട്ട് ആർ ദ പെൻഡിങ് പ്രോസസ് പഠിപ്പിക്കും. ഇതാണ് അണ്ടർസ്റ്റഡി പ്രോസസ്. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് അപ്രന്റിസ്ഷിപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് ട്രെയിനീസ് കേട്ടിട്ട് കാണുമല്ലോ. ഇവിടെ നമ്മൾ എന്തോ ചെയ്യുന്നത്, നമ്മൾ
ചിലപ്പം സ്റ്റൈഫൻഡ് ഉണ്ടാവും, ഉണ്ടാവാതിരിക്കാം. നമ്മളൊരു ജോബ് പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്രന്റീസ്ഷിപ്പ്. എന്ന് വെച്ചാൽ ദേ ഡു നോട്ട് റിക്വയർ യു ടു വർക്ക് ആസ് എ ഫുൾ ടൈം എംപ്ലോയി. റാദർ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു 6 months ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വേറെ ജോബ് കിട്ടുന്ന മുമ്പേ നിങ്ങളൊരു കരിയർ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. ഇത് എന്തിനാ ഇവർ ചെയ്യിപ്പിക്കുന്നത്? കുറേ എക്സ്ട്രാ ലോഡ് പണിയുണ്ടെങ്കിൽ ലാഭമായിട്ട് അവർ ഇൻറ്റേൺസിനെ ഹയർ ചെയ്യും. അവർക്കൊരു ട്രെയിനിങ് ഗൈഡൻസ് കൊടുത്താൽ എന്നാൽ ഫുൾ പ്രോജക്റ്റ് അവർ ഏൽപ്പിക്കത്തുന്നു, ഒരിക്കലും ഏൽപ്പിക്കത്തില്ല. സിൻസ് ഹി ഈസ് നോട്ട് എ ഫുൾ ടൈം, ഹി ഓർ ഷീ ഈസ് നോട്ട് എ ഫുൾ ടൈം എംപ്ലോയി, ഫുൾ സാലറി കൊടുക്കുകയും വേണ്ട, വളരെ കുറച്ച് ബെനിഫിറ്റ്സ് ഏൽപ്പിക്കുക, കുറേ പണിയും ചെയ്യിപ്പിക്കുക. ഇതാണ് അപ്രന്റീസ്ഷിപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ കോൾ മെൻറ്ററിങ്. മെൻറ്ററിങ് കോച്ചിങ് സിമിലർ ആണ്, പക്ഷെ മെൻറ്ററിങ് നമ്മൾ പറയുന്നത് വെച്ചാൽ എന്തുവാ, അവരെ ജോബ് പ്രോസസ്, ജോബ് ഇങ്ങനെ തന്നെ ചെയ്യണം, ഇതാണ് റൈറ്റ് ജോബ് ഫീഡ്ബാക്ക് പറയുന്നത് മാത്രമല്ല, ദേ വുഡ് ഓൾസോ സപ്പോർട്ട് ദാറ്റ് എംപ്ലോയി ഇമോഷണലി ആൻഡ് മെൻ്റലി. കൗൺസിലിംഗ് വേണമെങ്കിൽ കൊടുക്കാം. ഇഫ് ദേ ആർ ഫേസിങ് എനി ഇഷ്യൂ, എനി റോഡ് ബ്ലോക്സ്, എനി ഓബ്സ്റ്റക്കിൾസ്, ദേ വുഡ് ഗിവ് പ്രോപ്പർ ഇമോഷണൽ സപ്പോർട്ട്. ഫൈൻ. നെക്സ്റ്റ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് പ്രോസസ്സ് എടുക്കും. ഒന്ന് കേസ് സ്റ്റഡി മെത്തഡ് ആവാം. നിങ്ങൾക്ക് തന്നെ ഇപ്പം നിങ്ങളുടെ കേസ് സ്റ്റഡി വരുന്നത് അത് റിയൽ ലൈഫ് ഒരു എക്സാമ്പിൾ ആവാം. റിയൽ ലൈഫായിട്ട് ഒരു ബിസിനസ് എങ്ങനെ ആ പ്രോബ്ലം ഫേസ് ചെയ്തു, ആ ചലഞ്ചസ് എന്തൊക്കെയാണ്, ആ പ്രോബ്ലം എങ്ങനെ വന്നു, ഇത് വേണമെങ്കിൽ നാളെ നിങ്ങളുടെ സ്ഥാപനത്തിനും വരാം ഈ ഒരു പ്രശ്നം. അപ്പോൾ അന്നേരം നിങ്ങൾ കേസ് സ്റ്റഡി മെത്തഡ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ആ സമയത്ത് എന്തോ ഡിസിഷൻ എടുത്തു, ക്വിക്ക് ഡിസിഷൻ ആയിരുന്നോ, വാട്ട് ഈസ് ദ പോസിബിൾ റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്, വാട്ട് ആർ ദ പോസിബിൾ സജഷൻസ്, എനി അതർ സജഷൻസ് നിങ്ങളുടെ ഭാഗത്തുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. സെക്കൻഡ് വൺ ഇസ് കോൾഡ് ഇൻസിഡൻറ്റ് മെത്തഡ്. ഇൻസിഡൻറ്റ് മെത്തഡ് എന്ന് വെച്ചാൽ നമ്മൾ എന്തുവാ, ഒരു റിയൽ ലൈഫ് നടന്നൊരു ഇൻസിഡൻറ്റ് നമ്മൾ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൽ നിന്ന് യു മേക്ക് യുവർ എംപ്ലോയേഴ്സ് തിങ്ക്, ഓക്കെ ഈ സമയത്തിന് പ്രോഡക്റ്റ് ഇറക്കാൻ പറ്റിയില്ല, അപ്പോൾ ക്ലയൻറ്റിനോട് എന്ത് പറയും, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ചലഞ്ചസ് ഓർ ഇഷ്യൂസ് യു ഫേസ്. ദിസ് ഈസ് കോൾഡ് റിയൽ ലൈഫ് സിറ്റുവേഷൻ, റിയൽ ലൈഫ് ഇൻസിഡൻറ്റ് മെത്തഡ്. തേർഡ് വൺ ബീങ് റോൾ പ്ലേ. ഇവിടെ ഒരു സിനാറിയോ തന്നിട്ട് നിങ്ങളോട് എനാക്ട് ചെയ്യാൻ പറയും. ഒരാൾ കസ്റ്റമറായിട്ട് അഭിനയിക്കാൻ, ഒരാൾ അവിടുത്തെ ഓർഗനൈസേഷൻ എംപ്ലോയി ആയിട്ട് അഭിനയിക്കാൻ. എന്നിട്ട് ആ ഒരു ഇൻട്രാക്ഷൻ രീതിക്ക് ബേസിസിൽ നിങ്ങൾക്ക് പഠിക്കാം, ഓക്കെ ഈ ഒരു പ്രശ്നം വരുവാണെങ്കിൽ ഹൗ ടു ഡീൽ വിത്ത് ദാറ്റ് പ്രോബ്ലം. ഫൈൻ. നെക്സ്റ്റ് വൺ യു ഹാവ് ഇൻ ബാസ്കറ്റ് മെത്തേഡ്. ഇൻ ബാസ്കറ്റ് മെത്തേഡ് നമ്മൾ എന്തോ ചെയ്യുന്നു, നമ്മൾ കുറച്ച് ആക്ടിവിറ്റീസ് നമ്മൾ എന്തോ ചെയ്യേണ്ടി, നമ്മളുടെ കമ്പനിയുടെ പ്രോഡക്ട്സ് പറ്റി നമ്മളൊരു ഇമാജിനറി ഒരു സിനാറിയോ കൊടുക്കുന്നു. ഫൈൻ. ഒരു ഇമാജിനറി സിനാറിയോ കൊടുത്തിട്ട് നമ്മൾ അതിൽ വർക്ക് അപ്പ് ചെയ്യാൻ പറയുന്നു. അതായത് യു ഡു ദാറ്റ് ജോബ്, you have an imaginary company, you give an idea what are the different works to be done, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്ട്സ് എന്തുവാ, അത് ബേസിസിൽ നമ്മൾ ടാസ്ക് ചെയ്യുന്നു. അത് നിങ്ങൾക്ക് വേറെ ആൾക്കാർ വഴി ഡെലിഗേറ്റ് ചെയ്ത് നിങ്ങൾ അത് ചെയ്ത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, വാട്ട് ഇസ് ദ വർക്കിംഗ് പ്രോസസ് ബിഹൈൻഡ് ദിസ്, വാട്ട് കുഡ് ബി ദ പോസിബിൾ വർക്കിംഗ് പ്രോസസ്. ഇതാണ് ഇൻ ബാസ്കറ്റ് മെത്തേഡ്. ഫിഫ്ത്ത് വൺ ബീങ് ബിസിനസ് ഗെയിം. ബിസിനസ് ഗെയിം വേറൊന്നുമില്ല, ദ സെയിം വേ ഇമാജിനറി ഓർഗനൈസേഷൻ ഇമാജിനറി സിനാറിയോ ആണ്. യു വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് പ്രോസസ്. നിങ്ങളോട് ചിലപ്പം പറയുമായിരിക്കും, ഒരു സാമ്പിൾ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് ഒന്ന് ചെയ്ത് ഒരു 2 ജോബ് പൊസിഷൻ ഉണ്ട്, ഇമാജിൻ യു ആർ ഇന്റർവ്യൂയിങ് സം സർട്ടൺ സെറ്റ് ഓഫ് പീപ്പിൾ, ഓൺ വാട്ട് ബേസിസ് വിൽ യു സെലക്ട് ദം. ഇങ്ങനത്തെ പല ബിസിനസ് ഗെയിം നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ മാർക്കറ്റിംഗ് ആവാം, HR ആവാം, ഫിനാൻസ് ആവാം. നെക്സ്റ്റ് വൺ ബീങ് അറ്റൻഡിങ് സം സോർട്ട് ഓഫ് എ ലെക്ചർ പ്രോസസ്. ലെക്ചർ പ്രോസസ് നമ്മൾ ഒരാൾ സ്റ്റേജിൽ നിന്ന് ബാക്കിയുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പറയും. ഇറ്റ് ക്യാൻ ബി യൂസിങ് എനി നോട്ട്സ് ഓർ എനി ഷോർട്ട് PPTs വെച്ച് നമുക്ക് ഡിസ്പ്ലേ കാണിച്ച് പറയാൻ പറ്റും, ഓക്കെ ദിസ് ഇസ് ദ വേ ഓഫ് ഡൂയിങ് തിങ്സ്. ഓർ യു ടീച്ച്. ചില സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഒക്കെ നമുക്ക് ഓൺലൈനായിട്ട് ഇങ്ങനെയും കാണിക്കാം, ഇങ്ങനെ പ്രസൻറ്റ് ചെയ്തിട്ട് കാണിക്കാം, ഇന്ന ഓപ്ഷൻ വരുമ്പോൾ ഇന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഇത്ര ഇൻഫർമേഷൻ വരും. ഫൈൻ. നെക്സ്റ്റ് വാട്ട് യു കൻ ഡു ഇസ് ഡൂയിങ് കോൺഫറൻസിങ്. കോൺഫറൻസിംഗ് എന്ന് വെച്ചാൽ ഒരേ ആൾക്കാർ, ടീം മെനി ടു മെനി ആണ്. കോൺഫറൻസിങ് ഇറ്റ് ക്യാൻ ബി ത്രൂ ഓൺലൈൻ ഓർ ഓഫ്ലൈൻ. ഓൺലൈൻ ആണെങ്കിൽ ടെലികോൺഫറൻസിങ്, പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ഏരിയാസ്, ഫ്രം ഡിഫറെൻറ്റ് റീജിയൻസ് ക്യാൻ കണക്ട് ടുഗദർ ആൻഡ് ദേ ക്യാൻ ഗിവ് ദം പ്രോപ്പർ ട്രെയിനിങ്. ആൻഡ് എയ്ത്ത് വൺ ബീങ് സിമുലേഷൻ ട്രെയിനിങ്. ഇതൊരു ആർട്ടിഫിഷ്യൽ ടൈപ്പ് ട്രെയിനിങ് ആയിരിക്കും. ദിസ് ക്യാൻ ബി with the help of computers, sophisticated software ഉപയോഗിച്ചിട്ട്, AI ട്രെയിനിങ് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷീൻ ലേണിംഗ് പ്രോസസ്സ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു സാധനം ചെയ്താൽ എൻഡ് റിസൾട്ട് പ്രോഡക്റ്റ് ഇങ്ങനെ ഇരിക്കും. നമുക്ക് പ്രോട്ടോടൈപ്പിങ്ങിനൊക്കെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ് സിമുലേഷൻ ട്രെയിനിങ്. പ്രോഡക്റ്റ് ഇറക്കുണ്ടാവും, പ്രോഡക്റ്റ് ഇറക്കുന്ന മുമ്പേ തന്നെ നിങ്ങൾക്ക് 3D പ്രിന്റിങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ 3D പ്രിന്റിങ് വെച്ച് ആ മോഡൽ മനസ്സിലാക്കുക, ഓക്കെ ഇത്രയും ഡയമെൻഷൻസ് ഉണ്ടെങ്കിൽ ഈ സാധനത്തിന് ഇത്രയും വെയിറ്റ് വരത്തുള്ളൂ. യു ക്യാൻ യൂസ് വേരിയസ് സിമുലേഷൻ പ്രോഗ്രാംസ്. അപ്പോൾ നമ്മൾ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു, സെലക്ഷൻ കഴിഞ്ഞു, ഓറിയന്റേഷൻ കഴിഞ്ഞു, ട്രെയിനിങ് കൊടുത്തു, ഡെവലപ്മെന്റ് വേണ്ട ആൾക്കാർ ഡെവലപ്മെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് യു അനലൈസ് ദിയർ പെർഫോമൻസ്.
അവർ എത്രത്തോളം നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. പെർഫോമൻസ് മാനേജ്മെന്റ് ഇസ് എ കോർപ്പറേറ്റ് മാനേജ്മെന്റ് ടൂൾ ദാറ്റ് ഹെൽപ്സ് മാനേജേഴ്സ് ടു മോണിറ്റർ ആൻഡ് ഇവാലുവേറ്റ് എംപ്ലോയീസ് വർക്ക്. എന്തിനാ വെറുതെ ഇവാലുവേറ്റ് ചെയ്യേണ്ടേ? കമ്പനി അവർക്കൊരു കോസ്റ്റ് കൊടുക്കുന്നുണ്ടല്ലോ. അതുപോലെ നമ്മൾ അവരെ ഹയർ ചെയ്യുന്ന ഒരു കോസ്റ്റ്, ഒരു റിക്രൂട്ട്മെന്റ് കോസ്റ്റിന്റെ അത്രയും അവർ കവർ അപ്പ് ചെയ്യുന്നുണ്ടോ? റൈറ്റ്? യു ഗിവ് ആൻ എംപ്ലോയി എ സാലറി. Does he works? Does he meets your expectation? Point number 1. Next one. Does he meet your expectation? Does he works beyond your expectation? If he works beyond your expectation, definitely that person should be rewarded. Either a promotion or a financial incentive അല്ലെങ്കിൽ ഒരു ബോണസ് വെച്ചിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പറയുന്നു പെർഫോമൻസ് നല്ലതായിരുന്നു. ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നമ്മളൊരു വൺ ടൈം ഓക്കെ ഇവൻ എങ്ങനെ ഉണ്ടെന്ന് അല്ലെങ്കിൽ ഇവൾ എങ്ങനെ ഉണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യത്തില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫീഡ്ബാക്ക് പ്രോസസ്. നമ്മൾ മേ ബി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ് ക്യാൻ ബി വൺസ് ഇൻ എ ഇയർ or maybe 2 times in a year. മൾട്ടിപ്പിൾ പ്രോസസ് വെച്ച് യു ആർ ബീങ് മോണിറ്റർഡ്. നിങ്ങളുടെ വർക്ക് എങ്ങനെ ചെയ്യുന്നു, സമയത്തിനാണോ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത്, ഇസ് ദർ എനി കംപ്ലൈൻസ് ഓൺ ദ ക്ലയൻറ്റ് സൈഡ്, ഇസ് ദർ എനി കംപ്ലൈൻസ് ഫ്രോം യുവർ പിയേഴ്സ്, ഫ്രോം യുവർ മാനേജേഴ്സ്. നമ്മളിങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുന്നു. നമുക്ക് ഡിഫറെൻറ്റ് അപ്രൈസൽ പ്രോസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് കോൾഡ് യു എസ്റ്റാബ്ലിഷ് യുവർ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ്. പെർഫോമൻസ് എത്ര അച്ചീവ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഗോൾ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കുന്നു. എത്ര അച്ചീവ് ചെയ്യണം നമ്മൾ സെറ്റ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നമ്മളുടെ ISO ക്വാളിറ്റി മീറ്റ് ചെയ്യണം, നമ്മൾ ഇത്രയും പെർഫോമൻസ് മാനേജ്മെൻറ്റ് ടൂൾസ് ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഇത്രയും സെറ്റ് ചെയ്യണം നമ്മൾ പറയുന്നു. തേർഡ് വൺ, യു മെഷർ യുവർ ആക്ച്വൽ പെർഫോമൻസ്. എത്ര അച്ചീവ് ചെയ്തു, ആൾക്കാർ ഇപ്പോൾ ഇത്രയും വർക്ക് ചെയ്തു, ഇത്രയും അച്ചീവ് ചെയ്തു, എത്രയും കിട്ടി, അതാണ് നമ്മൾ പിന്നെ അടുത്ത പ്രോസസ്സ് ചെയ്യുന്നത്. നമ്മൾ കമ്പയർ ചെയ്യുന്നു അവർ ചെയ്ത വർക്കും നമ്മൾ സെറ്റ് ചെയ്ത ഗോൾ അനുസരിച്ച്, നമ്മൾ സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ് അവർ ചെയ്ത പെർഫോമൻസ് വെച്ച് നമ്മൾ ഗ്യാപ്പ് അനാലിസിസ് ചെയ്യുന്നു. ഫൈൻ, നമ്മൾ നോർമൽ ഗ്യാപ്പ് അനാലിസിസ് ചെയ്യുന്നു. ഗ്യാപ്പ് അനാലിസിസ് ചെയ്തിട്ട് സാറ്റിസ്ഫാക്ടറി ആവും, ഡിസാറ്റിസ്ഫാക്ടറി ആവും. സാറ്റിസ്ഫാക്ടറി ആണെങ്കിൽ അവർക്ക് ദേ ആർ എലിജിബിൾ ഫോർ അപ്രൈസൽ. അത് നമ്മൾ ഡ്യൂറിങ് അപ്രൈസൽ സമയത്ത് പറയും, നമ്മൾ ഇത്രയും ചെക്ക് ചെയ്ത സമയത്ത് നിങ്ങളുടെ പെർഫോമൻസ് കുറവായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ നന്നാക്കണം എന്ന് പറയും. കൂടുതലാണെങ്കിൽ എന്തോ യെസ്, ഞങ്ങൾ ഇത് കാരണം യു ആർ എലിമിനേറ്റിംഗ് എനി സോർട്ട് ഓഫ് ബയസ്. അവർ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യുന്നു, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അവർ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ഉണ്ടോ ഇല്ലയോ, വാട്ട് ഇസ് ദ ഹാർഡ് വർക്ക് ദേ ആർ ഡൂയിങ് ബിഹൈൻഡ് ഇറ്റ്, ബേസ്ഡ് ഓൺ വിച്ച് യു ഡിസ്കസ് യുവർ അപ്രൈസൽ വിത്ത് എംപ്ലോയി ആൻഡ് യു ഇംപ്ലിമെന്റ് ദ ആക്ഷൻ. നമ്മൾ സാധാരണ ഒരാൾക്ക് നമ്മൾ അപ്രൈസൽ കൊടുക്കുമ്പോഴും നമ്മൾ പറയും അത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കാൻ പറയും. കാരണം ദാറ്റ് വുഡ് അഫക്ട് ദ എൻറ്റയർ ടീംസ് മോട്ടിവേഷൻ. ഇവനെ ഇത്രയും വർക്ക് ചെയ്തിട്ട് ഇവന് എക്സ്ട്രാ ഇത്രയും കിട്ടി, ഞാൻ ഇത്ര വർക്ക് ചെയ്തിട്ട് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞൊരു ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ അവിടെ വരും. അതുകൊണ്ട് വി ടെൽ ദം ടു മേക്ക് ഇറ്റ് കോൺഫിഡൻഷ്യൽ ആൻഡ് യു ഇംപ്ലിമെന്റ് ഇറ്റ്. ഫൈൻ, ഓക്കെ. നമുക്ക് ഇനിയിപ്പം പെർഫോമൻസ് അപ്രൈസലിൽ നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡ് ഉണ്ട്, മോഡേൺ മെത്തേഡ് ഉണ്ട്. വിൽ സീ ഇൻ ടു ഫസ്റ്റ് വൺ, ട്രഡീഷണൽ മെത്തേഡ്. ട്രഡീഷണൽ ആദ്യം വരുന്നതാണ് കോൾഡ് റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ്. റേറ്റിംഗ് സ്കെയിൽ മെത്തേഡ് പറയുന്നത് നമ്മുടെ ലൈക്കഡ് സ്കെയിൽ മെത്തേഡ്. നമ്മൾ ഫ്രം എ സ്കെയിൽ ഓഫ് 1 to 10 നമ്മൾ ഒരു സർട്ടൺ ക്രൈറ്റീരിയ വെച്ച് മെഷർ ചെയ്യുന്നു 1 by 1. ഈച്ച് ഇൻഡിവിജ്വലി യു റേറ്റഡ് ഫ്രം എ സ്കെയിൽ ഓഫ് 1 to 10. സേ ഫോർ എക്സാമ്പിൾ എനിക്കൊരു കടയുണ്ട്, അപ്പോൾ എനിക്ക് എൻ്റെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് മാനേജ് ചെയ്യണം. അപ്പോൾ പെർഫോമൻസ് എങ്ങനെയൊക്കെ ഞാൻ നോക്കും, അവർ കൂടുതൽ കച്ചവടം ചെയ്യുന്നുണ്ടോ, ഒരു കസ്റ്റമർ എങ്ങനെയുണ്ട് ഇൻട്രാക്ഷൻ, ഹൗസ് ദെയർ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് കസ്റ്റമർ. 1 ബീങ് വെരി പുവർ, 10 ബീങ് എക്സലൻറ്റ്. അപ്പോൾ കസ്റ്റമർ റേറ്റ് ചെയ്യും ഹൗ ഇസ് ദെയർ ഇൻട്രാക്ഷൻ, അല്ലെങ്കിൽ എനിക്ക് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. 10 ആണെങ്കിൽ ഇറ്റ് ഇസ് എ ഗുഡ് പെർഫോമൻസ്, 1 ആണെങ്കിൽ വെരി പുവർ പെർഫോമൻസ്. ഇതെന്തിനാണ് നമ്മൾ വെക്കുന്നത്, ഇതെന്തിനാണ് നമ്മൾ വെക്കുന്നത്? പുവർ പെർഫോമൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുവർ ആറ്റിറ്റ്യൂഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? യു ക്യാൻ ഗിവ് ദം ട്രെയിനിങ്. ആദ്യം വാൺ ചെയ്ത് പറയാം, ട്രെയിനിങ് കൊടുക്കാം. എന്നിട്ടും ശരിയായില്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരെ നമുക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? ഇല്ലല്ലോ. യു ക്യാൻ ഡിസ്മിസ് സർട്ടൺ പീപ്പിൾ ആൻഡ് റിക്രൂട്ട് ന്യൂ ടൈപ്പ് ഓഫ് പീപ്പിൾ. ഫൈൻ. നെക്സ്റ്റ് ഇസ് കോൾഡ് what is called essay appraisal method. It's also called as free form method. ഇത് വെച്ചാൽ ഒരു എസ്സേ എഴുതി വെക്കും, ഒരു വലിയൊരു ഡിസ്ക്രിപ്റ്റീവ് ഒരു എസ്സേ ഒരു സുപ്പീരിയർ അവൻ്റെ എംപ്ലോയി പറ്റി എഴുതും. സേ ഫോർ എക്സാമ്പിൾ, ഐ എം എ മാനേജർ ആൻഡ് ഐ റൈറ്റ് അബൌട്ട് മൈ സബോർഡിനേറ്റ് എ ലോങ് എസ്സേ ആൻഡ് ദിസ് ഇസ് ഗിവൺ ടു ദ HR റേറ്റർ. അപ്പോൾ പല ബേസിസിലാണ് ഞാൻ എഴുതുന്നത്. On the basis of their attitude, perception, how their professional relationship with their co-workers and with superiors. Next, what is their job knowledge, skill, their potential. Next, understanding and knowledge about companies' policies and various program. ഗോൾ മനസ്സിലാക്കിയിട്ടാണോ പ്രവർത്തിക്കുന്നത്? പിന്നെ ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ലോങ് എസ്സേ ആണ്. ഓക്കെ, ഒരു HR ഇത് വായിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ടൈം പ്രോസസ്സാണ്, ഹൈലി സബ്ജക്റ്റീവ് ആണ്, ബയാസ്ഡ് ആവാം.
ഓക്കെ, എഴുതുന്ന എല്ലാം 100% ആവണമെന്നില്ല. ദാറ്റ്സ് വൈ സ്റ്റിൽ ദിസ് ഇസ് എ ട്രഡീഷണൽ. ഇത് ഇപ്പോഴൊന്നുമില്ല, ഇത് ഇപ്പോഴും ഒരു ട്രഡീഷണൽ മെത്തേഡാണ് എസ് എ അപ്രൈസൽ മെത്തേഡ്. തേർഡ് വൺ, യു ഹാവ് വാട്ട് ഇസ് കോൾഡ് റാങ്കിങ് മെത്തേഡ്. ഈ മെത്തേഡിൽ നമ്മൾ ഒരു എംപ്ലോയി വേറെ എംപ്ലോയി വെച്ച് കമ്പയർ ചെയ്ത് റാങ്ക് ചെയ്ത് വെക്കും. ഹീ ഈസ് ദ ബെസ്റ്റ്, ഷീ ഈസ് ദ വേസ്റ്റ്, ഹീ ഈസ് ഓക്കെ ആവറേജ്, ഷീ ഈസ് ആവറേജ് ഓക്കെ. ബേസസ് ഓൺ റാങ്കിങ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, ഓക്കെ ആരെ പിരിച്ചു വിടണം, ആർക്ക് പ്രൊമോഷൻ കൊടുക്കണം, ആർക്ക് കൂടുതൽ സാലറി കൊടുക്കണം, ബേസിസിൽ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദ മന്ത് ആരാണ്. നമ്മൾ അങ്ങനെ ബേസിസിലാണ് നമ്മൾ റാങ്കിങ് മെത്തേഡ് എന്ന് പറയുന്നത്. യു റാങ്ക് ആൻ എംപ്ലോയി വിത്ത് അതർ സിമിലർ എംപ്ലോയീസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് പെയർഡ് കമ്പാരിസൺ മെത്തേഡ്. ഇപ്പം റാങ്കിങ് മെത്തേഡ് കുറച്ചുകൂടെ എളുപ്പമാണ്. ബെസ്റ്റ് വേസ്റ്റ് ഒരു പർട്ടിക്കുലർ 5 പേരുണ്ടെങ്കിൽ 5 പേരെ ഒറ്റയടിക്ക് കമ്പയർ ചെയ്ത് നോക്കത്തുള്ളൂ റാങ്കിങ് മെത്തേഡ്. ഇപ്പോൾ പെയർഡ് കമ്പാരിസൺ ആണെങ്കിൽ you will check with respect to different criterias. Each person you will check with respect to different criterias. എങ്ങനെ ആയിരിക്കും? ഇതൊരു ഫോർമുല ബേസിസ് ആയിരിക്കും. ഇപ്പം സേ വി ഹാവ് 5 എംപ്ലോയീസ് എ ബി സി ഡി ഇ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കേസസ് നമ്മൾ എടുക്കും. വി ഡ്രോ എ ടേബിൾ, വി മാർക്ക്. ഇഫ് സേ എക്സാമ്പിൾ ഐ എം കമ്പയറിംഗ്, ദിസ് ഇസ് എംപ്ലോയീസ് റിലേറ്റഡ്, യു ആർ കമ്പയറിംഗ് വിത്ത് ദിസ് മച്ച് എംപ്ലോയീസ്. എ വിത്ത് എ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ബി വിത്ത് ബി കമ്പയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ദ സെയിം വേ അതാ അവിടെ ഗ്രേ കളർ കൊടുത്തേക്കുന്നത്. Say for example, you're comparing employee B with employee A. പോരാ, നെഗറ്റീവ്. You're comparing B with employee C. പോരാ, മൈനസ്. B with D. പോരാ, മൈനസ്. B with E. Yes, നല്ലതായിരിക്കും. He or she will be a better performer with respect with E. ബട്ട് ഇവിടെ നമ്മൾ നോക്കിക്കേ, നമ്മളിങ്ങനെ ഓരോ ഇൻഡിവിജ്വൽ ഓരോ ക്രൈറ്റീരിയ വെച്ച് ഇങ്ങനെ നോക്കുമ്പം ഏറ്റവും കൂടുതൽ പ്ലസ് എവിടെ കിട്ടുന്നത്, ഏറ്റവും കൂടുതൽ പോസിറ്റീവ് റാങ്കിങ് എവിടെ കിട്ടുന്നത്? ഫോർ എംപ്ലോയി സി, റൈറ്റ്? സോ എംപ്ലോയി സി വിൽ ബി റിവാർഡഡ് ദ ബെസ്റ്റ്. നമ്മൾ ഈ ഒരു ഫോമില ഉപയോഗിക്കുന്നത് n ഇൻറ്റു n-1/2. അത്രയും ഡിസിഷൻസ് എടുക്കും. n റെപ്രസെൻറ്റ്സ് ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയീസ് ബീങ് ഇവാലുവേറ്റഡ്. അപ്പോൾ ആ ബേസിസിൽ നമുക്കിവിടെ 5 പേരുണ്ടെങ്കിൽ നമുക്കൊരു 10 ഡിസിഷൻസ് എടുക്കും. 10 ഡിസിഷൻസ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് സിമ്പിൾ കിട്ടുന്ന ആരാണോ ഏറ്റവും കൂടുതൽ ഹൈ പെർഫോമൻസ് ചെയ്യുന്ന ആളാണ്. ഇത്രയും ഡീപ്പ് ഡീറ്റെയിൽ ചെയ്യണതാണ് paired comparison method. Ranking method, just you rank them on a basis of 5, 4, 3, 2, 1. On that basis 10 പേരാണെങ്കിൽ 10-1 റാങ്ക് ചെയ്തിട്ട് അതേ ബെസ്റ്റ് ആൾ എടുക്കുക. അതനുസരിച്ച് നമ്മൾ റിവാർഡ് ചെയ്യുന്നു. ഇതൊരു ഡീപ്പ് ടു ഡീറ്റെയിൽ പ്രോസസ് ആണ്. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് ക്രിട്ടിക്കൽ ഇൻസിഡൻറ്റ് മെത്തേഡ്. ഇവിടെ ഒരു ഒബ്സർവർ അല്ലെങ്കിൽ ഒരു സൂപ്പർവൈസർ, ഒരു മാനേജർ, ദേ മെയിൻറ്റെയിൻ എ ഡയറി ഓർ എൻ HR മെയിൻറ്റെയിൻസ് എ റെക്കോർഡ് വെയറിൻ ദേ മെൻഷൻ ഈ ഒരു പർട്ടിക്കുലർ പുതിയൊരു ചലഞ്ചിങ് സിറ്റുവേഷൻ വന്നപ്പോൾ നിങ്ങൾ എന്തോ ചെയ്തു. Did you run away from that? Did you ignore that? Did you try to implement new solutions? Solution പോട്ടെ, അത് ഫെയിലിയർ ആവാം, സക്സസ് ആവാം. അറ്റ്ലീസ്റ്റ് ഡിഡ് യു ടേക്ക് ആൻ ഇനീഷ്യേറ്റീവ് സ്റ്റെപ്പ്? ഡു യു ഹാവ് എ ലീഡർഷിപ്പ് ക്വാളിറ്റി? അപ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് തന്നാണ്, ഒരു ചലഞ്ചിങ് പൊസിഷൻ, ഒരു ചലഞ്ചിങ് ഒരു ടാസ്ക് വന്നാൽ ഹൗ ഡിഡ് യു ഡീൽ വിത്ത് ഇറ്റ്? നിങ്ങൾ കംപ്ലൈൻ ചെയ്തോ, നിങ്ങൾ ക്വിറ്റ് ചെയ്തോ, നിങ്ങൾ ഗിവ് അപ്പ് ചെയ്തോ? ആ ബേസിസിൽ അവരുടെ പെർഫോമൻസ് മാനേജ് ചെയ്യുന്നു. Next, what is called confidential reporting system. ഇവിടെ there is only an HR and there is only the manager involved. അവരുടെ എംപ്ലോയീസ് പറ്റി പറയുന്നത് അത് വേറെ ആരും ഷെയർ ചെയ്യത്തില്ല. ഇത് കൂടുതൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. യു അണ്ടർസ്റ്റാൻഡ് ഹൗ ആൾ ഒത്തിരി ആബ്സെൻറ്റീസ് എടുക്കുന്നുണ്ടോ, ക്യാരക്ടർ എങ്ങനെയുണ്ട്, വർക്ക് ചെയ്യുന്ന ക്വാളിറ്റി എങ്ങനെയുണ്ട്, ആ നോളജ് എങ്ങനെയുണ്ട്, പങ്ക്ച്വലാണോ, ഒത്തിരി ആബ്സെൻറ്റീസം, അത് അൺഓതറൈസ് ആബ്സെൻറ്റ്, ലീവ് വിത്തൗട്ട് പെർമിഷൻ എടുക്കുന്നുണ്ടോ, പിന്നെ ആളിനെ എപ്പോഴും മാനേജ് ചെയ്യണോ, അത് തന്നെ ചെയ്യാൻ പറ്റുമോ, സൂപ്പർവിഷൻ വേണോ വേണ്ടയോ, ഹൗ ഓണസ്റ്റ് ദാറ്റ് പേഴ്സൺ ഹി ഓർ ഷീ ഈസ്. ഇത് ബേസിസിൽ നമ്മളൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് അബൌട്ട് ആൻ എംപ്ലോയി വി സെൻഡ് ടു ദൻ HR. വേറെ ആരും അറിയാൻ പോകുന്നില്ല. 7th one being checklist method. നമുക്ക് ഓരോ സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് ഉണ്ട്. വി ചെക്ക് അബൌട്ട് ഈച്ച് എംപ്ലോയി. ആർ യു ആർ റെഗുലർ എംപ്ലോയി അബൌട്ട് എ പേഴ്സൺ? ഓക്കെ. വേറെ ബെനിഫിറ്റ് വല്ലതും കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഈ യെസ് ഓർ നോ ചോദ്യങ്ങൾ നമ്മൾ ടിക്ക് ചെയ്ത് പോകുന്നതാണ് ചെക്ക് ലിസ്റ്റ്. യു ഹാവ് എ സർട്ടൺ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്, സർട്ടൺ സെറ്റ് ഓഫ് ക്രൈറ്റീരിയാസ് ബേസ്ഡ് ഓൺ വിച്ച് യു ചെക്ക് ഓർ അൺചെക്ക്. ഇത് മീറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, അത് ബേസിൽ ഒരു ഫൈനൽ സ്കോർ കിട്ടിയിട്ട് അവരെ റാങ്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് വാട്ട് ഇസ് കോൾഡ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൽ നമുക്ക് വരുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ യു റേറ്റ് a single person based on certain characteristics, certain employees. ഇപ്പോൾ ഒരു certain employeesൽ നമുക്കിപ്പം ഫെയർ ആവാം, പുവർ ആവാം, ആവറേജ്, എക്സലൻറ്റ് ഓർ ഗുഡ്, based on certain criterias. It can be based on discipline,
അവൻ എങ്ങനെയുണ്ട്, അവൾ എങ്ങനെയുണ്ട്, ബേസ്ഡ് ഓൺ ടീം വർക്ക്, ബേസ്ഡ് ഓൺ ഹോണസ്റ്റി. ഇങ്ങനെ ഈ ഒരു ബേസിസിൽ നമുക്ക് വേണ്ടിയ ആൾക്കാരെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഫൈനൽ സ്കോർ കിട്ടും. You get final score and you evaluate. That is called graphic rating method. Next is called forced distribution method. Forced distribution method എന്ന് പറയുമ്പം an observer, അതായത് a supervisor is forced to evaluate his employees based on a bell-shaped curve. നമ്മൾ forced distribution നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ 100% skewness ആണ്. അതിൽ തന്നെ low performing കാണും. Those employees who are unsatisfactory. Some employees who do not meet your expectation. Some employees who are just right. അതായത് okay type of employees. Next, who serves above your expectations, and next person who are extremely outstanding. അപ്പോൾ ഇത് ചെയ്യുന്ന ഗുണം എന്തുവാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തുവാണ്, എത്രയും ആൾക്കാർക്കാണ് നമ്മൾ പ്രൊമോഷൻ കൊടുക്കേണ്ടത്, എത്ര ആൾക്കാർക്കാണ് നമുക്ക് ബോണസും ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് കൊടുക്കാൻ പറ്റുന്നത്, എത്ര ആൾക്കാരാണ് നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റുന്നത്, എത്ര ആൾക്കാരാണ് ട്രെയിനിങ് കൊടുത്തിട്ടും കാര്യമില്ല പിരിച്ചു വിടണം. ഓക്കെ, സോ സി ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തപ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടി അബൌട്ട് ദാറ്റ് എംപ്ലോയി. ആരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, ആർക്കൊക്കെ പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കണം, ആർക്കൊക്കെ ഫിനാൻഷ്യൽ അപ്പാർട്ട് ഫ്രം പെർഫോമൻസ് സാലറി ഹൈക്ക് അല്ലാതെ ഫിനാൻഷ്യൽ മോണിറ്ററി ബെനിഫിറ്റ്സ് കൊടുക്കണം, ആർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം, അങ്ങനെ ആരൊക്കെ പിരിച്ചു വിടണം. ഇതേപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡിൽ ഒരു ബെൽ ഷേപ്ഡ് കർവ് ആണ്. നമ്മൾ ഈ ഒരു ക്രൈറ്റീരിയ മാനേജ് ചെയ്യും. 10, 20, 40, 20 and 10 ഈ ഒരു ബേസിസിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് പുവർ ഫെയർ ആ രീതിക്ക് ബെൽ ഷേപ്പ് കർവ് വെച്ച് നമ്മൾ റാങ്ക് ചെയ്യുന്നു. ഫൈൻ. നെക്സ്റ്റ് വൺ ഈസ് വാട്ട് യു ഹാവ് കോൾഡ് ഫോഴ്സ് ചോയ്സ് മെത്തേഡ്. ഇതിൽ ഓൾറെഡി ഒരു സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ്സ് കാണും. ഓക്കെ, പ്രീ ഡിഫൈൻ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ യു ആർ ഫോഴ്സ് ടു ചൂസ് ഔട്ട് ഓഫ് ദാറ്റ്. ഒരു ലിമിറ്റഡ് സ്റ്റേറ്റ്മെന്റ്സേ ഉള്ളായിരിക്കും. അതിൽ നിന്ന് തന്നെ ആ ആൾ ഇതിൽ നിന്ന് എടുക്കണം. സേ ഫോർ എക്സാമ്പിൾ ഇങ്ങനൊരു ചോദ്യമുണ്ട് about an employee. He takes up challenges early, always comes up with new idea, leads and shows proper direction, understands the problem, provides variable alternative solutions. അപ്പോൾ നോക്കിക്കേ, ഇതിലൊന്നും നെഗറ്റീവ് ഒന്നും ഇല്ല. പക്ഷേ ഇതിൽ ഏത് ബെസ്റ്റ് ആയിട്ടാണ് ആ ഒരു നിങ്ങളുടെ എംപ്ലോയി ചെയ്യുന്ന ബേസിസിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് റേറ്റ് ചെയ്യണം. ചിലപ്പോൾ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരിക്കും, ഇതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാ ചെയ്യുന്നത് നിങ്ങളത് റേറ്റ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇത് വേണമെങ്കിൽ ഫുൾ പോസിറ്റീവ് ആവും അല്ലെങ്കിൽ ഫുൾ നെഗറ്റീവ് ആവും, പക്ഷേ നിങ്ങൾക്ക് ഒരെണ്ണം മാത്രം നിങ്ങൾക്ക് റേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് നമ്മൾ ഫോഴ്സ് ചോയ്സ് മെത്തേഡ് നമ്മൾ പറയുന്നത്. അടുത്ത ഫീൽഡ് റിവ്യൂ മെത്തേഡ് എന്ന് പറയുന്നത് എന്തുവാ, someone else comes and evaluates you. ഒരു ന്യൂട്രൽ ഒരു തേർഡ് പേഴ്സൺ വന്ന് ബയാസ് ഒക്കെ കളഞ്ഞ് ചെക്ക് ചെയ്യും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ ചിലപ്പം നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ചിലപ്പോൾ ഒരാഴ്ച ആ ആൾ കാണും. ഓക്കെ, നിങ്ങൾ അറിയാതെ പോലെ തന്നെ ദാറ്റ് പേഴ്സൺ വിൽ ബി നോട്ടീസിങ് വാട്ട് ടൈപ്പ് ഓഫ് ജോബ് യു ഡൂയിങ്, യുവർ ഇന്ററാക്ഷൻ വിത്ത് യുവർ ക്ലൈൻറ്റ്, ഇന്ററാക്ഷൻ വിത്ത് യുവർ സുപ്പീരിയേഴ്സ്, കോ വർക്കേഴ്സ്. ഇത് ചെക്ക് ചെയ്തിട്ട് ഓരോ ടൈം ഡ്യൂറേഷൻ 6 months ആവാം, 1 month ആവാം, അത് മനസ്സിലാക്കിയിട്ട് ന്യൂട്രലായിട്ടൊരു ഒപ്പീനിയൻ കൊടുക്കുക. അതാകുമ്പോൾ ബയാസ് ഒന്നുമില്ല. നെക്സ്റ്റ് കമ്മിങ് ടു modern methods of performance appraisal. Here you have what is called BAS, behavioral anchored rating scale. You have MBO, management by objective. You have 360-degree feedback, 720-degree feedback, and human resource accounting method. It's also called as cost accounting method. Same, human resource accounting method. Then you have assessment center, psychological analysis. Coming to the first one, what is called behavioral anchored rating scale system. It's called BAS. ഇവിടെ അവരുടെ പെർഫോമൻസും സ്പെസിഫിക് ബിഹേവിയർ അനുസരിച്ച് നമ്മൾ മാനേജ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ പെർഫോമൻസ് എന്നിട്ട് അവരുടെ ബിഹേവിയർ വെച്ചിട്ട് ഈ രണ്ട് ക്രൈറ്റീരിയ വെച്ചിട്ട് അവർ റാങ്ക് ചെയ്യുന്നു. അവർ ഗുഡ് ആണോ, എക്സലൻ്റ് ആണോ, സാറ്റിസ്ഫാക്ടറി ആണോ, ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണോ, എക്സലൻറ്റ് പെർഫോമൻസ് ആണോ. ഓക്കെ, അവരുടെ ബിഹേവിയർ വെച്ചിട്ടും അവരുടെ പെർഫോമൻസ് വെച്ച് ഈ രണ്ട് ഫാക്ടേഴ്സ് വെച്ച്, പെർഫോമൻസ് ആണെങ്കിൽ ഇത്രയും ഔട്ട്സ്റ്റാൻഡിങ് ആണോ, എക്സലൻ്റ് ആണോ, ഗുഡ് ആണോ, ആവറേജ് ആണോ, അൺസാറ്റിസ്ഫാക്ടറി പെർഫോമൻസ് ആണോ, ഈ പെർഫോമൻസും പിന്നെ ഈ ബിഹേവിയറും നോക്കും. ഇസ് ഇറ്റ് ഔട്ട്സ്റ്റാൻഡിങ്, എക്സലന്റ്, ഗുഡ്. ഈ രണ്ട് ബേസിസിൽ നമ്മൾ റാങ്ക് ചെയ്യുന്നതാണ്. ഇറ്റ് ഈസ് കോൾഡ് ബാസ്, ബിഹേവിയറൽ ആങ്കർഡ് റേറ്റിംഗ് സ്കെയിൽ സിസ്റ്റം. ഇറ്റ് കംസ് അണ്ടർ മോഡേൺ മെത്തേഡ്. സെക്കൻഡ് വൺ ഇസ് കോൾഡ് വാട്ട് ഇസ് കോൾഡ് MBO, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. ഇത് പറയുന്ന വേറൊന്നുമല്ല, ദർ ആർ സർട്ടൺ സെറ്റ്, നിങ്ങളൊരു കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ദർ ആർ സർട്ടൺ സെറ്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ക്രൈറ്റീരിയസ് വിച്ച് നീഡ് ടു ബി മീറ്റഡ് ബൈ യു. നിങ്ങളൊരു ജോബ് റോളിൽ നിങ്ങൾ അവരുടെ എക്സ്പെക്ടേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ മാനേജർ അല്ലെങ്കിൽ ടീമിൻ്റെ എക്സ്പെക്ടേഷൻ നിങ്ങളുടെ അടുത്ത് പറയും, നിങ്ങൾ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും തിരിച്ച് പറയുന്നു. യു ഷെയർ യുവർ ഓൺ തോട്ട്സ് ആൻഡ് ഐഡിയാസ്
നിങ്ങൾ തമ്മിൽ ഒരു മ്യൂച്വലി റിയലിസ്റ്റിക് ഗോൾസ് പറയുന്നു, അത് ആക്സെപ്റ്റ് ചെയ്യുന്നു, എൻകറേജും ചെയ്യുന്നു. യു വിൽ അച്ചീവ് ഇറ്റ്. അച്ചീവ് ചെയ്താൽ ഇത്രയും ഗോള് നിങ്ങൾക്ക് ഇത്രയും റിവാർഡ് കിട്ടും. ഓക്കെ, ഇത് ചെയ്യുന്ന പർപ്പസ് എന്തിനാ? ടു ഹാവ് എ ക്ലാരിറ്റി. അല്ലെങ്കിൽ എന്തുവാ, വർക്ക് എന്തുവാന്നൊരു ഐഡിയയും ഇല്ല, മാനേജർ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല, യു വിൽ ബി ഹാവിങ് അൺറിയലിസ്റ്റിക് ഗോൾ എക്സ്പെക്ടേഷൻ, അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ അബൌട്ട് ദറ്റ് ഓപ്പോസിറ്റ് പേഴ്സൺ. ദിസ് വിൽ ലീഡ് ടു എ മേജർ ക്ലാഷ് ആൻഡ് ഈഗോ. ഫൈനലി ആർക്കാണ് നഷ്ടം? ഓർഗനൈസേഷനാണ് നഷ്ടം. ഇത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോപ്പർ ഇൻഡക്ഷൻ പ്രോഗ്രാം ചെയ്തിട്ട് MBO ചെയ്യുന്നത്, മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യേണ്ടി, എന്തൊക്കെ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ടി എന്ന് മാനേജർ വ്യക്തമായി പറയുന്നു. ഈ ആൾ അതുപോലെ മനസ്സിലാക്കി എല്ലാം ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടാക്കുന്നു. ഓക്കെ, ഇത്രയും നമ്മൾ അച്ചീവ് ചെയ്യുന്നു, ഒരു മ്യൂച്വലി ഒരു ആക്സെപ്റ്റബിൾ റിയലിസ്റ്റിക് ആയിട്ട് ഗോൾസ് കൊടുത്തിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. വി വിൽ അച്ചീവ് ദിസ് ടു ഗെറ്റ് എ കോമൺ ഗോൾ. ഫൈൻ. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് 360-degree പെർഫോമൻസ് അപ്രൈസൽ. 360-degree എന്ന് വെച്ചാൽ ഇവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒരു HR എടുക്കുവാണെങ്കിൽ അത് നിങ്ങളുടെ സൂപ്പർവൈസർ, നിങ്ങളുടെ സീനിയർ സ്റ്റാഫിൽ നിന്നും, നിങ്ങളുടെ കൂടെ ഉള്ള സ്റ്റാഫ്, പിയേഴ്സിൽ നിന്നും, കോ വർക്കേഴ്സിൽ നിന്നും, കസ്റ്റമറുടെ നിന്ന് നമ്മൾ എടുക്കുന്ന ഫീഡ്ബാക്കാണ്. ഇതാണ് നമ്മൾ 360-degree പറയുന്നത്. ഇതിൽ നമുക്ക് ഇൻവോൾവ് ആവുന്ന സെൽഫാണ്. ഓക്കെ, സെൽഫ് ഫീഡ്ബാക്ക് വരും. സെൽഫായിട്ട് നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റി ഒരു അപ്രൈസൽ ഒരു ഗൂഗിൾ ഫോമിലോ അല്ലെങ്കിൽ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് ഇസ് വാട്ട് ഇസ് കോൾഡ് സൂപ്പർവൈസേഴ്സ് അപ്രൈസൽ, നിങ്ങളുടെ മാനേജറിൻ്റെ അപ്രൈസൽ. അബൌട്ട് യുവർ സെൽഫ്. സബോർഡിനേറ്റ്സ് അപ്രൈസൽ, നിങ്ങൾ പറ്റിയുള്ള ധാരണ നിങ്ങളുടെ ജൂനിയേഴ്സ് പറ്റി. നെക്സ്റ്റ് പിയർ അപ്രൈസൽ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ, കോ വർക്കേഴ്സിൻ്റെ അപ്രൈസൽ പ്രോസസ്. അബൌട്ട് യുവർ സെൽഫ്, അബൌട്ട് യു. ഓക്കെ, ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിരിക്കും HR എടുക്കുക. അല്ലാതെ ഞാൻ ഇവനെ പറ്റി നെഗറ്റീവ് ഇടുന്നത് അങ്ങനെയല്ല. ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷൻ ആയിരിക്കും ഒരു HR എടുക്കുന്നത് വൈൽ ടേക്കിംഗ് എ 360-degree പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ് വാട്ട് ഇസ് കോൾഡ് 720-degree പെർഫോമൻസ് അപ്രൈസൽ. 720-degree എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്രയും ആൾക്കാരുടെ കൂടെ തന്നെ യു വുഡ് ബി ഗെറ്റിംഗ് മെനി പീപ്പിൾസ് ഒപ്പീനിയൻ. നിങ്ങളുടെ സപ്ലയേഴ്സ്, നിങ്ങളുടെ വെൻഡേഴ്സ്, ഓക്കെ, നിങ്ങളുടെ ടോപ്പ് ഇൻവെസ്റ്റേഴ്സ്, പല ആൾക്കാരുടെ നിന്ന്, വലിയ ആൾക്കാരുടെ നിന്ന്, ഒത്തിരി ആൾക്കാരുടെ നിന്ന് നിങ്ങളെപ്പറ്റി നിങ്ങളുടെ ഒപ്പീനിയൻ എടുക്കുന്നു. 720-degree ഫീഡ്ബാക്ക് അപ്രൈസൽ പ്രോസസ്സാണിത്. ഇത് ചെയ്യുന്ന ഒരു ടൈം എടുക്കുന്നതാണ്. ഇതൊരു 2 rounds ചെയ്യുന്നത്. ഇപ്പോൾ ഇറ്റ് പ്രൊവൈഡ്സ് എൻ ഓൾറൗണ്ടർ അസസ്മെൻറ്റ് ഓഫ് ഹിസ് ഓർ ഹെർ ജോബ് പെർഫോമൻസ്. 2 rounds ഓഫ് ഫീഡ്ബാക്ക് ഉണ്ട്. അതിന് പ്രീ ഉണ്ട്, പോസ്റ്റ് ഉണ്ട്. കാരണം എന്തുവാ, ദിസ് ഇസ് കോൾഡ് 720, നോട്ട് 360. 360 ആണെങ്കിൽ ഇത് ഇത്രയും ആൾക്കാരുടെ മതി. പക്ഷേ 720 ആണെങ്കിൽ നാട്ടുകാരും എല്ലാവരുടെയും വേണം, ആ ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും വേണം. ഓക്കെ, സോ ദിസ് ഇസ് ഡൺ ഫോർ എ ടൈം പീരീഡ് ഓഫ് 12 months. ഒരു ടൈം എടുത്തിട്ട്, ഒരു 1 year ടൈം എടുത്തിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. കാരണം ഓരോരുത്തരുടെ ഒപ്പീനിയൻ എടുത്ത് നമ്മൾ ഡോക്യുമെൻ്റ് ചെയ്യണം. ക്ലയൻറ്റ് എന്ത് പറയുന്നു, നിങ്ങളുടെ വെണ്ടർ എന്ത് പറയുന്നു, നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ്, നിങ്ങളുടെ ബാക്കി ബോർഡ് മെമ്പേഴ്സ് എന്തൊക്കെ നിങ്ങളെ പറ്റി പറയുന്നു, പ്ലസ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കോ വർക്കേഴ്സ് ആയാലും, മാനേജർ ആയാലും, നിങ്ങളുടെ പിയേഴ്സ് ആയാലും, നിങ്ങളുടെ സബോർഡിനേറ്റ്സ്, ഇതൊക്കെ ഇവരൊക്കെ എന്തോ നിങ്ങളെ പറ്റി പറയുന്നൊരു അപ്രൈസൽ പ്രോസസ്സാണ്. ഹൗ ഡു ദേ ഡിറ്റർമൈൻ ആൻഡ് ഇവാലുവേറ്റ് യു. ഇതാണ് 720-degree പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ് കമ്മിങ് ടു ഹ്യൂമൻ റിസോഴ്സ് അക്കൗണ്ടിങ് മെത്തേഡ്. ഇവിടെ നമ്മൾ നോക്കും ഓരോ ഹ്യൂമൻ. നമ്മളിപ്പം പണ്ടൊക്കെ ഹ്യൂമൻസ് ഒരു മെഷീനിൻ്റെ ഒരു വില പോലും കൊടുക്കത്തില്ല. മെഷീനായിരുന്നു ഇമ്പോർട്ടൻ്റ് ദാൻ മെൻ, പണ്ടത്തെ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. പിന്നെയാണ് നമ്മൾ വന്നത്, അതായത് ഹ്യൂമൻ റിസോഴ്സ് ഈസ് കൺസിഡർഡ് ടു ബി എൻ ഇമ്പോർട്ടൻറ്റ് വൈറ്റൽ റിസോഴ്സ്. ഓക്കെ, ഹ്യൂമൻസ് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. ഡിസിഷൻ മേക്കിംഗ് നടക്കുമോ? ഇല്ല, ഒരു കാര്യം നടക്കത്തില്ല. അതുകൊണ്ട് ദേ ആർ ബീങ് ഇൻവോൾവ്, ദേ ആർ ബീങ് കൺസിഡർഡ് ആസ് എ ക്യാപിറ്റൽ, ഹ്യൂമൻ റിസോഴ്സ് ക്യാപിറ്റൽ. അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് നമ്മൾ പറയുന്നത് വെച്ചാൽ ഹൗ മച്ച് ദേ ആർ കോൺട്രിബ്യൂട്ടിങ്. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരാളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നു. ഈ റിക്രൂട്ട്മെൻറ്റ് ഒരു കോസ്റ്റ് ഇല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇന്റേണൽ ആണെങ്കിൽ ലാഭം, എക്സ്റ്റേണൽ ആണെങ്കിൽ കൂടുതൽ കോസ്റ്റ്. സേ ഫോർ എക്സാമ്പിൾ ഐ ഹയർഡ് എ കാൻഡിഡേറ്റ്. അപ്പോൾ വാട്ട് ഇസ് മൈ amount of money spent for that candidate to recruit that person? 1, ഞാൻ അവനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്തു. 2, ഞാൻ അവർക്ക് ട്രെയിനിങ് കൊടുത്തു. റിക്രൂട്ട്മെൻറ്റ് മാത്രമല്ല, ട്രെയിനിങ് കൊടുത്തു. പിന്നെ എന്തെങ്കിലും കോമ്പൻസേഷൻ, മെഡിക്കൽ എന്തെങ്കിലും എമർജൻസി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അതും കൊടുക്കും. ഓക്കെ, ഇത് മാത്രം കൊടുത്തിട്ട് ഞാൻ ഇവാലുവേറ്റ് ചെയ്യും. ഇവൻ്റെ പ്രൊഡക്ഷൻ വെച്ച്, ഇവൻ്റെ പെർഫോമൻസ് വെച്ച്, ഇവൻ്റെ കോൺട്രിബ്യൂഷനെ നോക്കും. അതിൻ്റെ ഡിഫറൻസാണ് നമ്മൾ നോക്കുന്നത്. ദ കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഇൻക്ലൂഡിങ് ഓൾ എക്സ്പെൻസസ് ഇൻകർഡ് ഓൺ ദം, റൈറ്റ്? റിക്രൂട്ട്മെൻറ്റ് കോസ്റ്റ്, കോമ്പൻസേഷൻ കോസ്റ്റ്, ട്രെയിനിങ് കോസ്റ്റ്, ഇൻഡക്ഷൻ കോസ്റ്റ്, ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും വിത്ത് റെസ്പെക്ട് വിത്ത് ഹിസ് കോൺട്രിബ്യൂഷൻ, വിത്ത് ഹിസ് ഓർ ഹെർ കോൺട്രിബ്യൂഷൻ പെർഫോമൻസ് വെച്ച് നമ്മൾ ഡിഫറൻസ് കണ്ടുപിടിക്കും, റൈറ്റ്?
ആൻഡ് വി വിൽ സി ലാഭമാണോ ഈ കാൻഡിഡേറ്റിനെ ഹയർ ചെയ്ത ലാഭമാണോ നഷ്ടമാണോ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ കൊടുക്കും. ഇപ്പോൾ ലാഭമാണെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് റൈറ്റ് ടു ലാഭമാണെങ്കിൽ നമ്മൾ കൊടുക്കും. മറ്റാണെങ്കിൽ ദേ വുഡ് ബി ഡിഫറിങ് വിത്ത് ദ പെർഫോമൻസ് അപ്രൈസൽ. നെക്സ്റ്റ് സിക്സ്ത് വൺ ഇസ് വാട്ട് ഇസ് കോൾഡ് അസസ്മെന്റ് സെന്റർ. അസസ്മെന്റ് സെന്റർ വേറൊന്നുമല്ല, ഒരു സെറ്റ് ഓഫ് എംപ്ലോയീസ്, ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിനെ നമ്മൾ സിമുലേഷൻ വർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യു ടേക്ക് ദം ആൻഡ് യു പെർഫോം സർട്ടൺ ടാസ്ക്. നമ്മൾ നേരത്തെ പഠിച്ച പോലെ ചില ഇൻ്റർവ്യൂസ്, ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ ബാസ്ക്കറ്റ് എക്സസൈസ്, സൈക്കോമെട്രിക് ടെസ്റ്റ് ചെയ്യും, പ്രസൻറ്റേഷൻസ് ചെയ്യിപ്പിക്കും. ഇത് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് പാനൽ മെമ്പേഴ്സ്, HR സ്പെഷ്യലിസ്റ്റ് ആണ്, സൈക്കോളജി സ്പെഷ്യലിസ്റ്റ് ആണ്, സീനിയർ മാനേജേഴ്സ് അല്ലെങ്കിൽ സബ്ജക്ട് എക്സ്പേർട്സ് ആണ്. ഇത് ബേസിസിൽ നിങ്ങൾ അസസ് ചെയ്യുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് അപ്രൈസൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്. ദേ ടേക്ക് എ കളക്റ്റീവ് ഐഡിയ. നിങ്ങൾക്കൊരു ടാസ്ക് ഇതുപോലെ തന്നിട്ട് ദേ ഇവാലുവേറ്റ് യു ബേസ്ഡ് ഓൺ ഹൗ വെൽ യു ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് ദാറ്റ് സൊല്യൂഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് വാട്ട് ഇസ് കോൾഡ് സൈക്കോളജിക്കൽ അനാലിസിസ്. സൈക്കോളജിക്കൽ അനാലിസിസ് വേറൊന്നുമില്ല, നിങ്ങൾ പണ്ട് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇന്ന് എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇനി നാളെ എങ്ങനെ പെർഫോം ചെയ്യുമായിരിക്കും, ഈ ബേസിസിലാവാം. സേ ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു ഇൻസിഡൻറ്റ് വന്നപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പൊട്ടിത്തെറിച്ച് കാണുമായിരിക്കും, ദേഷ്യപ്പെട്ട് കാണും, ക്ലയൻറ്റിനോട് ഇല്ല ചെയ്യാൻ പറ്റത്തില്ല, ഇങ്ങനെയൊക്കെ തർക്കിച്ച് കാണിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ടഡ്, ദാറ്റ് ഈസ് റെക്കോർഡഡ്, ആസ് വെൽ ആസ് if it is not properly controlled or if you're not given proper counseling or training, there is a possibility this employee can repeat that same mistake. ഇല്ലേ, നാളെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൺട്രോൾഡ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവനെ കൗൺസിൽ ചെയ്തിട്ടില്ലെങ്കിൽ there would be a chance that he or she can repeat the same mistake in the future. End of the day ഓർഗനൈസേഷൻ്റെ റെപ്യൂട്ടേഷൻ എഫക്റ്റ് ആവുന്നത്. അപ്പോൾ യു അണ്ടർസ്റ്റാൻഡ്, യു ഡു സർട്ടൺ സെറ്റ് ഓഫ് സൈക്കോളജിസ്റ്റ് വന്ന്, ഒരു പ്രൊഫഷണൽ ഒരു ക്വാളിഫൈഡ് സൈക്കോളജിസ്റ്റ് വന്നിട്ട് വേരിയസ് സൈക്കോളജിക്കൽ ടെസ്റ്റ് അല്ലെങ്കിൽ ഡീപ്പ് കോൺവെർസേഷൻസ് നടത്തും. ദേ അനലൈസ് their cognitive, their thinking ability, their EQ and IQ, പേഴ്സണാലിറ്റി ട്രേറ്റ്സ് മനസ്സിലാക്കിയിട്ട് they give a feedback about that person. Okay, this person ഭാവിയിൽ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഒരു ത്രെട്ട് ആവാം, അല്ലെങ്കിൽ this person is fine, this person is okay എന്ന് ഒരു സൈക്കോളജിസ്റ്റിന് കൊടുക്കാൻ പറ്റും, ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ പറ്റും. ദിസ് ഈസ് കോൾഡ് ഡിഫറെൻറ്റ് ടെക്നിക്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. നമുക്ക് ട്രഡീഷണൽ ആൻഡ് മോഡേൺ ടെക്നിക്സ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇസ് വാട്ട് യു ഹാവ് ഇസ് കോൾഡ് കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ നമ്മൾ പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ റിവാർഡ് ദാറ്റ് എൻ എംപ്ലോയി റിസീവ്സ് ഇൻ റിട്ടേൺ ഫോർ ദ വർക്ക് ദേ ഡു ഓർ സർവീസ് ഡൺ ടു ദം ടു ദ ഓർഗനൈസേഷൻ. റൈറ്റ്, അവരിപ്പം വർക്ക് ചെയ്തു നിങ്ങൾക്ക് വേണ്ടി, നോ വൺ ഇസ് വർക്കിംഗ് ഫോർ ഫ്രീ, യു ഡോണ്ട് ഗെറ്റ് എനിത്തിങ് ഫ്രീ ഫോർ നൗ. അതുകൊണ്ട് വാട്ട് ഡു ദേ ഗീവ് ദം റിവാർഡ്സ് ഓർ കോമ്പൻസേഷൻ. അത് ഫിനാൻഷ്യൽ ആവാം, നോൺ ഫിനാൻഷ്യൽ വർക്ക് ആവാം. ദിസ് ഹെൽപ്സ് ഇൻ അക്വയറിങ് ക്വാളിഫൈഡ് ആൻഡ് സ്കിൽഡ് എംപ്ലോയീസ്. റൈറ്റ്, ഇപ്പം ജോയിൻ ചെയ്യുന്ന ആൾക്കാർ ഇതൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കി വരുന്നത്, എന്തൊക്കെ ഫെസിലിറ്റി, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ തരുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് യു ടു റീറ്റെയിൻ യുവർ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്. യു കംപ്ലൈ ത്രൂ യുവർ ഓൾ ലീഗൽ റെഗുലേഷൻസ്. ദെൻ മെയിൻറ്റെയിൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ എന്താ? ഫെയർനെസ് ആണ്. നിങ്ങൾ ഇന്റേണൽ ആയിട്ടായാലും എക്സ്റ്റേണൽ ആയിട്ടായാലും യു മേക്ക് ഷുവർ യു ഗിവ് പ്രോപ്പർ പേയ്മെന്റ്. നമ്മൾ ഇന്റേണൽ ഇക്വിറ്റി പറയുന്നത് എന്തുവാണ്? എക്സിസ്റ്റിംഗ് ആൾക്കാർ, ഇപ്പം യു ഹാവ് എ പേഴ്സൺ എ ആൻഡ് എ പേഴ്സൺ ബി. പേഴ്സൺ എക്കും കൊടുക്കുന്ന സാലറിയും പേഴ്സൺ ബിക്ക് കൊടുക്കുന്ന റിവാർഡ് രണ്ടുപേര് തമ്മിൽ ഈക്വൽ ആവണം. റൈറ്റ്, there should be fairness, some sort of a fairness between your current employees working for the same company or for the same job. സെയിം ജോബ് ആവണം കേട്ടോ. യു കനോട്ട് കമ്പയർ ഡിഫറെൻറ്റ് പെർഫോമൻസ്. അതായത് ഒരു സീനിയറും ജൂനിയറും നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരേ ടൈപ്പ് വർക്ക് ചെയ്യുന്ന ആൾക്ക് രണ്ട് ടൈപ്പ് സാലറി പറ്റത്തില്ല. ഒരേ ടൈപ്പ് ജോലി ചെയ്യുന്ന ആൾക്ക് ഒരേ ടൈപ്പ് സാലറി വേണം. മനസ്സിലായോ? ദിസ് ഈസ് കോൾഡ് വാട്ട് ഇസ് കോൾഡ് ഇന്റേണൽ ഇക്വിറ്റി. എക്സ്റ്റേണൽ ഇക്വിറ്റി നമ്മൾ പറയുന്നത് എന്തുവാ? യു കമ്പയർ യുവർ job salary or rewards with respect with another company, right? Another similar company ആവണം. വേറെ നമ്മൾ പറയത്തില്ല അക്കോർഡിംഗ് ടു മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും നിങ്ങളുടെ സാലറി കൊടുക്കുന്നത്. ആ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ് HR അന്വേഷിച്ചിട്ട് വേണം കോമ്പൻസേഷൻ കൊടുക്കാൻ. അല്ലാതെ ഒരു 5 വർഷം മുമ്പേ 1000 രൂപയുടെ വില അല്ലല്ലോ ഇപ്പോഴത്തെ 1000 രൂപയുടെ വില എന്ന് പറയുന്ന പോലെ യു മീറ്റ് യുവർ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സ്. നിങ്ങളുടെ കോമ്പറ്റീറ്ററായ വേറൊരു കമ്പനി ചിലപ്പം അവർക്ക് ബോണസ് ഇത്ര രൂപ ആയിരിക്കും തരുന്നത്, അല്ലെങ്കിൽ അവരുടെ സാലറി കൂട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ഇപ്പം ഒരു 5 ഇയേഴ്സ് വർക്ക് ചെയ്യുന്ന ഒരാൾ അല്ലെങ്കിൽ പോട്ടെ ഒരു ഫ്രഷറായിട്ട് ഒരാൾക്ക് ഇത്രയും ശമ്പളം കിട്ടുന്നുണ്ടെങ്കിൽ ദെൻ യു ഷുഡ് ബി ഓൾസോ ബി എലിജിബിൾ ടു ഡു ദാറ്റ്. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? നിങ്ങളുടെ ഈ ഫ്രഷർ കാൻഡിഡേറ്റ്സ് അങ്ങോട്ട് പോകും. ദേ മൈ നോട്ട് ആക്സെപ്റ്റ് യുവർ ഓഫർ. ദേ വുഡ് സെർച്ച് ഡെഫിനറ്റ്ലി ഏറ്റവും കൂടുതൽ ശമ്പളം ഇവിടെ നോർമൽ ഹ്യൂമൻ സൈക്കോളജി വെച്ചിട്ട് അവർ അങ്ങോട്ട് പോകും.
Then കോമ്പൻസേഷൻ ഉപയോഗിച്ചിട്ട് യു ക്യാൻ ഹെൽപ്പ് ടു കൺട്രോൾ യുവർ കോസ്റ്റ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ ഓവർ പേയ്മെൻറ്റും ചെയ്യുന്നില്ല, വളരെ കുറച്ച് പേയ്മെൻറ്റ് ചെയ്യുന്നുമില്ല. യു മേക്ക് ഷുവർ സം പ്രോസസ്സസ് ദർ ടു കൺട്രോൾ യുവർ കോസ്റ്റ്. കോമ്പൻസേഷൻ നമുക്ക് രണ്ട് രീതിക്കുണ്ട്, ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് കോമ്പൻസേഷൻ ഉണ്ട്. നമ്മൾ ഡയറക്റ്റ് കോമ്പൻസേഷൻ ആണ് നമ്മൾ ഫിനാൻഷ്യൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ഇൻവോൾവ്സ് ബോത്ത് ഫിനാൻഷ്യൽ ആസ് വെൽ ആസ് നോൺ ഫിനാൻഷ്യൽ, മോണിറ്ററി ആൻഡ് നോൺ മോണിറ്ററി. കമ്മിങ് ടു ഡയറക്റ്റ് കോമ്പൻസേഷൻ, മോണിറ്ററി ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നെങ്കിൽ നമുക്ക് അവർ അവർലി വേജസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വേജസ് ഉപയോഗിക്കുന്ന ടേം എവിടെ? ഫാക്ടറിയിൽ, റൈറ്റ്? ഫോർ സ്കിൽഡ്, അൺസ്കിൽഡ് ഓർ സെമി സ്കിൽഡ് പീപ്പിൾ. ദിസ് ക്യാൻ ബി ഐദർ ഗിവൺ ഫോർ കോൺട്രാക്ട് പീപ്പിൾ ഓൾസോ, ഓർ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്ക് അവർലി ബേസിസ് നമ്മൾ ശമ്പളം കൊടുക്കുന്നു, നമ്മൾ വേജസ് കൊടുക്കുന്നു, റൈറ്റ്? സെക്കൻഡ് വൺ, യു ക്യാൻ ഗിവ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് സാലറി. സാലറി നമ്മൾ എന്താ, ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അല്ലാതെ ഇന്റേൺസ് അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ല, കോൺട്രാക്ട് ആയിട്ടല്ല, ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ സ്കിൽഡ് എംപ്ലോയീസിനാണ് നമ്മൾ പറയുന്നത് നമ്മൾ സാലറി കൊടുക്കുന്നു ഓൺ എ ഫുൾ ടൈം ബേസിസ്, റൈറ്റ്? ദേ വുഡ് ഗെറ്റ് ഓൺ എ മന്ത്ലി ബേസിസ് ദർ ഇയർലി ആനുവൽ CTC, ആനുവൽ സാലറി. നെക്സ്റ്റ് ഓൺ ബീങ് കമ്മീഷൻ. നിങ്ങൾ ഇത്രയും ഒരു പെർസെൻറ്റേജ് ഓഫ് പ്രോഡക്ട്സ് നമ്മൾ വിറ്റാൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ഒരു എഫേർട്ട് കൂടുതൽ, അതൊരു മാർക്കറ്റിംഗ് സെയിൽസ് ജോബിനാണ്. യു ഡു സർട്ടൺ എമൗണ്ട് ഓഫ് സെയിൽസ് ഡൺ, അതനുസരിച്ച് ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും. ആൻഡ് ഫോർത്ത് വൺ ബീങ് ബോണസ്. ഇത് യൂഷ്വലി ബോണസ് എപ്പോഴാണ്? നമുക്കൊരു ഫെസ്റ്റീവ് സീസൺ ആകുമ്പം, ഒരു ഓണം അല്ലെങ്കിൽ ദിവാളി സമയം, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് ഒരു ഇയർ എൻഡ് പ്രോസസ് ആകുമ്പം കമ്പനിക്ക് ഒത്തിരി ലാഭം കിട്ടുവാണെങ്കിൽ യു വുഡ് ബി എലിജിബിൾ ഫോർ ഗെറ്റിംഗ് ബോണസ്. ഇത് ആനുവലി, ക്വാർട്ടർലി അല്ലെങ്കിൽ ഒരു ഇയർ എൻഡ് ആകുമ്പോൾ അവർ ചെയ്യുന്നതായിരിക്കും. അപ്പം അത്ര നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യലാണ്. ഇൻഡയറക്റ്റ് എന്ന് വെച്ചാൽ രണ്ടും ആവാം, ഫിനാൻഷ്യൽ ആവാം, നോൺ ഫിനാൻഷ്യൽ ആവാം, അതായത് മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം. ഫസ്റ്റ് വൺ നമ്മൾ കാണുന്നത് വെച്ചാൽ ഇറ്റ്സ് കോൾഡ് ഇക്വിറ്റി പാക്കേജ്. ഇക്വിറ്റി പാക്കേജ് നമ്മൾ പറയുന്നത് എന്തുവാണ്? നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ ഓണർഷിപ്പ്, ഇക്വിറ്റി ആ കമ്പനിയിൽ ഒന്നെങ്കിൽ ഷെയർ മേടിച്ചിടാം, ഓക്കെ? ഒന്നെങ്കിൽ യു ഹാവ് ദ ഓപ്ഷൻ ടു ബൈ ഷെയർ, അല്ലെങ്കിൽ സ്റ്റോക്ക് മേടിക്കാം. ഇത്രയും നിങ്ങൾക്കൊരു പെർസെൻറ്റേജ് സ്റ്റോക്ക് ഷെയർ മേടിക്കുവാണെങ്കിൽ ബെനിഫിറ്റ് എന്തുവാ? അവർക്ക് ഓൾറെഡി നിങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് പോലത്തെ ഒരു കമ്പനിക്ക് ഇതൊക്കെ ലാഭമാണ്. അത് ഭാവിയാകുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി പ്രോഫിറ്റബിൾ ഫോർ യു, ബട്ട് ദ കമ്പനി ക്യാൻ റൺ ഓൺ എ സ്മൂത്ത് ബേസിസ്. സെക്കൻഡ് വൺ, സ്റ്റോക്ക് മാത്രം മേടിക്കാൻ ഒരു ഓപ്ഷൻ, അതായത് എംപ്ലോയീസിന് ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് ഓഫ് ഷെയർസ് ഒരു ഫിക്സഡ് പ്രൈസിന്, ഒരു ഫിക്സഡ് ടൈം പീരീഡിന് മേടിക്കാൻ പറ്റുന്നതാണ് നമ്മൾ സ്റ്റോക്ക് ഓപ്ഷൻ പറയുന്നത്. ഇറ്റ് എനേബിൾസ് എംപ്ലോയീസ് ടു പർച്ചേസ് എ സെറ്റ് ഓഫ് നമ്പർ ഓഫ് ഷെയർസ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ആഫ്റ്റർ എ സർട്ടൺ പീരീഡ്. ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളൊരു എംപ്ലോയി, ഫ്രഷറായിട്ട് ഒരു എംപ്ലോയി വന്നിട്ട് നമ്മൾ സ്റ്റോക്ക് മേടിക്കുന്നു, അങ്ങനെയല്ല. You join a company, and when you become a senior of that company, say for example you work for 5 years or for 6 years, അങ്ങനെ ഒരു ടൈം പീരീഡ് ബേസിസിൽ you can get an option to buy stock. Next one being benefits. It can be various benefits such as maternity benefits ആവാം, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ആവാം, ഹെൽത്ത് കെയർ ബെനിഫിറ്റ്സ് ആവാം, ഇൻഷുറൻസ് ആവാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടും. Next one being non-financial compensation. Different type of non-financial compensation what you have. Paid time off. അതായത് ചില കമ്പനീസ് ഇൻസിസ്റ്റ് ചെയ്യും നിങ്ങൾ ലീവ് എടുക്കണം, ഓക്കെ? നിങ്ങൾക്ക് ലീവ് എടുക്കണം. അപ്പോൾ ആ സമയത്ത് പോലും നിങ്ങൾക്ക് പേയ്മെൻറ്റ് കിട്ടും. നിങ്ങളിപ്പോൾ നോർമൽ കാഷ്വൽ ലീവ് എടുത്താലും when you go for an organization you have different type of leave. For casual leave it is a leave that is entitled with payment, okay? നെക്സ്റ്റ് വൺ ബീങ് ഫ്ലെക്സിബിൾ വർക്ക് ഷെഡ്യൂൾസ്. നിങ്ങൾക്ക് ഇപ്പം ഇപ്പം കൂടുതൽ റിമോട്ട് ടൈപ്പ് വർക്ക് ആയതുകൊണ്ട് ജോബ് എപ്പോഴും ഒരു 9 to 5 അല്ല, ഇറ്റ് ഡിപ്പെൻസ്. മോർണിംഗ് ജോബ് ആവാം, ഷിഫ്റ്റ് ബേസിസ് ആവാം. നെക്സ്റ്റ് യു ക്യാൻ പ്രൊവൈഡ് ദം വിത്ത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, യു ക്യാൻ ഗിവ് ദം എ ട്രെയിനിങ് പ്രോഗ്രാം, യു ക്യാൻ എൻകറേജ് ദം ഈ സർട്ടിഫിക്കേഷൻ ചെയ്യണം, കമ്പനി അതിൻ്റെ കോസ്റ്റ് കൊടുക്കാം. ഈ ഒരു പെർട്ടിക്കുലർ ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യുക, സർട്ടിഫിക്കേഷൻ മേടിക്കുക, കമ്പനി വിൽ ബെയർ ദ എക്സ്പെൻസസ്. നെക്സ്റ്റ് വൺ യു ക്യാൻ അപ്ലൈ ഫോർ മെറ്റേണിറ്റി ഓർ പെറ്റേണൽ ലീവ്. മെറ്റേണിറ്റി ലീവ് പോലും ഫീമെയിൽ എംപ്ലോയീസ് ദേ ആർ എലിജിബിൾ ഫോർ സാലറി. യു നോ ദാറ്റ് they are eligible for 6 months salary. Currently they are eligible for 6 months salary. വർക്ക് ചെയ്യേണ്ട ലീവ് ഉണ്ട്. പെറ്റേണൽ ലീവും കിട്ടും, ചില കമ്പനീസ് എൻകറേജ് ചെയ്യാറുണ്ട്. ഫോർ പേരൻസ് they would get a certain amount of leave. നെക്സ്റ്റ് യു കുഡ് ഐദർ ഗെറ്റ് ചൈൽഡ് കെയർ ബെനിഫിറ്റ്സ്. ചിലപ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ ആവാം, ചിലപ്പോൾ അവരുടെ മെഡിസിൻസോ അങ്ങനത്തെ ചില കാര്യത്തിന് നിങ്ങൾക്ക് ഡേ കെയർ അവർക്ക് ചില നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് കിട്ടും. ദേ മൈറ്റ് ബി ഹാവിങ് എ ടൈ അപ്പ് വിത്ത് സം ഇൻസ്റ്റിറ്റ്യൂട്ട്.
Next, you could use your organization's car if you have a car by the organization, or you can use your company's transport. നെക്സ്റ്റ് കമ്പനിയുടെ വേറെ റിസോഴ്സസ് ഉപയോഗിക്കാൻ പറ്റും. അവർ തന്നെ തരുന്ന ലാപ്ടോപ്പ് ആവാം, അവർ തന്നെ തരുന്ന ഇൻ്റർനെറ്റ്, ഫോൺ, ഇതൊക്കെ പ്രോസസ്സ് ആവാം. നെക്സ്റ്റ്, സം കമ്പനീസ് ഓഫർ ഫ്രീ മീൽസ് അറ്റ് വർക്ക്. ഫ്രീ മീൽസ്, ഗൂഗിൾ പോലത്തെ കമ്പനിയൊക്കെ ഫ്രീ ആയിട്ട് അവർ തന്നെ അവിടുന്ന് അവരുടെ കഫറ്റേരിയ തന്നെ കൊടുക്കുന്നുമുണ്ട്. ഇനി എംപ്ലോയി വെൽഫെയർ. വെൽഫെയർ ആണ് വേറൊന്നുമല്ല, ദ എഫേർട്സ് മെയ്ഡ് ബൈ ദ എംപ്ലോയർ to bring desired results by motivating and satisfying their employees. Always employees are not satisfied. You try to identify what is the reason why they are not being satisfied. Is it the work culture? Not only salary. Salary മാത്രം ഒരിക്കലും ഒരു പ്രശ്നം ആവത്തില്ല. Salary is just one, can be a possible reason, but salary is not always the reason. An organization should always treat an employee welfare measures as their investment rather than an expense. As a satisfied job personnel means an employee will always provide satisfying result in return. If your employees are happy, they make your clients happy. Okay, just remember that principle. You can provide them motivation. It helps in retaining such employees, increase productivity, നിങ്ങളുടെ കമ്പനിയുടെ റെപ്യൂട്ടേഷൻ കൂടും, പിന്നെ എംപ്ലോയർ എംപ്ലോയിയുടെ റിലേഷൻഷിപ്പും കൂടും. You have two types of employee welfare measures. You can give them either statutory measures or voluntary measures. Statutory measures പറയുന്നത് എന്തുവാ? നിങ്ങൾ എന്തായാലും ബൈ ലോ, ബൈ റൂൾസ് ആൻഡ് റെഗുലേഷൻ, നിയമപരമായിട്ട് നിങ്ങളത് കൊടുത്തിരിക്കണം. ഒന്നെങ്കിൽ ഫാക്ടറീസ് ആക്ട് പ്രകാരം, നമ്മൾ ഇന്ത്യൻ റെഗുലേഷൻ പ്രകാരം, കമ്പനീസ് ആക്ട് പ്രകാരം ദേ ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് ദോസ് ബെനിഫിറ്റ്സ്. അതാണ് സ്റ്റാറ്റ്യൂട്ടറി മെഷേഴ്സ്. വോളണ്ടറി മെഷേഴ്സ് എന്തുവാണ്? കമ്പനിയായിട്ട് കൊടുത്ത നല്ലത്, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല, കൊടുത്താൽ നല്ലത്. അത് നിയമപരമായിട്ട് എങ്ങും എഴുതിയിട്ടുമില്ല, നിങ്ങൾ ഇത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങും എഴുതിയിട്ടില്ല. ഇഫ് യു ഗിവ്, ദേ ആർ ഹാപ്പി, വെൽ ആൻഡ് ഗുഡ്, റൈറ്റ്? സ്റ്റാറ്റ്യൂട്ടറി മെഷേഴ്സ് നമ്മൾ കാണുന്ന എന്താണ്? ഫസ്റ്റ് യു ഹാവ് വർക്ക് അവേഴ്സ് ലിമിറ്റ്. You have working hours limit. You can set your time. നിങ്ങൾ ഇത്രയും സമയം തൊട്ട് ഇത്രയും സമയം വരെ വർക്ക് ചെയ്യാവൂ. നമ്മൾ കോമൺലി പറയുന്നതാണ് 9 to 5. ഒരു 9 to 5 ജോബിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമില്ല. യു ഹാവ് ഓൾറെഡി സെറ്റ് യുവർ ടൈം. നെക്സ്റ്റ് ഓൺ പ്രൊവൈഡിങ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റി. റിക്വയർഡ് ഹെൽത്ത്, ആദ്യത്തെ ഒരു കെയർ, ഹോസ്പിറ്റലിൽ പോകുന്ന മുമ്പ് ചില എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ യു ക്യാൻ പ്രൊവൈഡ്. നെക്സ്റ്റ് ഓൺ ക്യാൻറ്റീൻ ഫെസിലിറ്റി മസ്റ്റ് ആയിരിക്കണം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രീയും കൊടുക്കാം, അല്ലെങ്കിൽ പെയ്ഡ് ബേസിസിൽ, പക്ഷേ ദേ ഷുഡ് ബി എൻ ഓപ്ഷൻ ഫോർ ക്യാൻറ്റീൻ ഫെസിലിറ്റി. നെക്സ്റ്റ് വൺ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി എന്തായാലും ഇരിക്കണം. അതിപ്പോൾ വാട്ടർ ക്യാൻ ആയാലും വാട്ടർ ഇറ്റ് മേ ബി ദ പ്രോസസ്. ഇത്രയും എംപ്ലോയീസിന് ദാഹം വരുമ്പോൾ യു ഷുഡ് സാറ്റിസ്ഫൈ ദിയർ തേഴ്സ്റ്റ്. സോ ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി വേണം. പ്രോപ്പർ സാനിറ്റേഷൻ ഫെസിലിറ്റി വേണം. ദെൻ വാഷിംഗ് ഫെസിലിറ്റി, എന്തെങ്കിലും ഇപ്പം യു ഹാവ് മെഷീൻസ് ഓർ യു ഹാവ് സം ഡേർട്ട്, ഗ്രീസ്, ഇതൊക്കെ പോകണമെങ്കിൽ ഒരു ഇൻഡസ്ട്രിയിലാണെങ്കിൽ എന്തെങ്കിലും വാഷിംഗ് ഏരിയ വേണം എന്തായാലും അതിന്. അപ്പം അതിന് പ്രത്യേക ഒരു ഏരിയ വേണം. നെക്സ്റ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദേ ആർ എൻടൈറ്റിൽഡ് ടു ഗെറ്റ് 6 months ഓഫ് ലീവ് വിത്ത് പേ ഫോർ ന്യൂ ബോൺ ബേബി ആൻഡ് ഫോർ ദ മദർ. അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ഇത്രയാണ് സ്റ്റാറ്റ്യൂട്ടറി നമ്മൾ പറയുന്നത്, നിർബന്ധമായിട്ട് ഒരു കമ്പനി കൊടുക്കേണ്ട കാര്യങ്ങൾ. അടുത്തത് വോളണ്ടറി ആണെങ്കിൽ എന്തുവാണ്? റിക്രിയേഷണൽ ഫെസിലിറ്റീസ്. റിക്രിയേഷണൽ ഫെസിലിറ്റീസ് എന്തുവാ? യു വുഡ് സീ സംടൈംസ് ചിലപ്പം ടേബിൾ ടെന്നീസ് കാണും, റൈറ്റ്? ക്യാരംസ് ബോർഡ് കാണും, ഇങ്ങനത്തെ, അല്ലെങ്കിൽ ഒരു ജിം ഏരിയ കാണും. അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുത്ത ബെനിഫിറ്റ് എന്താ? ഒന്ന്, ഇവരിനി ഇത് പുറത്ത് പോയി ചെയ്യേണ്ട. രണ്ട്, ദേ ഗെറ്റ് സാറ്റിസ്ഫൈഡ്. അവർക്ക് വർക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് അവരവിടെ തന്നെ കാണും. ദേ വുഡ് ബി എൻജോയിങ് ദെയർ ടൈം, ദേ വുഡ് ബി സാറ്റിസ്ഫൈങ് ദെയർ ടൈം ഇൻ ഓഫീസ്. ഫൈൻ. രണ്ടാമത്തെ, എഡ്യൂക്കേഷണൽ ഫെസിലിറ്റി. ചില കമ്പനീസ് ദേ പ്രൊമോട്ട്, ദേ ഹെൽപ്പ് ദം ടു ഡു ആൻ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ്. ദേ വുഡ് ബി ഹാവിങ് ഐദർ എ ടൈ അപ്പ് വിത്ത് എ കോളേജ്, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വെച്ച് അവർക്ക് പറയാം ഇൻ്റഗ്രേറ്റഡ് MBA കോഴ്സ്, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് MS കോഴ്സ് വിത്ത് ദിസ് കോളേജ്. അവർ കമ്പനി തന്നെ സ്പോൺസർ ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി. വെൻ ദേ ഹാവ് എ ബിലീഫ് ഇൻ യു, എല്ലാവരും ചെയ്തില്ല, വെൻ ദേ ഹാവ് എ ബിലീഫ് ഇൻ യു, ഓക്കെ, യു ആർ കേപ്പബിൾ ടു ബിക്കം എ മാനേജർ, അപ്പോൾ ഞങ്ങൾ കമ്പനി സ്പോൺസർ ചെയ്ത് നീ MBAക്ക് പോ എന്ന് വെച്ച് പറയുന്ന കമ്പനീസ് ഉണ്ട്. നെക്സ്റ്റ് വൺ, പ്രൊവൈഡിങ് ദെൻ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി. അത് അവർക്ക് എടുക്കാം, എടുക്കാതിരിക്കാം. ദേ വുഡ് ബി ഹാവിങ് ദെയർ ഓൺ സോർട്ട് ഓഫ് ക്യാബ് ഓർ ദെയർ ഓൺ ബസ് വിച്ച് യു ഹാവ് ടു ബുക്ക് ഓൺ എ പ്രയോറിറ്റി ബേസിസ്. അത് കൊടുക്കാം. നെക്സ്റ്റ്, ഫ്രീ മീൽ ഫെസിലിറ്റി. നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ മീലായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാം. ആ എംപ്ലോയീസ് അവിടെ തന്നെ വരും, അല്ലാതെ ഇതിനു വേണ്ടി കുക്കിങ്ങിന് വേണ്ടി എംപ്ലോയി വീണ്ടും കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അവർക്ക് കൃത്യമായിട്ട് ഒരു ബ്രേക്ക് ടൈം കാണും, കൃത്യമായിട്ട് വരികയും ചെയ്യും. ഫൈൻ. നെക്സ്റ്റ്, മൂവിങ് ടു എ ടീം. You have something what is called team and what is called as a group.
Group involves some people who are informal, right? A particular rules and regulations ഇല്ല ഒരു ഗ്രൂപ്പ്. ഒരു ടീം ആണെങ്കിൽ എന്തുവാണ്, യു വർക്ക് ഓൺ എ സെറ്റ് ഓഫ് അജണ്ട. ഒരു പർട്ടിക്കുലർ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടീം പറയുന്നത്. ഒരു ടീം പ്രോബ്ലം സോൾവ് ചെയ്യുന്നു, ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു, ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. പക്ഷെ ഗ്രൂപ്പ് നിർബന്ധമില്ല, ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇറ്റ് ഇസ് മോർ ഓഫ് എൻ ഇൻഫോർമൽ പ്രോസസ്സ്. പക്ഷെ ഒരു ടീം ആണെങ്കിൽ ഒരു ഫോർമൽ പ്രോസസ്സാണ്. നമ്മളൊരു ഗോൾ അച്ചീവ്, ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാനോ ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, റൈറ്റ്? സം characteristics, you achieve a common goal. Next, aspirate a corps. ഓർമ്മയുണ്ടോ? മോഡ്യൂൾ 1, you achieve team spirit, you achieve trust, you ensure there is a leader within your team. Next, everyone is accountable. അതൊരു ഫെയിലിയർ ആയിക്കോട്ടെ, അത് സക്സസ് ആയിക്കോട്ടെ, എവറി ഇൻഡിവിജ്വൽ ഇസ് അക്കൗണ്ടബിൾ. ഇന്റർ ഡിപ്പെൻഡൻസി, ഒരാൾ മാത്രം ഒരു പണി ചെയ്യുക അങ്ങനല്ല, എല്ലാവരും ഇന്റർ കണക്റ്റഡ് ആണ്. അവരുടെ ഒരു ജോയിന്റ്, ഒരു പാർട്ട്ണർഷിപ്പാണ് ഒരു പണിക്ക് വരുന്നത്. നെക്സ്റ്റ് വൺ, ഡിഫൈൻഡ് ജോബ് റോൾസ് വേണം. ഒരാൾ എന്ത് പണി ചെയ്യണമെന്ന് പ്രോപ്പർ ഡിഫൈൻഡ്, അൺക്ലിയർ അല്ല. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഒരു ടീം ആണെങ്കിൽ യെസ്, ഇന്ന ആൾ ഇന്ന പണി ചെയ്യണം, ജോബ് റോൾ. അത് വേണമെങ്കിൽ നമുക്ക് ജോബ് റൊട്ടേഷൻ കൊടുക്കാം. നെക്സ്റ്റ് ആണ് ഒരു പ്രോപ്പർ ഡയറക്ഷൻ വേണം. ലീഡർ ഒരു പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണം, ഇതെങ്ങനെ ചെയ്യണം, എപ്പോൾ തീർക്കണം. നെക്സ്റ്റ്, കൊളാബറേഷൻ. ദിസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ വെൽ each team members are synced, they are in good relationship with others, so that they collaborate and help to achieve each other's goal and organization goals. Next, we have different types of team. First one is called functional team. ഇത് പറയുന്നത് എന്തുവാ, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് എ ടീം ആവാം. ഒരു മാർക്കറ്റിംഗ് ടീം ആവാം, ഒരു HR ടീം ആവാം. സെയിം മെമ്പേഴ്സ് ഓഫ് ദ സെയിം ഡിപ്പാർട്ട്മെന്റ് ആണ്. ദേ ഹാവ് ദിയർ ഓൺ ഗോൾസ്. ഓക്കെ, ഒരു HR ഗോൾ പോലെയല്ല ഒരു മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഗോൾ. ഓരോ ഡിപ്പാർട്ട്മെന്റൽ വൈസ് ഗോൾ കാണും. ഹിയർ ഐ ഗേവ് എൻ എക്സാമ്പിൾ ഓഫ് മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ടീം ഇസ് കൺസേൺ വിത്ത് ബ്രാൻഡ് പ്രൊമോഷൻ ആൻഡ് അവയർനെസ്. ഇപ്പോൾ സെയിൽസ് ടീം ആണെങ്കിൽ എന്താ, കൂടുതൽ റവന്യൂ എങ്ങനെ ജനറേറ്റ് ചെയ്യാൻ പറ്റും, കൂടുതൽ ടാർഗറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. ഒരു HR ആണെങ്കിൽ എങ്ങനെ എംപ്ലോയീസിന് എത്ര റിട്ടൻഷൻ റേഷ്യോ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ബെറ്റർ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് കോസ്റ്റ് കുറയ്ക്കാൻ നോക്കണം. ഇതൊക്കെ ആയിരിക്കും ഫങ്ഷണൽ ടീംസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ക്രോസ് ഫങ്ഷണൽ ടീം പറയുന്നത് എന്താണ്, ഇറ്റ് റിക്വയർസ് പീപ്പിൾ വിത്ത് certain സെറ്റ് ഓഫ് സ്കിൽസ് ടു വർക്ക് ഫ്രം ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓക്കെ, നമ്മളുടെ ഒരു ടീമിന് ചിലപ്പം ഞാൻ ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കാൻ പോകുമ്പോൾ ഒരു പ്രോജക്റ്റിന് എനിക്ക് ചിലപ്പോൾ ഒരു ടെക്നിക്കൽ ആൾ വേണം, ഒരു നോൺ ടെക്നിക്കൽ ആൾ വേണം, ഒരു പ്രോജക്റ്റ് മാനേജർ വേണം, ഫ്രഷറായിട്ട് കുറച്ച് കാൻഡിഡേറ്റ്സ് വേണം. സോ സി, ലുക്ക് അറ്റ് മൈ കമ്പോസിഷൻ. ഐ ടുക്ക് ഡിഫറെൻറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ്. ഒരു ഡിസൈനർ വേണം, റൈറ്റ്? എൻ്റെ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യാൻ ഒരാൾ വേണം. അപ്പോൾ ഇതെല്ലാം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ടീമല്ല. ഞാൻ പല ടീമിൽ നിന്ന് 1-2 പേര് വെച്ച് എടുത്ത് എനിക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു HR വേണമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ചില HR അങ്ങനെ ഉണ്ട്, ദേ വർക്ക് ഫോർ ഓൺലി പർട്ടിക്കുലർ സെറ്റ് ഓഫ് പ്രോജക്ട്സ്. അപ്പോൾ അവരുടെ ഹയറിംഗ് പ്രോസസ്സ് ഈസിയാവും. അപ്പോൾ HR ഡിപ്പാർട്ട്മെന്റ് ഒരാൾ ഞാൻ എടുക്കുന്നു, മാർക്കറ്റിംഗ് ടീമിൽ നിന്ന് ഞാൻ ഒരാളെ എടുക്കുന്നു, എൻ്റെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഒരാൾ എടുക്കുന്നു. ഇങ്ങനെ നമ്മൾ പല ടീംസ് നമ്മൾ എടുത്ത് ചെയ്യുന്ന പ്രോസസ്സാണ് ക്രോസ് ഫങ്ഷണൽ ടീം. നെക്സ്റ്റ് വൺ ഇസ് കോൾഡ് സെൽഫ് മാനേജ് ടീം. സെൽഫ് മാനേജ് ടീം അവർ ഒരു കമ്പനി ബേസിസിലല്ല, എന്താണെന്ന് വെച്ചാൽ they do this on a voluntary basis. They come together, they achieve their goals. So people with similar mindset, it will be easy for them to use self-managed teams. അവർക്ക് കൂടുതൽ പ്രൊഡക്ടിവിറ്റി കാണും, റൈറ്റ്? ബിക്കോസ് അവർ ഒരുപോലെ ചിന്തിക്കുന്ന, ഒരുപോലെ തന്നെ ഒരു സൂപ്പർവിഷൻ ഇല്ല. അതാണ് മെയിൻ ഹൈലൈറ്റ്. വിത്തൗട്ട് എനി സൂപ്പർവിഷൻ, വിത്തൗട്ട് എനി ലീഡർ റിക്വയർമെന്റ് ഇല്ലാതെ തന്നെ അവർ തന്നെ വന്ന് ഓക്കെ നമുക്ക് ചെയ്യാം, ഇതെങ്ങനെ അപ്രോച്ച് ചെയ്യാം പ്രോബ്ലം, ആൻഡ് ദേ ഡെവലപ്പ് എ സൊല്യൂഷൻ. Next is called virtual or remote team. As the name includes, you can connect with anyone from different part of the world. You can connect someone with your same organization from America or from India, and you can brainstorm together you can conduct meetings. ഇത് കാരണം എന്താ അഡ്വാൻറ്റേജ്, കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. അതേ ടൈമിന് നിങ്ങൾക്ക് ടൈം ലാഗ് കുറയ്ക്കാനും പറ്റും. നെക്സ്റ്റ് യു ഹാവ് വാട്ട് ഇസ് കോൾഡ് പ്രോജക്റ്റ് ടീം. ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് ബേസിസ്, ഒരു ഷോർട്ട് ടേം ആയിരിക്കും. ഒരു പ്രോജക്റ്റ് ടീം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് റിലീസ് ചെയ്യണം. ആ പ്രോഡക്റ്റ് റിലീസ് ചെയ്യുന്ന സമയം വരെ മാത്രം ഒരു ടീമേ ഉള്ളൂ. ആ ഒരു പർട്ടിക്കുലർ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ വിളിക്കാം. എന്നിട്ട് ആ വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഒരു പ്രോജക്റ്റ്, അതായത് സേ ഫോർ എക്സാമ്പിൾ ഇപ്പം മാരുതി ഡിസയർ ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഡിസയർ എല്ലാം എംപ്ലോയീസ് ഓഫ് മാരുതി അല്ല ഇൻവോൾവ്, എല്ലാം ഡിസൈനേഴ്സ് അല്ലേ. അതിന് തന്നെ ഒരു സ്പെഷ്യൽ ഒരു യുണീക്ക് ഡിസൈൻ ടീം കാണും, അതിന് വേറെ സെയിൽസ് ടീം കാണും, മാർക്കറ്റിംഗ് കാണും. കാരണം ഇതിൻ്റെയൊക്കെ പരിചയം ഒരുപോലെ അല്ല.
Okay, so for each product they have their own team. അതാണ് നമ്മൾ പ്രോജക്റ്റ് ടീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ബീങ് കോൾഡ് ടാസ്ക് ഫോഴ്സ്. ഇതൊരു പർട്ടിക്കുലർ ട്രെയിൻഡ് സെറ്റ് ഓഫ് ആൾക്കാരാണ്. യൂഷ്വലി അവരുടെ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ട് ആയ സ്പെഷ്യലിസ്റ്റ് ആവാം. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ ഇഷ്യൂ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോം ചെയ്യുന്നതാണ് ടാസ്ക് ഫോഴ്സ്. ഓക്കെ, ടാസ്ക് ഫോഴ്സ് യൂഷ്വലി എന്താണ്, നമുക്കിപ്പോൾ ഒരു ഔട്ട്സൈഡ് സൊല്യൂഷൻ, ഒരു സ്ട്രേഞ്ച് സൊല്യൂഷൻ വരുമോ, യു ഡോണ്ട് നോ വാട്ട് ടു ഡു, so you rely on someone else. For example, training, efficient training, performance കുറഞ്ഞുകൊണ്ടിരിക്കുക ആൾക്കാരുടെ. ഓൾറെഡി കൊടുക്കുന്ന HR-മാരെ ട്രെയിനിങ് കൊടുക്കുന്ന പോരാ, they need something special, something extra. So you hire extra trainer from outside. ഇതാണ് ടാസ്ക് ഫോഴ്സ്. They are കറക്റ്റ് റിസോഴ്സ് പേഴ്സൺ ആണ് അവർ. കറക്റ്റ് അവരുടെ ഈ ഫീൽഡ് എക്സ്പെർട്ട് ആണ്, അവർ ഇത്രയും വർഷം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ടാസ്ക് ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് കമ്മിങ് ടു സ്റ്റേജസ് ഓഫ് ടീം ഡെവലപ്മെന്റ്. നമുക്ക് പല സ്റ്റേജസ് ഓഫ് ടീം ഡെവലപ്മെന്റ് ഉണ്ട്. ദിസ് ഇസ് കോൾഡ് ആസ് ബ്രോസ് ടക്മാൻസ് 5 സ്റ്റേജസ് ഓഫ് ടീം ഡെവലപ്മെന്റ്. ഇതിന്റെ വേറെ ഹെഡിങ് ആണ് ഫോർമേഷൻ ഓഫ് ടീം. നമുക്ക് 5 സ്റ്റേജസ് ഉണ്ട്: ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് ആൻഡ് അഡ്ജേണിംഗ്. ഡയഗ്രാം വരയ്ക്കണം, ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഇസ് വിത്ത് റെസ്പെക്ട് വിത്ത് ടൈം ആൻഡ് ദെയർ എഫക്റ്റീവ്നെസ്. ഫസ്റ്റ് സ്റ്റേജ് കോൾഡ് ഫോമിംഗ്. ഫോമിംഗ് വെച്ച് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ ആദ്യമായിട്ട് ടീം ഫോം ചെയ്യുവാണ്. ടീമായിട്ട് ഫോം ചെയ്യുമ്പം അത് എളുപ്പമാണോ? ജസ്റ്റ് തിങ്ക്, ഇറ്റ് ഇസ് നോട്ട് ഈസി, റൈറ്റ്? യു വുഡ് ബി ഹാവിങ് സർട്ടൺ സെറ്റ് ഓഫ് ആങ്സൈറ്റി. അയ്യോ, ഫോമിങ് നിങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നേ ഉള്ളൂ. യു ആർ ആങ്ഷ്യസ് ഓഫ് വാട്ട് ഇസ് ടു ബി ഡൺ. ഓക്കെ, അതെന്തുവാ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റൂൾസ് ടു ബി ഫോളോഡ്. അപ്പുറത്തെ ഓപ്പോസിറ്റ് ആൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. നിങ്ങൾ ആദ്യമായിട്ട് ഒരു കമ്പനി വരുമ്പോഴായിരിക്കും, ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സമയത്തായിരിക്കും ഒരു ഫോമിങ് കാണുന്നത്. സോ യു ആർ ടോട്ടലി വറീഡ് ഹൗ ടു ഡു, ഇത് ചെയ്യാൻ പറ്റുമോ. പക്ഷേ ഈ സമയത്ത് വലിയ അങ്ങ് വേറെ വർക്ക് അസൈൻഡ് ഒന്നും അല്ല. സ്റ്റിൽ യു ആർ നോട്ട് അസൈൻഡ് എ പ്രോജക്റ്റ്. ഇറ്റ് ഇസ് യുവർ ഇനീഷ്യൽ സ്റ്റേജ്, യുവർ ലേണിംഗ് സ്റ്റേജ്. സോ യു ക്യാൻ പുട്ട് ഡെഫിനറ്റ്ലി കുറേ മിസ്റ്റേക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ആയിരിക്കുന്ന ഒരു ടൈമാണ്. പക്ഷേ നിങ്ങൾ ആങ്ഷ്യസ് ആണ്. അതാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് എ ഹണിമൂൺ ഫേസ് ഇൻ ടീം ഡെവലപ്മെന്റ്. ഫസ്റ്റ് സ്റ്റേജ് കോൾഡ് ഫോമിംഗ്. സെക്കൻഡ് സ്റ്റേജ് ആകുമ്പം സ്റ്റോമിംഗ്. ഇവിടെ വെച്ചാണ് നിങ്ങൾക്ക് ഐഡിയ ജനറേറ്റ് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ ബ്രെയിൻ സ്റ്റോമിംഗ് പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ സ്റ്റോമിംഗ് സ്റ്റേജ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട വർക്ക്. ഹൗ ടു ഡു ഇറ്റ്? സോ യു ഫോം ദാറ്റ് എക്സിസ്റ്റിംഗ് ടീം, യു ഡിസ്കസ് യുവർ ഐഡിയാസ് വിത്ത് ഈച്ച് അതർ. നിങ്ങൾ ഐഡിയാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഓക്കെ ഒരാൾക്ക് ഒരു അഭിപ്രായം വ്യത്യാസം ഉണ്ടാവും. സോ that depends how you manage that ego. If some people would get hurt with their അയ്യോ എൻ്റെ അഭിപ്രായം എടുത്തില്ല, or they get affected with their ego. ചില ആൾക്കാർ മിണ്ടാതിരിക്കും. ഈ സമയത്ത് there's a possible chance for people to burst out, show their emotions, frustrations ഉണ്ടാവാൻ പറ്റും. So it would get difficult to adjust with that scenario. അതാണ് നമ്മൾ ബ്രെയിൻ സ്റ്റോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, it is known as storming because it deals with people's with different individual personalities, our idea, how they communicate, അതൊരു കോൺഫ്ലിക്റ്റ് ആവോ ഇല്ലയോ, ഈ ഒരു ക്രിട്ടിക്കൽ ഒരു സിനാറിയോ ആണ് സ്റ്റോമിംഗ് സ്റ്റേജ്. തേർഡ് വൺ ബീങ് നോമിംഗ് സ്റ്റേജ്. നോമിംഗ് സ്റ്റേജ് ആകുമ്പോഴെന്തുവാ, ലുക്ക് അറ്റ് ദ ഫിഗർ. ഫോമിംഗ് ആദ്യമായിട്ട് നിങ്ങൾ പരിചയപ്പെടുന്നു, സ്റ്റോമിംഗ് ബ്രെയിൻ സ്റ്റോം ചെയ്യുന്നു, പല പ്രശ്നങ്ങൾ വരുന്നു. നോമിംഗ് ആകുമ്പോൾ യു ഗെറ്റ് ആക്സെപ്റ്റഡ്. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്, ഓർ ഇങ്ങനെ പറഞ്ഞാൽ ഇയാൾ ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുന്നത്. യു ഓൾറെഡി ബൈ ദിസ് ടൈം യു ഡെവലപ്പ് എ റിലേഷൻഷിപ്പ് ആൻഡ് എ ട്രസ്റ്റ് വിത്ത് ഈച്ച് അതർ. ഫൈൻ, ദർ ആർ നോ ടീം ഈഗോസ്. യു ഡെവലപ്പ് ഓൾറെഡി എ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ടീം മെമ്പേഴ്സ്. ഓക്കെ, യു ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇത് ചെയ്താൽ ഇത് ചെയ്യാൻ പറ്റും. You understand people who have skills, who do not have skills. You understand each other's weakness and you trust each other. അതാണ് നമ്മൾ നോമിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് റൂൾസ് ടു ബി ഫോളോഡ്. ഇതെന്തുവാ ചെയ്യേണ്ടത്, യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ടു ഡു, ഹൗ ടു ഡു വിത്ത് റെസ്പെക്ട് വിത്ത് യുവർ എൻറ്റയർ ടീം. നിങ്ങളുടെ ടീമിൻ്റെ എൻറ്റയർ പെർഫോമൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അതനുസരിച്ച് ഗോൾ അച്ചീവ് ചെയ്യാൻ നോക്കുന്നതാണ് നോമിംഗ് സ്റ്റേജ്. നെക്സ്റ്റ് വൺ, യു പെർഫോം. അപ്പം നമ്മൾ ഇത്രയും സ്റ്റേജസ് കഴിഞ്ഞു. നൗ ഇറ്റ് ഇസ് ടൈം ടു പെർഫോം. ഔട്ട്പുട്ട് ഉണ്ടാക്കി കൊടുക്കണം. ഔട്ട്പുട്ട് ക്ലിയർ ആയിട്ട് പറയുന്ന ഡെഡ് ലൈന് പറയുന്ന സമയത്ത് അച്ചീവ് ചെയ്ത് കൊടുത്താൽ യു ആർ ബീങ് ഏബിൾ ടു ഡെലിവർ യുവർ പ്രോജക്റ്റ് ഓൺ ദ റൈറ്റ് ടൈം. ക്ലയൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും, എംപ്ലോയർ സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കഷ്ടപ്പെട്ട് ഒരേ യൂണിറ്റ് ആയിട്ട് പെർഫോം ചെയ്യും മാക്സിമം ഇവിടെ. അപ്പോൾ ഒരാളുടെ കുറവ് വേറൊരാളെ ഹെൽപ്പ് ചെയ്യും. യു കൊളാബറേറ്റ് ഈച്ച് അതേഴ്സ് ഗോൾ, കമ്മിറ്റ്മെൻറ്റ് നോക്കും. പ്രോബ്ലംസ് ഒക്കെ വന്നാൽ പോലും കൺസ്ട്രക്റ്റീവായിട്ട് നിങ്ങൾ ഡീൽ ചെയ്യും. ഈഗോ ക്ലാഷസ് വന്നാൽ പോലും യു ഡീൽ വിത്ത് ഇറ്റ്. യു
go one step ahead, and you solve the project or you deliver the product on time. Stage 4 performance ആയിട്ട് stage 5 is called adjourning stage. This is an exiting stage. അതായത് you achieved your goal achieve ചെയ്യുമ്പം definitely you would get clientന്റെ വക appreciation കാണും, മാനേജ്മെന്റ് ഓർഗനൈസേഷന്റെ ഭാഗത്ത് appreciation കാണും. So it is a time for celebration as well as നിങ്ങളെ പിരിച്ചു വിടുക. ഇപ്പം ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു, ആ പർട്ടിക്കുലർ ടാസ്ക് കഴിഞ്ഞു. അപ്പോൾ പിരിച്ചു വിടുമ്പം അപ്പോൾ ചില ആൾക്കാർക്ക് സങ്കടം കാണാം, ഓക്കെ നമ്മൾ ചെയ്ത ആക്ടിവിറ്റി ഇനി ഇല്ല, ഇനി നമുക്ക് ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. നിങ്ങൾ പിരിച്ചു വിടുവല്ല, ആ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റിന്റെ സക്സസ് കഴിഞ്ഞു, ആ പ്രോജക്റ്റ് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്തു, കഴിഞ്ഞു, റിലീസ് ചെയ്തു. അപ്പോൾ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ആ പ്രോജക്റ്റ് ആ ടീം വെക്കേണ്ട കാര്യമില്ല. സോ ദേ ഗെറ്റ് ടീമിനെ നമ്മൾ ഡിസോൾവ് ചെയ്യാണ്. ടു ബി സെയിങ് ഇൻ സിമ്പിൾ ടേംസ്, നമ്മൾ ആ ടീമിനെ ഡിസോൾവ് ചെയ്യാണ്. അപ്പോൾ ടീം ഡിസോൾവ്മെന്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു സർട്ടൺ സെറ്റ് ഓഫ് എംപ്ലോയീസിന് ഒരു സങ്കടം കാണും, ഓക്കെ അവർ പിരിഞ്ഞു പോവാണ്. അതാണ് നമ്മൾ മോർണിംഗ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഹണിമൂൺ സ്റ്റേജ് എന്ന് പറയുന്നത്, അഡ്ജേണിങ് നമ്മൾ മോർണിംഗ് സ്റ്റേജ്. കാരണം ഇറ്റ്സ് ലൈക്ക് മോർ ഓഫ് എ സേ എക്സാമ്പിൾ, ഇനി കാണാൻ പറ്റുമോ, ലൈക്ക് എംപ്ലോയീസിനെ നമ്മൾ ഡിസോൾവ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യത്തില്ല, റൈറ്റ്? സോ ദാറ്റ് റിലേഷൻഷിപ്പ് യു വാല്യൂ ഈച്ച് അതർ, ഹൗ യു വർക്ക് ഈച്ച് അതർ, യു ചെറിഷ് ദോസ് മൊമെന്റ്സ്. ഇതാണ് നമ്മൾ അഡ്ജേണിംഗ് സ്റ്റേജ് വെച്ച് നമ്മൾ പറയുന്നത്.